നമസ്കാരം. ഇന്നത്തെ ക്ലാസ്സിൽ SCERT ടെക്സ്റ്റ് ബുക്ക് 5ാം ക്ലാസ്സിലെ ബേസിക് സയൻസിൻ്റെ ലെസൺസാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത്. മൊത്തം 10 ലെസണാണ് ഉള്ളത്. അപ്പോൾ ഈ 10 ലെസണും ഒറ്റ വീഡിയോയിലാണ് നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ എക്സാമിന് പോകുന്നതിന് മുമ്പ് ഈ ഒരു വീഡിയോ കണ്ടാൽ മതിയാകും. നമുക്ക് ഒത്തിരി മാർക്ക് സ്കോർ ചെയ്യാനായിട്ട് സാധിക്കും. തീർച്ചയായിട്ടും മത്സര പരീക്ഷകൾക്ക് ഒരുങ്ങുന്ന കൂട്ടുകാർ SCERT ടെക്സ്റ്റ് ബുക്ക് അറിഞ്ഞിരിക്കേണ്ടതും പഠിച്ചിരിക്കേണ്ടതും ആവശ്യം തന്നെയാണ്. കേട്ടറ്റ്, LPSA, UPSA അതുപോലെ തന്നെ PSC എക്സാമുകൾക്ക് എഴുതുന്നവർ നിർബന്ധമായിട്ടും പഠിച്ചിരിക്കേണ്ടതാണ് SCERT ടെക്സ്റ്റ് ബുക്ക്. അപ്പോൾ അതിൻ്റെ മുന്നോടിയായിട്ട് നമ്മൾ ആദ്യം തന്നെ 5ാം ക്ലാസ്സിലെ ബേസിക് സയൻസ് ആണ് ഞാൻ ഈ ഒരു ക്ലാസ്സിൽ ചെയ്തിരിക്കുന്നത്. അപ്പോൾ കൂട്ടുകാർ ക്ലാസ് തുടങ്ങുന്നതിന് മുമ്പ് ചെറുതായിട്ടൊന്ന് എവിടെയെങ്കിലും ഒന്ന് കുറിച്ച് വെച്ചാൽ, അതായത് ലെക്ചർ നോട്ട് പോലെ ഒന്ന് എഴുതി വെച്ചാൽ നമ്മൾ എക്സാമിന് പോകുന്നതിന് തൊട്ട് മുമ്പ് നമുക്ക് ജസ്റ്റ് നോക്കിയിട്ട് പോയി കഴിഞ്ഞാൽ മാർക്ക് സ്കോർ ചെയ്യാനായിട്ട് സാധിക്കും. അപ്പോൾ നമുക്ക് നേരെ ഇനി ക്ലാസ്സിലേക്ക് കിടക്കാം. ആദ്യത്തെ ലെസൺ ആണ് ഏത്? സസ്യലോകത്തെ അടുത്തറിയാം. അപ്പൊ അതിനകത്ത് ആദ്യം പറയുന്നത് പ്രകാശ സംശ്ലേഷണത്തെ കുറിച്ചിട്ടാണ്. അപ്പൊ എന്തായിരിക്കും പ്രകാശ സംശ്ലേഷണം? ഹരിത സസ്യങ്ങള് സൂര്യപ്രകാശത്തിന്റെ സാന്നിധ്യത്തില് ജലവും കാർബൺ ഡയോക്സൈഡും ഉപയോഗിച്ച് ഇലകളിൽ വെച്ച് ആഹാരം പാകം ചെയ്യുന്ന പ്രക്രിയയെ നമുക്ക് എന്തെന്ന് പറയാം? പ്രകാശ സംശ്ലേഷണം എന്ന് പറയാം. എന്താണ് പ്രകാശ സംശ്ലേഷണം? ഹരിത സസ്യങ്ങള് സൂര്യപ്രകാശത്തിന്റെ സാന്നിധ്യത്തിൽ എന്താണ് ഉപയോഗിക്കുന്നത്? എന്ത് രണ്ട് സാധനങ്ങളാണ് അവിടെ ഉപയോഗിക്കുന്നത്? ജലവും കാർബൺ ഡയോക്സൈഡും ഉപയോഗിച്ച് ആഹാരം പാകം ചെയ്യുന്ന പ്രക്രിയയാണ് എന്തെന്ന് പറയുന്നത്? പ്രകാശ സംശ്ലേഷണം എന്ന് പറയുന്നത്. ഇനി പ്രകാശ സംശ്ലേഷണം നടക്കണമെങ്കിൽ ഇലകളിൽ എന്ത് വർണ്ണവസ്തു ഉണ്ടായിരിക്കണം? ഹരിതകം എന്ന വർണ്ണവസ്തു ആവശ്യമാണ്. ഹരിതകം ഇലകൾക്ക് പച്ച നിറം നൽകുന്ന വർണ്ണവസ്തുവാണ്. അപ്പൊ ഇലകൾക്ക് പച്ച നിറം കൊടുക്കുന്ന വർണ്ണവസ്തു ഏതാണ്? ഹരിതകമാണ്. ഇനി പ്രകാശ സംശ്ലേഷണത്തിന്റെ ഉൽപ്പന്നമാണ് എന്ത്? ഗ്ലൂക്കോസ്. പ്രകാശ സംശ്ലേഷണത്തിന്റെ ഉൽപ്പന്നമാണ് ഗ്ലൂക്കോസ്. അപ്പൊ ഈ പിക്ചറിൽ കാണിച്ചിട്ടുണ്ടല്ലോ എങ്ങനെയാണ് ആ പ്രകാശ സംശ്ലേഷണം നടക്കുന്നത്, അല്ലെങ്കിൽ ഫോട്ടോസിന്തസിസ് നടക്കുന്നത് എങ്ങനെയാന്നുള്ള പിക്ചറാണ് ഈ കാണിച്ചിരിക്കുന്നത്. ഇനി പ്രകാശ സംശ്ലേഷണത്തിന്റെ ഫലമായി ഗ്ലൂക്കോസിൽ ഉണ്ടാകുന്ന രാസപ്രവർത്തനങ്ങൾ ഘട്ടം ഘട്ടമായി വിശദീകരിച്ച ശാസ്ത്രജ്ഞനാണ് മെൽവിൻ കാൽവിൻ. ആരാണ്? പ്രകാശ സംശ്ലേഷണത്തിന്റെ ഫലമായി ഗ്ലൂക്കോസിൽ ഉണ്ടാകുന്ന രാസപ്രവർത്തനങ്ങൾ ഘട്ടം ഘട്ടമായി വിശദീകരിച്ച ശാസ്ത്രജ്ഞന്റെ പേരാണ് മെൽവിൻ കാൽവിൻ. പ്രകാശ സംശ്ലേഷണ സമയത്തുണ്ടായ ഗ്ലൂക്കോസ് പിന്നീട് അന്നജമാക്കി മാറ്റപ്പെടുന്നു. ഇനി രാത്രിയിൽ സസ്യങ്ങൾ എന്തായിരിക്കും ചെയ്യുക? രാത്രിയിൽ സസ്യങ്ങൾ ഓക്സിജനെയാണ് ആഗിരണം ചെയ്യുന്നത്. കാർബൺ ഡയോക്സൈഡിനെ എന്ത് ചെയ്യുന്നു? പുറത്തുവിടുന്നു. രാത്രിയിൽ സസ്യങ്ങൾ ഓക്സിജനെ ആഗിരണം ചെയ്യുകയും കാർബൺ ഡയോക്സൈഡിനെ പുറത്തുവിടുകയും ചെയ്യുന്നു. ഒന്ന് നോട്ട് ചെയ്യണം കേട്ടോ, പല PSC ക്വസ്റ്റ്യൻസിനും ചോദിച്ചിട്ടുള്ളതാണ്. അങ്ങനെയെങ്കിൽ പകൽ എന്തായിരിക്കും ചെയ്യുക സസ്യങ്ങള്? പകല് കാർബൺ ഡയോക്സൈഡിനെ ആഗിരണം ചെയ്തിട്ട് ഓക്സിജനെയാണ് പുറത്തുവിടുന്നത്. ഓക്കെ, ഓർത്തിരിക്കുക. രാത്രിയില് ഓക്സിജനെ ആഗിരണം ചെയ്യും, കാർബൺ ഡയോക്സൈഡ് പുറത്തുവിടും. പകലാണെങ്കിലോ ഓക്സിജനെ പുറത്തുവിടും, കാർബൺ ഡയോക്സൈഡിനെ ആഗിരണം ചെയ്യും. ഓക്കെ, ഇനി അടുത്ത് നമ്മൾ പഠിക്കാൻ പോകുന്നത് ആസ്യരന്ധ്രങ്ങളെ കുറിച്ചിട്ടാണ്. സ്റ്റൊമാറ്റ. എന്താണ് ആസ്യരന്ധ്രങ്ങൾ? ഇലകളിൽ കാണപ്പെടുന്ന ചെറിയ സുഷിരങ്ങളെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? ആസ്യരന്ധ്രങ്ങൾ അഥവാ സ്റ്റൊമാറ്റ എന്ന് പറയുന്നത്. എന്തിനായിരിക്കും ഈ ചെറിയ സുഷിരങ്ങൾ ഉപയോഗിക്കുന്നത്? വാതക വിനിമയത്തിന് വേണ്ടിയിട്ടാണ് ഈ ആസ്യരന്ധ്രങ്ങൾ ഉപയോഗിക്കുന്നത്. സസ്യങ്ങളിൽ നിന്നുള്ള ജലബാഷ്പം പുറത്തേക്ക് വിടുന്നതും ഏത് വഴിയാണ്? ഈ ആസ്യരന്ധ്രങ്ങൾ വഴിയാണ്. ഇലകളുടെ അടിവശത്തായിട്ടാണ് ഈ ആസ്യരന്ധ്രങ്ങൾ കൂടുതലായിട്ട് കാണപ്പെടുന്നത്. അപ്പൊ എന്താണ് നമ്മൾ ആസ്യരന്ധ്രങ്ങളെ കുറിച്ച് പറഞ്ഞത്? ഇലകളിൽ കാണപ്പെടുന്ന ചെറിയ ചെറിയ സുഷിരങ്ങളെയാണ് നമ്മൾ ആസ്യരന്ധ്രങ്ങൾ എന്ന് പറയുന്നത്. ഇതിന് എന്തിനു വേണ്ടിയിട്ടാണ് സഹായിക്കുന്നത്? വാതക വിനിമയത്തിനും അതുപോലെ തന്നെ സസ്യങ്ങളിൽ നിന്നുള്ള ജലബാഷ്പം പുറത്തേക്ക് വിടുന്നതിനും. ഇനി ഇത് എവിടെയാണ് കൂടുതൽ കാണപ്പെടുക? ഇലകളുടെ അടിവശത്താണ് കൂടുതലായിട്ട് കാണപ്പെടുന്നത്. അപ്പൊ ആസ്യരന്ധ്രങ്ങൾ എന്താന്നുള്ളതാണ് ഈ പിക്ചറിൽ കാണുന്നത്. കണ്ടല്ലോ. ഇനി അടുത്തത് പ്രകാശ സംശ്ലേഷണവും ശ്വസനവും. ഹരിത സസ്യങ്ങൾ പകൽ സമയത്ത് പ്രകാശ സംശ്ലേഷണം നടത്തുമ്പോൾ കാർബൺ ഡയോക്സൈഡ് സ്വീകരിക്കുകയും ഓക്സിജന് പുറത്തുവിടുകയും ചെയ്യുന്നു. നമ്മൾ നേരത്തെ പറഞ്ഞ കാര്യം തന്നെയാണ്.
പ്രകാശ സംശ്ലേഷണ സമയത്ത് എന്ത് സംഭവിക്കുന്നു? ഹരിത സസ്യങ്ങൾ പകല് കാർബൺ ഡൈ ഓക്സൈഡിനെ സ്വീകരിക്കും, ഓക്സിജനെ പുറത്തുവിടുന്നു. ഈ ഒരു പിക്ചർ നോക്കിക്കേ, പ്രകാശ സംശ്ലേഷണവും ശ്വസനവുമായി ബന്ധപ്പെട്ട പിക്ചറാണ്. ഇതിൽ നിന്ന് കൂട്ടുകാർക്ക് മനസ്സിലാവുമല്ലോ. ഇനി അടുത്തത് വർണ്ണകങ്ങളെ കുറിച്ചിട്ടാണ് നമ്മൾ പഠിക്കുന്നത്. വർണ്ണകങ്ങൾ, ഇപ്പൊ നമ്മൾ നേരത്തെ ഒരു വർണ്ണകം പഠിച്ചു അല്ലേ? ഹരിതകം എന്ന വർണ്ണകത്തെ കുറിച്ച് പഠിച്ചു. എന്തായിരുന്നു ഹരിതകത്തിന്റെ പ്രത്യേകത? ഇലകൾക്ക് പച്ച നിറം കൊടുക്കുന്നത് ആരാണ്? ഏത് വർണ്ണകമാണ്? ഹരിതകമാണ്. ഇനി ഇലകൾക്കും തണ്ടുകൾക്കും പൂക്കൾക്കും പഴങ്ങൾക്കും നിറങ്ങൾ നൽകുന്നത് ആരാണ്? വർണ്ണകങ്ങളാന്ന് പറഞ്ഞു. ഇനി മഞ്ഞ നിറം കൊടുക്കുന്ന വർണ്ണകമാണ് ഏത്? സാന്തോഫിൽ. മഞ്ഞ നിറം കൊടുക്കുന്നത് സാന്തോഫിൽ. മഞ്ഞയും ഓറഞ്ചും കലർന്ന നിറം കൊടുക്കുന്നത് കരോട്ടിൻ. മഞ്ഞയും ഓറഞ്ചും കലർന്ന നിറം കൊടുക്കുന്നത് കരോട്ടിൻ. ഇനി ചുവപ്പ് നിറം കൊടുക്കുന്നത് ആരാണ്? ആന്തോസയാനിൻ. ചുവപ്പ് നിറം കൊടുക്കുന്നത് ആന്തോസയാനിൻ. ഇനി അടുത്ത് നമ്മൾ പഠിക്കാൻ പോകുന്നത് എന്താണ് സ്വപോഷികൾ, എപ്പിഫൈറ്റുകൾ എന്തൊക്കെയാണെന്നാണ്. അപ്പൊ എന്താണ് സ്വപോഷികൾ? സസ്യങ്ങൾ സ്വന്തമായി ആഹാരം പാകം ചെയ്യുന്നതിനാൽ അവയെ നമുക്ക് എന്തെന്ന് പറയാം? സ്വപോഷികൾ എന്ന് പറയാം. സ്വന്തമായിട്ട് സസ്യങ്ങൾ ആഹാരം പാകം ചെയ്യുന്നതിനാൽ അവയെ നമുക്ക് എന്തെന്ന് പറയാം? സ്വപോഷികൾ എന്ന് പറയാം. ഇനി എപ്പിഫൈറ്റുകൾ എന്തായിരിക്കും? വാസസ്ഥലത്തിനു വേണ്ടി മാത്രം സസ്യങ്ങളെ ആശ്രയിക്കുന്നവരാണ് ആര്? എപ്പിഫൈറ്റുകൾ. ഇനി അന്തരീക്ഷത്തിൽ നിന്നും ഈർപ്പം വലിച്ചെടുക്കാൻ കഴിവുള്ള സസ്യഭാഗമാണ് ഏത്? എപ്പിഫൈറ്റുകൾ. അന്തരീക്ഷത്തിൽ നിന്നും ഈർപ്പം വലിച്ചെടുക്കാൻ കഴിവുള്ള സസ്യഭാഗം ഏതാണ്? എപ്പിഫൈറ്റുകൾ. എപ്പിഫൈറ്റ് വിഭാഗത്തിൽപ്പെടുന്ന സസ്യങ്ങളാണ് ഏതൊക്കെ? മരവാഴ, ഓർക്കിഡ്. ഏതാണ്? മരവാഴ, ഓർക്കിഡ്. എന്താണ് മരവാഴയുടെ ഓർക്കിഡിന്റെ പ്രത്യേകത? എന്താണ്? വാസസ്ഥലത്തിന് വേണ്ടി മാത്രമാണ് അവര് ആ സസ്യത്തെ ആശ്രയിക്കുന്നത്. അവരെയാണ് നമ്മൾ എന്ന് പറയുന്നത്? എപ്പിഫൈറ്റുകൾ എന്ന് പറയുന്നത്. അടുത്തത് പരാദ സസ്യങ്ങൾ. എന്താണ് പരാദ സസ്യങ്ങൾ? മറ്റു സസ്യങ്ങളിൽ വളർന്ന് അവയിൽ നിന്ന് ജലവും ആഹാരവും വലിച്ചെടുക്കുന്ന സസ്യങ്ങളെയാണ് പരാദ സസ്യങ്ങൾ എന്ന് പറയുന്നത്. എന്താണ്? മറ്റു സസ്യങ്ങളിൽ വളരുകയും ചെയ്യും, അവയിൽ നിന്ന് ജലവും ആഹാരവും വലിച്ചെടുക്കും. അത്തരത്തിലുള്ള സസ്യങ്ങളെ നമ്മൾ എന്തെന്ന് പറയും? പരാദ സസ്യങ്ങൾ എന്ന് പറയും. ഇനി അങ്ങനെയെങ്കിൽ പൂർണ്ണ പരാദങ്ങളുണ്ട്, അർത്ഥപരാദങ്ങളുണ്ട്. എന്തായിരിക്കും പൂർണ്ണ പരാദങ്ങൾ? ആതിഥേയ സസ്യങ്ങൾ നിർമ്മിച്ച ആഹാരം നേരിട്ട് വലിച്ചെടുക്കുന്ന സസ്യങ്ങളെയാണ് നമ്മൾ എന്തെന്ന് പറയാ? പൂർണ്ണ പരാദങ്ങൾ എന്ന് പറയുന്നത്. എന്താണ്? അവര് അതായത് ഏത് സസ്യത്തിന്റെ അടുത്താണോ അല്ലെങ്കിൽ ഏത് സസ്യത്തിലാണോ ഈ സസ്യം വളരുന്നത്, അവര് എന്ത് ചെയ്യുന്നു? ആ സസ്യങ്ങൾ അതായത് ആതിഥേയ സസ്യങ്ങൾ നിർമ്മിച്ച ആഹാരം എന്ത് ചെയ്യുന്നു? നേരിട്ട് വലിച്ചെടുക്കുന്ന സസ്യങ്ങളെയാണ് നമ്മൾ എന്തെന്ന് പറയാ? പൂർണ്ണ പരാദങ്ങൾ എന്ന് പറയുന്നത്. ഉദാഹരണം ഏതാണ്? മൂടില്ലാത്താളി. ഏതാണ്? മൂടില്ലാത്താളി. അടുത്തത് ആതിഥേയ സസ്യത്തിൽ നിന്നും ജലവും ലവണങ്ങളും വലിച്ചെടുത്ത് ഇലകളുടെ സഹായത്തോടെ സ്വന്തമായിട്ട് ആഹാരം നിർമ്മിക്കുന്നവരാണ് ഏത്? അർത്ഥപരാദങ്ങൾ എന്ന് പറയുന്നത്. എന്താണ്? ആതിഥേയ സസ്യത്തിൽ നിന്നും ജലവും ലവണവും വലിച്ചെടുത്ത് ഇലകളുടെ സഹായത്തോടെ എന്ത് ചെയ്യും? സ്വന്തമായിട്ട് ആഹാരം പാകം ചെയ്യുന്നവരെയാണ് എന്തെന്ന് പറയുന്നത്? അർത്ഥപരാദങ്ങൾ എന്ന് പറയുന്നത്. അതിന് ഉദാഹരണം ഏതാണ്? ഇത്തിൾ കണ്ണിയാണ്. ഇനി അർത്ഥപരാദങ്ങളും പൂർണ്ണപരാദങ്ങളും എന്ത് സംഭവിക്കുന്നുണ്ട്? ആതിഥേയ സസ്യത്തിന് ദോഷം ചെയ്യുന്നവയാണ്. ഓക്കെ, അർത്ഥപരാദങ്ങളും പൂർണ്ണപരാദങ്ങളും എന്ത് ചെയ്യുന്നു? ആതിഥേയ സസ്യത്തിന് ദോഷം ചെയ്യുന്നവയാണ്. അപ്പൊ ഈ പിക്ചറിൽ കാണാം ഇത്തിൾ കണ്ണിയും മൂടില്ലാത്താളിയും. മൂടില്ലാത്താളി ഏതാണ്? പൂർണ്ണപരാദത്തിന് എക്സാമ്പിളും ഇത്തിൾ കണ്ണി ഏതിനാണ്? അർത്ഥപരാദത്തിന് എക്സാമ്പിളുമാണ്. ഓക്കെ, ഇനി അടുത്തതാണ് ശവോപജീവികൾ. എന്താണ് ശവോപജീവികൾ? ജീർണത്തിൽ നിന്ന് പോഷക ഘടകങ്ങൾ ആഗിരണം ചെയ്ത് വളരുന്നവയാണ് ആര്? ശവോപജീവികൾ എന്ന് പറയുന്നത്. എന്താണ്? ജീർണ അവശിഷ്ടങ്ങളിൽ നിന്ന് പോഷക ഘടകങ്ങൾ ആഗിരണം ചെയ്ത് വളരുന്നവരെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? ശവോപജീവികൾ എന്ന് പറയുന്നത്. അതിന് ഉദാഹരണമാണ് ഏത്? നിയോട്ടിയ, മോണോട്രോപ്പ, പൂപ്പലുകൾ. ഏതൊക്കെയാണ്? നിയോട്ടിയ, മോണോട്രോപ്പ, പൂപ്പലുകൾ. അടുത്തതായിട്ട് നമ്മൾ പഠിക്കാൻ പോകുന്നത് ആരോഹികൾ. എന്താണ് ആരോഹികൾ? ക്ലൈംബേഴ്സ്. മറ്റു ചെടികളിൽ പടർന്നു കയറുന്ന ദുർബല കാണ്ഡമുള്ള സസ്യങ്ങളെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? ആരോഹികൾ എന്ന് പറയുന്നത്. താങ്ങുകളിൽ ചുറ്റിപ്പിടിക്കുന്നതിനായി അവർക്ക് എന്തുണ്ടാവും? ഒരു സ്പ്രിങ് പോലത്തെ ഭാഗം ഉണ്ടാവും. നമ്മൾ കണ്ടിട്ടുണ്ടാവൂലേ മത്തങ്ങയുടെയും വെള്ളരിക്കയുടെ ഒക്കെ
കുമ്പളങ്ങയുടെ ഒക്കെ തണ്ടിൽ കണ്ടിട്ടുണ്ടാവില്ല ഒരു സ്പ്രിങ് പോലത്തെ ഭാഗങ്ങള്, ആ സ്പ്രിങ് പോലത്തെ ഉള്ള ഭാഗങ്ങളെയാണ് നമ്മൾ പറയുന്നത് പ്രധാനങ്ങൾ അഥവാ ടെൻഡ്രിൽസ് എന്ന് പറയുന്നത്. എന്താണ്? മറ്റു ചെടികളിൽ പടർന്നു കയറുന്ന ദുർബല കാണ്ഡമുള്ള സസ്യങ്ങളെ നമ്മൾ എന്തെന്ന് പറയുന്നു? ആരോഹികൾ എന്ന് പറയുന്നു. ഇനി അവരുടെ ആ സ്പ്രിങ് പോലത്തുള്ള ഭാഗത്തിന് നമുക്ക് എന്തെന്ന് പറയാം? പ്രധാനങ്ങൾ അഥവാ ടെൻഡ്രിൽസ് എന്ന് പറയാം. ചില സസ്യങ്ങൾ പറ്റുവേരുകൾ ഉപയോഗിച്ചാണ് മറ്റു ചെടികൾ പിടിച്ചു കയറുന്നത്. ഏതാണ് പറ്റുവേരുകൾ ഉപയോഗിച്ച് പിടിച്ചു കയറുന്ന ചെടികൾക്ക് ഉദാഹരണം ഏതാണ്? കുരുമുളക്, പാവൽ, പടവലം എന്നിവ ആരോഹികളാണ്. അപ്പൊ ചില സസ്യങ്ങൾ എന്ത് ചെയ്യുന്നു? ടെൻഡ്രിൽസ് പോലത്തുള്ള ഭാഗം കൊണ്ട് അത് വെച്ച് ചുറ്റിപ്പിടിച്ച് പോകുന്നു. അല്ലാത്ത ഇനി പറ്റുവേരുകളുള്ളത് ആർക്കൊക്കെയാണ്? കുരുമുളകിനാണ് പറ്റുവേരുള്ളത്. അപ്പൊ കുരുമുളകും എന്താണ്? ഒരു ക്ലൈംബർ ആണ്. അപ്പൊ ക്ലൈംബേഴ്സിന് എക്സാമ്പിൾ ഏതൊക്കെയാണ്? കുരുമുളക്, പാവല്, പടവലം എന്നിവയാണ്. ആരോഹികൾ എന്നാണ് അതിന്റെ മലയാളം വേർഡ്. ഇനി അടുത്തതാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത് ഇഴവള്ളികൾ അഥവാ ക്രീപ്പേഴ്സ്. എന്താണ് ക്രീപ്പേഴ്സ്? നിലത്ത് പടർന്നു വളർന്ന ദുർബല കാണ്ഡമുള്ള സസ്യങ്ങളെ നമുക്ക് എന്തെന്ന് പറയാം? ഇഴവള്ളികൾ അഥവാ ക്രീപ്പേഴ്സ് എന്ന് പറയാം. ഇതിന് എന്തില്ല? ടെൻഡ്രിൽസ് ഇല്ല. എക്സാമ്പിൾ ഏതാണ്? മധുരക്കിഴങ്ങ്, സ്ട്രോബെറി, കൊടുങ്ങൽ എന്നിവ ഏതിന് ഉദാഹരണമാണ്? ഇഴവള്ളികൾക്ക് ഉദാഹരണങ്ങളാണ്. ഇവർക്ക് എന്തില്ല എന്ന് പറഞ്ഞു? പ്രധാനങ്ങളോ അതായത് ടെൻഡ്രിൽസോ പറ്റുവേരുകളോ ഇല്ല. അപ്പൊ അതിനുള്ള എക്സാമ്പിൾ ആണ് ഈ കാണിച്ചേക്കുന്നത്. നോക്കിക്കേ, സ്ട്രോബെറി, അതുപോലെ തന്നെ മധുരക്കിഴങ്ങ്, കൊടുങ്ങൽ. അടുത്തത് താങ്ങുവേരുകൾ. താങ്ങുവേരുകൾ എന്താണ്? മരത്തിന്റെ ശാഖകളിൽ നിന്ന് താഴേക്ക് വളർന്ന മണ്ണിൽ ഉറച്ചു നിൽക്കുന്നതാണ് ഏത്? താങ്ങുവേരുകൾ എന്ന് പറയുന്നത്. ഉദാഹരണം ഏതാണ്? പേരാലാണ്. മരത്തിന്റെ ശാഖകളിൽ നിന്ന് താഴേക്ക് വളർന്ന മണ്ണിൽ ഉറച്ചു നിൽക്കുന്നത്. കണ്ടോ? ആ പിക്ചർ കാണാലോ പേരാലിന്റെ. കണ്ടോ? ഇങ്ങനെ നിൽക്കുന്നതാണ് ആ സൈഡ്. ഇത് ഇങ്ങനെ നിൽക്കുന്നതാണ് എന്തെന്ന് പറയുന്നത്? താങ്ങുവേരുകൾ എന്ന് പറയുന്നത്. ഇനി അടുത്തതാണ് പൊയ്ക്കാൽ വേരുകൾ, സ്റ്റിൽറ്റ് റൂട്ട്സ്. എന്താണ് സ്റ്റിൽറ്റ് റൂട്ട്? കാണ്ഡത്തിൽ നിന്ന് താഴേക്ക് വളർന്ന ദണ്ടുകൾ പോലുള്ള വേരുകളാണ് ഏത്? പൊയ്ക്കാൽ വേരുകൾ. ഇവരുടെ പ്രത്യേകത എന്താണ്? ഈ പൊയ്ക്കാൽ വേര് എന്താ ചെയ്യുക? ജലവും ലവണവും വലിച്ചെടുക്കാനും ചെടികളെ താങ്ങി നിർത്താനുമാണ് എന്ത് ചെയ്യുന്നത്? ഈ വേരുകൾ ചെയ്യുന്നത്. ഇതിന് ഉദാഹരണം ഏതാണ്? ആറ്റുകൈത. എന്താണ് പറഞ്ഞത്? കാണ്ഡത്തിൽ നിന്ന് താഴേക്ക് വളരുന്ന ദണ്ടുകൾ പോലുള്ള വേരുകളാണ് ഏത്? പൊയ്ക്കാൽ വേരുകൾ. ഇനി ഇവരുടെ ധർമ്മം എന്താണ്? ജലവും ലവണവും വലിച്ചെടുക്കാനും ചെടികൾ എന്ത് ചെയ്യുന്നു? താങ്ങി നിർത്തുക ചെയ്യുകയാണ് എന്ത് ചെയ്യുന്നത്? പൊയ്ക്കാൽ വേരുകളുടെ ധർമ്മം. ഉദാഹരണം ഏതാണ്? ആറ്റുകൈത. അടുത്തതാണ് കണ്ടൽ ചെടികൾ അഥവാ മാംഗ്രൂവ്സ്. എന്താണ് കണ്ടൽ ചെടികൾ? ചതുപ്പ് നിലങ്ങളിൽ വളരുന്നു. വേരിന്റെ അറ്റം അന്തരീക്ഷത്തിലേക്ക് വളർന്നു നിൽക്കുന്നു. ഇതെന്തിനാണ് അന്തരീക്ഷത്തിലേക്ക് ഈ വേരുകൾ പൊങ്ങി നിൽക്കുന്നത്? വാതക വിനിമയത്തിന് വേണ്ടിയിട്ടാണ് അന്തരീക്ഷത്തിലേക്ക് വേരുകൾ വളർന്നു നിൽക്കുന്നത്. ഇങ്ങനെ നിൽക്കുന്ന അതായത് വാതക വിനിമയത്തിന് സഹായിക്കുന്ന വേരുകൾ നമുക്ക് എന്തെന്ന് പറയാം? ശ്വസന വേരുകൾ എന്ന് പറയാം. വാതക വിനിമയത്തിന് സഹായിക്കുന്ന വേരുകൾ എന്തെന്ന് പറയാം? ശ്വസന വേരുകൾ എന്ന് പറയാം. ദേ നോക്കിക്കേ, പിക്ചർ നോക്കിക്കേ, കണ്ടൽ ചെടിയുടെ ശ്വസന വേരുകളാണ് ഈ കാണിച്ചിരിക്കുന്നത്. ഓക്കെ, ഇനി അടുത്തതാണ് വേരുകളെ കുറിച്ചിട്ട് നമുക്ക് പഠിക്കാം. വേരുകൾ ആഹാരം സംഭരിച്ചു വെക്കുന്ന വേരുകളാണ് ഏത്? സംഭരണ വേരുകൾ, സ്റ്റോറേജ് റൂട്ട്സ്. ആഹാരം സംഭരിച്ചു വെക്കുന്ന വേരുകൾ നമുക്ക് എന്തെന്ന് പറയാം? സംഭരണ വേരുകൾ എന്ന് പറയാം. ഇനി മരിച്ചീനി ആഹാരം എവിടെയാണ് സംഭരിച്ചു വെക്കുന്നത്? വേരുകളിലാണ് മരിച്ചീനി ആഹാരം സംഭരിച്ചു വെക്കുന്നത്. ഇനി അപ്പൊ സംഭരണ വേരുകൾക്ക് ഉദാഹരണം ഏതൊക്കെയാണ്? ഇപ്പൊ നമ്മൾ പറഞ്ഞു ഏതാണ്? മരിച്ചീനി, പിന്നെയോ ക്യാരറ്റ്, ബീട്രൂട്ട്, മുള്ളങ്കി, മധുരക്കിഴങ്ങ്, ശതാവരി, ഡാലിയ. ഇതെല്ലാം എന്തിനുള്ള ഉദാഹരണങ്ങളാണ്? സംഭരണ വേരുകൾക്ക് ഉദാഹരണമാണ്. അങ്ങനെയെങ്കിൽ ഉരുളക്കിഴങ്ങിന്റെ പ്രത്യേകത എന്തായിരിക്കും? അതുപോലെ ചേന, ചേമ്പ്, ഇഞ്ചി, മഞ്ഞളൊക്കെ രൂപാന്തരണം പ്രാപിച്ച കാണ്ഡമാണ് ഏത്? ഉരുളക്കിഴങ്ങ്. മണ്ണിനടിയിൽ കാണപ്പെടുന്ന ഇത്തരം കാണ്ഡങ്ങളാണ് ഏത്? ഭൂകാണ്ഡങ്ങൾ അഥവാ അണ്ടർഗ്രൗണ്ട് സ്റ്റെംസ് എന്ന് പറയുന്നത്. രൂപാന്തരം പ്രാപിച്ച കാണ്ഡമാണ് മണ്ണിൻ അടിയിൽ കാണപ്പെടുന്നതെങ്കിൽ ഇത്തരത്തിലുള്ള കാണ്ഡങ്ങളെ നമുക്ക് എന്തെന്ന് പറയാം? ഭൂകാണ്ഡങ്ങൾ അഥവാ അണ്ടർഗ്രൗണ്ട് സ്റ്റെംസ് എന്ന് പറയാം. ഉദാഹരണം ഏതാണ്? ചേന, ചേമ്പ്, ഇഞ്ചി, മഞ്ഞള്. ഇത്രയുമാണ് നമ്മുടെ ഫസ്റ്റ് ലെസണിലുള്ളത്. ഏതായിരുന്നു? സസ്യലോകത്തെ അടുത്തറിയാം എന്നൊരു ചാപ്റ്ററിൽ ഇത്രയും കാര്യങ്ങളാണ് പഠിക്കാനുള്ളത്. അപ്പൊ ഇതിൽ നിന്നുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ് ആണ് ഞാൻ ഇനി അടുത്തത് പറയാനായിട്ട് പോകുന്നത്.
അപ്പോൾ ഈ ക്ലാസ് കൂട്ടുകാർ ശ്രദ്ധിച്ചിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഈ ക്വസ്റ്റ്യൻസിന് ഉത്തരം എഴുതാനായിട്ട് സാധിക്കും. ഇതിലൂടെ കൂട്ടുകാരുടെ മെമ്മറി പവർ എന്തുമാത്രമുണ്ട്, അല്ലെങ്കിൽ നമുക്ക് എന്തുമാത്രം കാര്യങ്ങൾ ഗ്രഹിക്കാൻ കഴിഞ്ഞു എന്നുള്ളത് ഈ ഒരു ക്വസ്റ്റ്യൻ ആൻസർ ചെയ്യുന്നതോടുകൂടി കൂട്ടുകാർക്ക് കിട്ടും. അപ്പോൾ ഈ ഒരു ക്വസ്റ്റ്യൻസിലൂടെ എന്തുമാത്രം കൂട്ടുകാർക്ക് നേടാൻ പറ്റി, അല്ലെങ്കിൽ എത്ര മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റി എന്നുള്ളതും താഴെ ഒന്ന് കമൻറ്റ് ബോക്സിൽ ഇടണം കേട്ടോ. അപ്പോൾ നമുക്ക് നേരെ ഇനി ക്വസ്റ്റ്യനിലേക്ക് കിടക്കാം. ആദ്യത്തെ ക്വസ്റ്റ്യൻ, ഇലകളിൽ വച്ച് സസ്യങ്ങൾ ആഹാരം നിർമ്മിക്കുന്ന പ്രക്രിയ ഏതാണ്? ഇലകളിൽ വെച്ച് ആഹാരം നിർമ്മിക്കുന്ന പ്രക്രിയ പ്രകാശ സംശ്ലേഷണം. ക്വസ്റ്റ്യൻ കേൾക്കുമ്പോൾ തന്നെ ഉത്തരം കൂട്ടുകാർക്ക് കിട്ടണം കേട്ടോ, എന്നാലാണ് ഈ ഒരു ക്ലാസ് കൊണ്ട് ഉപകാരം ഉണ്ടാവുള്ളൂ കേട്ടോ. അടുത്ത ക്വസ്റ്റ്യൻ, ഇലകളിൽ കാണപ്പെടുന്ന പച്ച നിറത്തിലുള്ള വർണ്ണവസ്തു ഏതാണ്? ഹരിതകം. അടുത്ത ക്വസ്റ്റ്യൻ, പ്രകാശ സംശ്ലേഷണ പ്രക്രിയയ്ക്ക് അത്യാവശ്യമായിട്ടുള്ള ഘടകങ്ങൾ ഏവ? ഏതൊക്കെയാണ് പ്രകാശ സംശ്ലേഷണ പ്രക്രിയയ്ക്ക് അത്യാവശ്യമായിട്ടുള്ള ഘടകങ്ങൾ? ഏതൊക്കെയാണ്? സൂര്യപ്രകാശം, ഹരിതകം, കാർബൺ ഡൈ ഓക്സൈഡ്, ജലം, ലവണങ്ങൾ. 5 കാര്യങ്ങൾ ഏതൊക്കെയാണ്? സൂര്യപ്രകാശം, ഹരിതകം, കാർബൺ ഡൈ ഓക്സൈഡ്, ജലം, ലവണങ്ങൾ. അടുത്ത ക്വസ്റ്റ്യൻ, പ്രകാശ സംശ്ലേഷണ ഫലമായി ഉണ്ടാകുന്ന ഉൽപ്പന്നം ഏതാണ്? ഗ്ലൂക്കോസ്. ഗ്ലൂക്കോസ്, ഓക്സിജനും. ഏതാണ്? പ്രകാശ സംശ്ലേഷണ ഫലമായി ഉണ്ടാകുന്ന ഉൽപ്പന്നങ്ങൾ ഏതാണ്? ഗ്ലൂക്കോസും ഓക്സിജനും. ഗ്ലൂക്കോസിനെ പിന്നീട് അന്നജമാക്കി മാറ്റുന്നുണ്ട്. അപ്പോൾ ഉൽപ്പന്നം ഏതാണെന്ന് ചോദിച്ചാൽ ഏതാണ്? ഗ്ലൂക്കോസും ഓക്സിജനുമാണ്. ഇനി അടുത്ത ക്വസ്റ്റ്യൻ, സ്വന്തമായി ആഹാരം നിർമ്മിക്കാൻ കഴിവുള്ളത് കൊണ്ട് ആ സസ്യങ്ങളെ വിളിക്കുന്ന പേരെന്ത്? ഏതാണ്? സ്വപോഷികൾ. അടുത്ത ക്വസ്റ്റ്യൻ, ജലവും ലവണവും സസ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിലേക്ക് എത്തിക്കുന്ന കുഴലുകളാണ് ഏത്? സൈലം. ജലവും ലവണവും സസ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിലേക്ക് എത്തിക്കുന്ന കുഴലുകളാണ് ഏത്? സൈലം. അടുത്ത ക്വസ്റ്റ്യൻ, നിർമ്മിച്ച ആഹാരം ഇലയിൽ നിന്ന് സസ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിലേക്ക് എത്തിക്കുന്ന കുഴലുകളാണ് ഏത്? ഫ്ലോയം. നിർമ്മിച്ച ആഹാരം ഇലകളിൽ നിന്ന് സസ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിലേക്ക് എത്തിക്കുന്ന കുഴലുകളാണ് ഫ്ലോയം. അടുത്ത ക്വസ്റ്റ്യൻ, സസ്യങ്ങൾ ആഹാരം നിർമ്മിക്കുമ്പോൾ സ്വീകരിക്കുന്ന വാതകം. സസ്യങ്ങൾ ആഹാരം നിർമ്മിക്കുമ്പോൾ സ്വീകരിക്കുന്ന വാതകം ഏതാണ്? കാർബൺ ഡൈ ഓക്സൈഡ്. ആഹാരം നിർമ്മിക്കുമ്പോൾ സസ്യങ്ങൾ പുറത്തുവിടുന്ന വാതകം ഏതാണ്? ഓക്സിജൻ. അടുത്ത ക്വസ്റ്റ്യൻ, ഇലകളിൽ വാതക വിനിമയത്തിന് സഹായിക്കുന്ന ചെറു സുഷിരങ്ങളുടെ പേര്? ആസ്യരന്ധ്രങ്ങൾ. സസ്യങ്ങളിൽ നിന്ന് ജലബാഷ്പം അന്തരീക്ഷത്തിലേക്ക് പോകാൻ സഹായിക്കുന്നത് ആരാണ്? ആസ്യരന്ധ്രങ്ങൾ. അടുത്ത ക്വസ്റ്റ്യൻ, ആഹാര നിർമ്മാണത്തിന് ആവശ്യമായ സൂര്യപ്രകാശത്തെ ആഗിരണം ചെയ്യുന്നത്? ആഹാര നിർമ്മാണത്തിന് ആവശ്യമായ സൂര്യപ്രകാശത്തെ ആഗിരണം ചെയ്യുന്നത്? ഹരിതകം. അടുത്ത ക്വസ്റ്റ്യൻ, ഇലകൾക്കും തണ്ടുകൾക്കും പൂക്കൾക്കും പഴങ്ങൾക്കും നിറം നൽകുന്നത് ആരാണ്? വർണ്ണകങ്ങൾ. മഞ്ഞ നിറം നൽകുന്ന വർണ്ണവസ്തു? സാന്തോഫിൽ. ഓറഞ്ചും മഞ്ഞയും കലർന്ന നിറം നൽകുന്ന വർണ്ണവസ്തു? കരോട്ടിൻ. ചുവപ്പ് നിറം നൽകുന്ന വർണ്ണവസ്തു? ആന്തോസയാനിൻ. ഇനി അടുത്ത ക്വസ്റ്റ്യൻ, രാത്രി സമയങ്ങളിൽ സസ്യങ്ങൾ പുറത്തുവിടുന്ന വാതകം? കാർബൺ ഡൈ ഓക്സൈഡ്. ക്വസ്റ്റ്യൻ, സസ്യങ്ങളും ജന്തുക്കളും ഉച്ഛ്വാസ വായുവായി ഉപയോഗിക്കുന്ന വാതകം? ഓക്സിജൻ. വാസസ്ഥലത്തിന് വേണ്ടി മാത്രം മറ്റു സസ്യങ്ങളെ ആശ്രയിക്കുന്ന ജീവികൾ? എഫിഫൈറ്റുകൾ. അന്തരീക്ഷത്തിൽ നിന്ന് ഈർപ്പം വലിച്ചെടുക്കാൻ കഴിവുള്ള സസ്യഭാഗം? എഫിഫൈറ്റുകൾ. ഇനി മരവാഴ ഏത് വിഭാഗത്തിൽ പെടുന്ന സസ്യമാണ്? എഫിഫൈറ്റ്. അടുത്ത ക്വസ്റ്റ്യൻ, ഇലകളും വേരുകളും ഉണ്ടെങ്കിൽ കൂടിയും ആദ്യ സസ്യത്തിൽ നിന്നും ജലവും ലവണവും വലിച്ചെടുത്ത് ആഹാരം നിർമ്മിക്കുന്ന സസ്യങ്ങളാണ് ഡാഷ്. ഇലകളും വേരുകളും ഉണ്ടെങ്കിൽ കൂടിയും ആതിഥേയ സസ്യത്തിൽ നിന്നും ജലവും ലവണവും വലിച്ചെടുത്ത് ആഹാരം നിർമ്മിക്കുന്ന സസ്യങ്ങളാണ് ഏത്? ആൻസർ ഏതാണ്? അർത്ഥപരാത സസ്യങ്ങൾ. അടുത്ത ക്വസ്റ്റ്യൻ, ഇത്തിൽ കണ്ണി ഏത് വിഭാഗത്തിൽ പെടുന്നു? ഇത്തിൽ കണ്ണി ഏത് വിഭാഗത്തിൽ പെടുന്നു? അർത്ഥപരാത സസ്യം. ഏതാണ്? അർത്ഥപരാത സസ്യം. അടുത്ത ക്വസ്റ്റ്യൻ, ആതിഥേയ സസ്യങ്ങൾ നിർമ്മിച്ച ആഹാരം നേരിട്ട് വലിച്ചെടുക്കുന്ന സസ്യങ്ങളാണ് ഡാഷ്. പൂർണ്ണ പരാതങ്ങൾ. ആതിഥേയ സസ്യങ്ങൾ നിർമ്മിച്ച ആഹാരം നേരിട്ട് വലിച്ചെടുക്കുന്ന സസ്യങ്ങൾ ഏതാണ്? പൂർണ്ണ പരാതങ്ങൾ. ഇനി
അടുത്ത ക്വസ്റ്റ്യൻ, മൂടില്ലാത്ത ആളി, റഫ്ലേഷ്യ. റഫ്ലേഷ്യയുടെ പ്രത്യേകത എന്താ? ഏറ്റവും വലിയ പുഷ്പമാണ് അല്ലെ? എന്നിവ ഏത് വിഭാഗത്തിൽ പെടുന്നു? മൂടില്ലാത്ത ആളി, റഫ്ലേഷ്യ എന്നിവ ഏത് വിഭാഗത്തിൽ പെടുന്നു? പൂർണ്ണ പരാത സസ്യങ്ങൾ. അടുത്ത ക്വസ്റ്റ്യൻ, ജീർണ അവശിഷ്ടങ്ങളിൽ നിന്ന് പോഷക ഘടകങ്ങൾ ആഗിരണം ചെയ്ത് വളരുന്ന സസ്യങ്ങളാണ് ഡാഷ്. ശവോപജീവികൾ. നിയോട്ടിയ, മോണോട്രോപ്പ, കൂൺ എന്നിവ ഏത് വിഭാഗത്തിൽപ്പെടുന്ന സസ്യങ്ങളാണ്? ഏതാണ്? ശവോപജീവികൾ. അടുത്ത ക്വസ്റ്റ്യൻ, മറ്റു ചെടികളിൽ പടർന്നു കയറി വളരുന്ന ദുർബല കാണ്ഡ സസ്യങ്ങളാണ് ഡാഷ്. ഏതാണ്? ആരോഹികൾ. അടുത്ത ക്വസ്റ്റ്യൻ, താങ്ങുകളിൽ പിടിച്ചു വളരാൻ ആരോഹികളിൽ കാണപ്പെടുന്ന സ്പ്രിംഗ് പോലുള്ള ഭാഗമാണ് ഡാഷ്. പ്രധാനങ്ങൾ അഥവാ ടെൻഡ്രിൽസ്. അടുത്ത ക്വസ്റ്റ്യൻ, നിലത്ത് പടർന്നു വളരുന്ന ദുർബല കാണ്ഡ സസ്യങ്ങളാണ് ഡാഷ്. ഇലവള്ളികൾ. ഏതാണ്? ഇഴവള്ളികൾ. അടുത്ത ക്വസ്റ്റ്യൻ, കുരുമുളക്, പാവൽ, പടവലം എന്നിവ ഏത് സസ്യവിഭാഗത്തിൽ പെടുന്നു? ആരോഹികൾ. മധുരക്കിഴങ്ങ്, കൊടങ്ങൽ, സ്ട്രോബെറി എന്നിവ ഏത് വിഭാഗത്തിൽ പെടുന്നു? ഇഴവള്ളികൾ. പേരാലിൽ കാണപ്പെടുന്ന ശിഖരങ്ങളിൽ നിന്ന് താഴേക്ക് വളരുന്ന വേരുകളെ നമുക്ക് എന്തെന്ന് പറയാം? താങ്ങുവേരുകൾ എന്ന് പറയാം. കൈതച്ചെടിയിൽ കാണുന്ന തണ്ടിൽ നിന്ന് താഴേക്ക് വളരുന്ന വേരുകളാണ് ഡാഷ്. ഏതാണ്? പൊയ്ക്കാൽ വേരുകൾ. കൈതച്ചെടിയിൽ കാണുന്ന തണ്ടിൽ നിന്ന് താഴേക്ക് വളരുന്ന വേരുകൾ ഏതാണ്? പൊയ്ക്കാൽ വേരുകൾ. അടുത്ത ക്വസ്റ്റ്യൻ, കണ്ടൽ ചെടികളിൽ കാണപ്പെടുന്ന അന്തരീക്ഷത്തിലേക്ക് വളർന്നു നിൽക്കുന്ന വാതക വിനിമയത്തിന് സഹായിക്കുന്ന വേരുകൾ ഏതാണ്? ശ്വസന വേരുകൾ. അടുത്ത ക്വസ്റ്റ്യൻ, മരിച്ചീനി പോലെ ആഹാരം സംഭരിച്ചു വെക്കാൻ സാധിക്കുന്ന വേരുകൾ. മരിച്ചീനി പോലെ ആഹാരം സംഭരിച്ചു വെക്കാൻ സാധിക്കുന്ന വേരുകൾ ഏതാണ്? സംഭരണ വേരുകൾ. അടുത്ത ക്വസ്റ്റ്യൻ, ഉരുളക്കിഴങ്ങ് പോലെ മണ്ണിനടിയിൽ കാണപ്പെടുന്ന രൂപാന്തരം പ്രാപിച്ച കാണ്ഡമാണ് ഡാഷ്. ഉരുളക്കിഴങ്ങ് പോലെ മണ്ണിനടിയിൽ കാണപ്പെടുന്ന രൂപാന്തരം പ്രാപിച്ച കാണ്ഡമാണ് ഡാഷ്. ഭൂഖണ്ഡങ്ങൾ. രണ്ടാമത്തെ ലെസൺ ജീവജലം. ജീവജലത്തെ കുറിച്ചിട്ടാണ് നമ്മൾ പഠിക്കുന്നത്. അപ്പൊ ജീവജലം എന്താണ്? ജീവജലം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജീവന്റെ നിലനിൽപ്പിന് അത്യന്താപേക്ഷികമായ ദ്രാവകമാണ് എന്ത്? ജലം. ജീവജാലങ്ങളുടെ എല്ലാ ശരീരദ്രവങ്ങളുടെയും മുഖ്യ ഘടകം എന്താണ്? ഈ ജലമാണ്. അപ്പൊ ജീവന്റെ നിലനിൽപ്പിന് എന്ത് വേണം? ജലം ആവശ്യമാണ്. ഇനി ജലത്തിന്റെ പ്രത്യേകത എന്താണ്? ജലത്തിന് മണമോ രുചിയോ നിറമോ ഇല്ല. എന്താണ്? ജലത്തിന് മണമോ രുചിയോ നിറമോ ഇല്ല. ജലം ഏതൊക്കെ അവസ്ഥയിൽ കാണപ്പെടുന്നു? ഖരം, ദ്രാവകം, വാതകം എന്നീ 3 അവസ്ഥകളിലും ജലം കാണപ്പെടുന്നു. ഇനി എന്നാണ് ഈ ലോക ജലദിനം? മാർച്ച് 22 ലോക ജലദിനമായിട്ട് ആചരിക്കുന്നത്. എന്നു മുതലാണ് തുടങ്ങിയത്? 1993 മുതൽ മാർച്ച് 22 നമ്മൾ എന്തായിട്ട് ആചരിക്കുന്നത്? ലോക ജലദിനമായിട്ടാണ് ആചരിക്കുന്നത്. ഇനി നോക്കിക്കേ, ഈ ഒരു കോളം ജലത്തിന്റെ സവിശേഷതകളും ഉപയോഗപ്പെടുത്തുന്ന സന്ദർഭങ്ങളും ഏതൊക്കെയാണെന്നാണ്. കണ്ടോ? ജലത്തിന്റെ സവിശേഷതയാണ് എന്ത്? വസ്തുക്കളെ ലയിപ്പിക്കുന്നു. വസ്തുക്കളെ ലയിപ്പിക്കുന്നതെന്ന് ഉപയോഗപ്പെടുത്തുന്ന സന്ദർഭങ്ങൾ ഏതൊക്കെയാണ്? പാനീയങ്ങളിൽ മധുരം ചേർക്കാൻ, വസ്ത്രങ്ങൾ അലക്കാൻ മുതലായവയ്ക്ക്. ഇനി അടുത്തതോ, ജലത്തിന്റെ ഒരു സവിശേഷതയാണ് ഒഴുകുന്നു, പൈപ്പിലൂടെ കൊണ്ടുപോകാൻ, താപം വഹിക്കാൻ കഴിയുന്നു, പാചകം ചെയ്യാൻ. ഇനി അടുത്തതോ, നിശ്ചിത ആകൃതിയില്ല, ഉൾക്കൊള്ളുന്ന പാത്രത്തിന്റെ ആകൃതി സ്വീകരിക്കുന്നു. ലിക്വിഡ്സിന്റെ പ്രത്യേകതയാണ് അല്ലെ? നിശ്ചിത ആകൃതിയില്ല, ഉൾക്കൊള്ളുന്നത് പാത്രത്തിന്റെ ആകൃതി ആയിരിക്കും അത് സ്വീകരിക്കുക. ഇനി വിവിധ ആകൃതിയിലുള്ള പാത്രങ്ങൾ ശേഖരിക്കാൻ കഴിയുന്നു. ഇനി ഖരം, ദ്രാവകം, വാതകം എന്നീ അവസ്ഥകളിൽ സ്ഥിതി ചെയ്യുന്നു. അതിന് ഉപയോഗപ്പെടുത്തുന്ന ഏതാണ്? ആവി ഉപയോഗിച്ച് പുട്ടുണ്ടാക്കാനായിട്ട് കഴിയുന്നു. ഓക്കെ, അപ്പൊ ഇതാണ് ജലത്തിന്റെ സവിശേഷതകളും ഉപയോഗപ്പെടുത്തുന്ന സന്ദർഭങ്ങളും. ഇനി അടുത്ത് നമ്മൾ പഠിക്കാൻ പോകുന്നത് എന്താണ് ലീനം, ലായകം, ലായനി. അതായത് എന്താണ് ലീനം എന്ന് പറയുന്നത്? എന്താണ്? സൊല്യൂട്ട്. ലായകം സോൾവെന്റ്. ലായനി സൊല്യൂഷൻ. അപ്പൊ എന്താണ് ലീനം എന്ന് പറയുന്നത്? ലയിക്കുന്ന വസ്തുവാണ് ഏത്? ലീനം അഥവാ സൊല്യൂട്ട്. ഇനി ലീനം ഏതിലാണോ ലയിച്ചു ചേരുന്നത് അതിനെ നമുക്ക് എന്തെന്ന് പറയാം? ലായകം അഥവാ സോൾവെന്റ് എന്ന് പറയാം.
ലീനം ലായകത്തിൽ ലയിച്ചുണ്ടാവുന്നതാണ് എന്ത്? ലായനി അഥവാ സൊല്യൂഷൻ. നമുക്കൊരു എക്സാമ്പിളിലൂടെ പഠിക്കാം. ഒരു പഞ്ചസാര ലായനി എടുക്കാം. ആ പഞ്ചസാര ലായനിയില് പഞ്ചസാര എന്ന് പറയുന്നത് ഏതായിരിക്കും? ലീനമാണ് അഥവാ സൊല്യൂട്ട്, അതായത് ലയിക്കുന്ന. പഞ്ചസാരനെ നമ്മൾ കലക്കി എടുക്കുമ്പോഴാണല്ലോ പഞ്ചസാര വെള്ളം കിട്ടുന്നത്. അപ്പൊ പഞ്ചസാരനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത് അവിടെ? സൊല്യൂട്ട് അഥവാ ലീനം, ലയിക്കുന്ന വസ്തു. ഇനി അവിടുത്തെ വെള്ളം ഏതാണ്? വെള്ളത്തിന് നമുക്ക് എന്തെന്ന് പറയാം? സോൾവെന്റ് എന്ന് പറയാം. അങ്ങനെയാണെങ്കിൽ പഞ്ചസാര വെള്ളം അല്ലെങ്കിൽ പഞ്ചസാര ലായനി ഏതാണ്? സൊല്യൂഷൻ ആണ്. ഓക്കെ, അപ്പൊ എന്താന്ന് മനസ്സിലായല്ലോ? ലീനം എന്താണ്, സോൾവെന്റ് എന്താണ്, സൊല്യൂഷൻ എന്താണെന്ന്. ഇനി അടുത്ത് നമ്മൾ പറയുന്നത് സോഡാ വെള്ളത്തിന്റെ കാര്യമാണ്. ഇനി സോഡാ വെള്ളം എന്ന് പറഞ്ഞാൽ എന്താണ്? സോഡാ വെള്ളം സോഡാ വെള്ളം അതായത് വെള്ളത്തില് കാർബൺ ഡൈ ഓക്സൈഡ് ലയിപ്പിക്കുന്നതാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? സോഡാ വെള്ളം എന്ന് പറയുന്നത്. അങ്ങനെയാണെങ്കിൽ അതിനകത്ത് ലീനം അഥവാ സൊല്യൂട്ട് എന്താണ്? കാർബൺ ഡൈ ഓക്സൈഡ് ആണ് ലീനം. ലായകം ഏതാണ്? ജലമാണ് ലായകം. എങ്ങനെയാണ് സോഡാ വെള്ളം നിർമ്മിക്കുന്നത്? ഉയർന്ന മർദ്ദത്തിൽ കാർബൺ ഡൈ ഓക്സൈഡ് ജലത്തിൽ ലയിപ്പിച്ചാണ് എന്ത് നിർമ്മിക്കുന്നത്? സോഡാ വെള്ളം നിർമ്മിക്കുന്നത്. ഇനി എന്തുകൊണ്ടായിരിക്കാം ജലത്തെ നമ്മൾ യൂണിവേഴ്സൽ സോൾവെന്റ് അഥവാ സാർവിക ലായകം എന്ന് പറയുന്നത്? എന്തുകൊണ്ടായിരിക്കാം? കൂടുതൽ വസ്തുക്കൾ ജലത്തിൽ ലയിക്കുന്നത് കൊണ്ടാണ് നമ്മൾ ജലത്തെ എന്തെന്ന് പറയുന്നത്? സാർവിക ലായകം എന്ന് വിളിക്കുന്നത്. അപ്പൊ യൂണിവേഴ്സൽ സോൾവെന്റ് ഏതാണ്? ജലമാണ്. ദ്രാവകങ്ങൾ അളക്കാൻ ഉപയോഗിക്കുന്ന ഏകകം ഏതാണ്? ദ്രാവകങ്ങൾ അളക്കാൻ ഉപയോഗിക്കുന്ന ഏകകം ഏതാണ്? ലിറ്റർ. അങ്ങനെയെങ്കിൽ 1000 ഘന സെന്റിമീറ്റർ എത്ര ലിറ്റർ ആണ്? 1 ലിറ്റർ ആണ്. 1000 ഘന സെന്റിമീറ്റർ ഈക്വൽ ടു 1 ലിറ്റർ. ഭൂമിയിലുള്ള ജലത്തിന്റെ 96.5% എന്ത് ജലമാണ്? സമുദ്രജലമാണ്. അപ്പൊ ശുദ്ധജലത്തിന്റെ അളവ് എന്താണ്? 3.5% ആണ്. സമുദ്രജലം എങ്ങനെയാണ്? 96.5%ഉം ശുദ്ധജലം 3.5%ഉമാണ്. ജലം എന്നത് ശരീരത്തിലെ ഒരു പ്രധാന ഘടകമാണ്. ശരീരഭാഗം 2/3 വെള്ളം കൊണ്ടുള്ള, അതായത് 2/3 ഭാഗം എന്താണ്? ശരീരഭാരം വെള്ളം കൊണ്ടുള്ളതാണെന്ന്. ഇനി അടുത്തത് മഴ ഉണ്ടാവുന്നത് എങ്ങനെയാണ്? ജലാശയങ്ങളിലെയും സസ്യങ്ങളിലെയും ജലം സൂര്യന്റെ ചൂടേറ്റ് നീരാവിയായിട്ട് എവിടെ എത്തുന്നു? അന്തരീക്ഷത്തിലെത്തുന്നു. ഈ നീരാവി തണുത്ത് മേഘമായും പിന്നീട് അത് സാന്ദ്രീകരിച്ച് മഴയായിട്ടും പെയ്യുന്നു. കണ്ടോ? ഈ പിക്ചർ കാണുമ്പോൾ കൂടുതൽ കൂട്ടുകാർക്ക് മനസ്സിലാവും. ഇനി അടുത്തത് വാതകങ്ങൾ തണുത്ത് ദ്രാവകമാകുന്ന പ്രക്രിയയെ നമുക്ക് എന്തെന്ന് പറയാം? സാന്ദ്രീകരണം എന്ന് പറയാം. എന്താണ്? വാതകങ്ങൾ മഴ ഉണ്ടാവാനായിട്ട് നേരത്തെ എന്ത് പറഞ്ഞു? ഇവിടെ അതായത് ജലാശയങ്ങളെ ജലം നീരാവിയായിട്ട് എവിടെ എത്തുന്നു? മുകളിൽ എത്തുന്നു. അത് തിരിച്ച് ദ്രാവകമാകുന്നു. അതായത് വാതകങ്ങൾ തണുത്ത് ദ്രാവകമാകുന്ന പ്രക്രിയയെ നമ്മൾ എന്തെന്ന് പറയുന്നത്? സാന്ദ്രീകരണം എന്ന് പറയുന്നു. നീരാവി വെള്ളമായി മാറുന്നത് എന്തിനു ഉദാഹരണമാണ്? സാന്ദ്രീകരണത്തിന് ഉദാഹരണമാണ്. ഇനി സാന്ദ്രീകരണത്തിന് വേറൊരു ഉദാഹരണം ഏതാണ്? നനഞ്ഞ തുണിയിലെ ഈർപ്പം ഇറ്റി വീഴുന്നത്, അതുപോലെ തന്നെ നീരാവി തണുത്ത് മഴയായിട്ട് പെയ്യുന്നത്, വാതകങ്ങൾ തണുത്ത് മഴയായിട്ട് പെയ്യുന്നതും, ഇതെല്ലാം എന്തിനു ഉദാഹരണമാണ്? സാന്ദ്രീകരണത്തിന് ഉദാഹരണമാണ്. അങ്ങനെയെങ്കിൽ എന്താണ് ബാഷ്പീകരണം? ദ്രാവകങ്ങൾ ചൂടേറ്റ് ബാഷ്പമായി മാറുന്ന പ്രക്രിയയെ നമുക്ക് എന്തെന്ന് പറയാം? ബാഷ്പീകരണം എന്ന് പറയാം. ജലാശയങ്ങളിലെയും സസ്യങ്ങളിലെയും ജലം സൂര്യന്റെ ചൂടേറ്റ് നീരാവിയായി അന്തരീക്ഷത്തിലെത്തുന്ന പ്രവർത്തനത്തെ നമുക്ക് എന്തെന്ന് പറയാം? ബാഷ്പീകരണം എന്ന് പറയാം. ഇനി ജലസംരക്ഷണ മാർഗങ്ങൾ ഏതൊക്കെയാണ് ജലസംരക്ഷണ മാർഗങ്ങൾ? മഴക്കുഴി, കയ്യാല, തട്ടുകളാക്കിയ ചരിഞ്ഞ ഭൂമി, തടമെടുക്കല്, മഴവെള്ള സംഭരണി, മഴവെള്ളം കിണറിലേക്ക്, സ്പിൽ പോളിംഗ്, ജലസംഭരണി. ഓക്കെ, അതിന്റെ പിക്ചേഴ്സ് ആണ് ഈ കാണിച്ചിരിക്കുന്നത് കേട്ടോ. ആദ്യം കണ്ടത് മഴക്കുഴി, കയ്യാല, തട്ടുകളാക്കിയ ചരിഞ്ഞ ഭൂമി, പിന്നെ തടമെടുക്കൽ. ഇനി നമ്മുടെ വീടുകളിൽ ചെയ്യുന്ന വേറെ അടുത്ത ജലസംരക്ഷണ മാർഗങ്ങളാണ് കണ്ടോ. വീട്ടിലുള്ള മഴവെള്ള സംഭരണി, മഴവെള്ളം കിണറിലേക്ക്, സിൽ പോളിംഗ്, ജലസംഭരണി. അടുത്തത് മഴക്കാല കെടുതികൾ ഏതാണ് മഴ വരുമ്പോൾ ഉണ്ടാവുന്ന ബുദ്ധിമുട്ടുകൾ ഏതൊക്കെയാണ്? വെള്ളപ്പൊക്കം, ഉരുൾപൊട്ടൽ, കടൽക്ഷോഭം, കൃഷിനാശം, മണ്ണൊലിപ്പ്, മണ്ണിടിച്ചിൽ, മഴക്കാല രോഗങ്ങൾ.
കണ്ടോ, ഉരുൾപൊട്ടലിന്റെ പടവും കടൽക്ഷോഭത്തിന്റെ പിക്ചറാണ് കാണിച്ചേക്കുന്നത്. ഇത് വെള്ളപ്പൊക്കം. ഓക്കെ, അപ്പൊ ഇത്രയുമാണ് ഈ ഒരു ലെസണിൽ പഠിക്കാനുള്ളത്. ഏത് ജീവജലം എന്ന ലെസണിൽ പഠിക്കാനുള്ളത്. ഇനി ഇതിനകത്ത് ക്വസ്റ്റ്യൻസ് നമുക്ക് നോക്കാം. ആദ്യത്തെ ക്വസ്റ്റ്യൻ, ലയിക്കുന്ന വസ്തുക്കളെ പൊതുവായി വിളിക്കുന്ന പേര്. ലയിക്കുന്ന വസ്തു ഏതാണ്? ലീനം. ഇനി ലീനം ഏതിലാണോ ലയിച്ചു ചേരുന്നത് അതിനെ ഡാഷ് എന്ന് പറയുന്നു. ഏതാണ് ആൻസർ? ലായകം. കൂട്ടുകാർക്ക് കിട്ടുന്നുണ്ടോ പറയാനായിട്ട്? കിട്ടുന്നുണ്ടെന്ന് വിചാരിക്കുന്നു കേട്ടോ. അടുത്ത ക്വസ്റ്റ്യൻ, ലീനം ലായകത്തിൽ ലയിച്ചു ചേർന്നുണ്ടാകുന്ന മിശ്രിതം ഏതാണ്? ലായിനി. അടുത്ത ക്വസ്റ്റ്യൻ, പഞ്ചസാര ലായനിയിലെ ലീനവും ലായിനിയും ഏതൊക്കെയാണ്? ലീനം ഏതാണ്? പഞ്ചസാര. ലായകം ഏതാണ്? ജലം. അടുത്ത ക്വസ്റ്റ്യൻ, സോഡ ലായനി ഡാഷ് വിഭാഗത്തിൽപ്പെടുന്ന ലായനിയാണ്. സോഡ ലായനി എന്താ പ്രത്യേകത? സോഡ ലായനിയുടെ പ്രത്യേകത എന്താണ്? വാതകം ദ്രാവകത്തിൽ അലിഞ്ഞു ചേർന്നുണ്ടാകുന്ന ലായനി. അവിടെ ഏതായിരിക്കും വാതകം? കാർബൺ ഡൈ ഓക്സൈഡ്. ഇനി ദ്രാവകം അവിടെ എന്താണ് എടുത്തിരിക്കുന്നത്? അതായത് ഏത് സോൾവെന്റ് ഏതാണ്? വാട്ടർ ആണ്. ഓക്കെ, അപ്പൊ വാതകം ദ്രാവകത്തിൽ അലിഞ്ഞു ചേർന്നുണ്ടാവുന്ന ലായനിയാണ് ഏത്? സോഡ ലായനി. അടുത്ത ക്വസ്റ്റ്യൻ, കൂടുതൽ വസ്തുക്കളെ ലയിപ്പിക്കാനുള്ള കഴിവുള്ളത് കൊണ്ട് ജലത്തിന് നൽകിയിരിക്കുന്ന പേര്. സാർവിക ലായകം. ജലത്തിൽ എന്തെങ്കിലും നിക്ഷേപിക്കുമ്പോഴോ ജലം നീക്കം ചെയ്യുമ്പോഴോ ജലത്തിന്റെ ഉയർച്ചയിൽ വ്യത്യാസങ്ങൾ ഉണ്ടാകാനുള്ള കാരണം ഏതാണ്? ജലത്തിൽ എന്തെങ്കിലും നിക്ഷേപിക്കുമ്പോഴോ ജലം നീക്കം ചെയ്യുമ്പോഴോ ജലത്തിന്റെ ഉയർച്ചയിൽ വ്യത്യാസം ഉണ്ടാകാനുള്ള കാരണം ഏതാണ്? ജലവിധാനം. അടുത്ത ക്വസ്റ്റ്യൻ, ദ്രാവകങ്ങൾ അളക്കാൻ ഉപയോഗിക്കുന്ന ഏകകം ഏതാണ്? ദ്രാവകങ്ങൾ അളക്കാൻ ഉപയോഗിക്കുന്ന ഏകകം ലിറ്റർ ആണ്. കുറഞ്ഞ അളവിൽ ദ്രാവകങ്ങൾ അളക്കേണ്ടി വരുമ്പോൾ ഉപയോഗിക്കുന്ന ഏകകം ഏതാണ്? മില്ലി ലിറ്റർ. എത്ര ഘന സെന്റിമീറ്റർ ആണ് 1 ലിറ്റർ? എത്ര ഘന സെന്റിമീറ്റർ ആണ് 1 ലിറ്റർ? 1000 ഘന സെന്റിമീറ്റർ ആണ് 1 ലിറ്റർ. അടുത്ത ക്വസ്റ്റ്യൻ, ഭൂമിയുടെ ഉപരിതല വിസ്തീർണത്തിന്റെ 2/3 ഭാഗവും എന്തിനാൽ ചുറ്റപ്പെട്ടിരിക്കുന്നു? എന്താണ്? 2/3 ഭാഗം ഏതാണ്? ജലമാണ്. അടുത്ത ക്വസ്റ്റ്യൻ, ഭൂമിയിലെ ജലത്തിന്റെ ബഹുഭൂരിഭാഗവും ഡാഷ് ആണ്. സമുദ്രജലം. അടുത്ത ക്വസ്റ്റ്യൻ, സൂര്യന്റെ ചൂടേറ്റ് ജലാശയങ്ങളുടെ വെള്ളത്തിന് ഡാഷ് സംഭവിക്കുന്നു. എന്ത് സംഭവിക്കുന്നേ? ബാഷ്പീകരണം. അടുത്ത ക്വസ്റ്റ്യൻ, ജലാശയങ്ങളിലെയും സസ്യങ്ങളിലെയും ജലം സൂര്യന്റെ ചൂടേറ്റ് നീരാവിയായി അന്തരീക്ഷത്തിൽ എത്തുന്ന പ്രവർത്തനം ഏതാണ്? ബാഷ്പീകരണം. അടുത്ത ക്വസ്റ്റ്യൻ, ബാഷ്പീകരണ ഫലമായി നീരാവി തണുക്കുമ്പോൾ എന്തായി മാറുന്നു? മേഘങ്ങൾ. ബാഷ്പീകരണ ഫലമായിട്ട് നീരാവി തണുത്തു കഴിയുമ്പോൾ എന്തായിട്ട് മാറുന്നു? മേഘങ്ങളായിട്ട് മാറുന്നു. മേഘങ്ങൾ തണുത്താണ് ഡാഷ് ഉണ്ടാവുന്നത്. എന്തുണ്ടാവുന്നത്? മഴയുണ്ടാവുന്നത്. മേഘങ്ങൾ തണുത്താണ് മഴയുണ്ടാവുന്നത്. വാതകങ്ങൾ തണുത്ത് ദ്രാവകമായി മാറുന്ന പ്രക്രിയ ഡാഷ്. വാതകങ്ങൾ തണുത്ത് ദ്രാവകമായി മാറുന്ന പ്രക്രിയയാണ് ഏത്? സാന്ദ്രീകരണം. ജലം നീരാവിയായി മാറുന്നത് ഏത് പ്രക്രിയയ്ക്ക് ഉദാഹരണമാണ്? ജലം നീരാവിയായിട്ട് മാറുന്നത് ഏത് പ്രക്രിയയ്ക്ക് ഉദാഹരണമാണ്? ബാഷ്പീകരണം. നീരാവി ജലമായി മാറുന്നത് ഏത് പ്രക്രിയയ്ക്ക് ഉദാഹരണമാണ്? നീരാവി ജലമായിട്ട് മാറുന്നത് സാന്ദ്രീകരണം. അടുത്ത ക്വസ്റ്റ്യൻ, ജലത്തിനെ ശാസ്ത്രീയമായി സൂചിപ്പിക്കുന്നത് എങ്ങനെയാണ്? ജലത്തിന്റെ കെമിക്കൽ ഫോർമുല എങ്ങനെയാണ്? H2O. എന്താണ് പ്രകാശം? പ്രകാശത്തിന്റെ പ്രത്യേകത എന്താണ്? പ്രകാശം എങ്ങനെയാണ് സഞ്ചരിക്കുക? നേർരേഖയിലാണ് പ്രകാശം സഞ്ചരിക്കുക. ഇനി പ്രകാശം കടത്തിവിടുന്നവയും ഉണ്ട്, കടത്തിവിടാത്തവയും ഉണ്ട്. പ്രകാശം കടത്തിവിടുന്നവരെ നമുക്ക് എന്തെന്ന് പറയാം? സുതാര്യ വസ്തുക്കൾ എന്ന് പറയാം. ഏതൊക്കെയായിരിക്കും സുതാര്യ വസ്തുക്കൾക്ക് ഉദാഹരണം? ഗ്ലാസ്, വായു, ജലം. സുതാര്യ വസ്തുക്കൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ട്രാൻസ്പെറന്റ് ഒബ്ജക്റ്റ്. ഇനി പ്രകാശത്തെ കടത്തിവിടാത്ത വസ്തുക്കളെ നമുക്ക് എന്തെന്ന് പറയാം? അധാര്യ വസ്തുക്കൾ അഥവാ ഒപേക് ഒബ്ജക്റ്റ് എന്ന് പറയാം. ഉദാഹരണം ഏതാണ്? തടി, കല്ല്. ഇനി രാത്രിയിലെ ഇരുട്ടിന്റെ കാരണം ഭൂമി പ്രകാശത്തെ തടയുന്നത് കൊണ്ടാണ് എന്തനുഭവപ്പെടുന്നത്? നമുക്ക് രാത്രി ഇരുട്ട് അനുഭവപ്പെടുന്നത്. അങ്ങനെയെങ്കിൽ ഭൂമിയെ നമുക്ക് എന്തെന്ന് പറയാം?
ഒരു അതാര്യ വസ്തുവാണ് ഭൂമി എന്ന് പറയാം. കാരണം എന്താണ്? പ്രകാശത്തെ കടത്തിവിടാത്ത വസ്തുക്കളെ നമുക്ക് എന്തെന്ന് പറയുന്നത്? അതാര്യ വസ്തുക്കൾ എന്നാണ് പറയുന്നത്. ഭൂമി ഒരു അതാര്യ വസ്തുവാണ്. അങ്ങനെയെങ്കിൽ എന്താണ് അർദ്ധധാര്യ വസ്തുക്കൾ? പ്രകാശത്തെ ഭാഗികമായി കടത്തിവിടുന്ന വസ്തുക്കളാണ് ഏത്? അർദ്ധധാരി വസ്തുക്കൾ എന്ന് പറയുന്നത്. ഉദാഹരണം ഏതാണ്? ടിഷ്യൂ പേപ്പർ. ആകാശ ഗോളങ്ങളായ ഭൂമിയെയും ചന്ദ്രനെയും നമുക്ക് എന്തെന്ന് കണക്കാക്കാം? അതാര്യ വസ്തു. ഞാൻ നേരത്തെ പറഞ്ഞല്ലേ ഭൂമിയെ നമുക്ക് അതാര്യ വസ്തുവായിട്ട് കണക്കാക്കാന്ന്. അപ്പൊ അതേപോലെ തന്നെ ചന്ദ്രനെ നമുക്ക് എന്ത് വസ്തുവായിട്ട് കണക്കാക്കാം? അതാര്യ വസ്തുവായിട്ട് കണക്കാക്കാം. ഈ അതാര്യ വസ്തുക്കളാണ് എന്തുണ്ടാക്കുന്നത്? നിഴൽ ഉണ്ടാക്കുന്നത്. അതാര്യ വസ്തുക്കളാണ് എന്തുണ്ടാക്കുന്നത്? നിഴൽ ഉണ്ടാക്കുന്നത്. ഭൂമിയിൽ ഒരു വശത്ത് പകലായിരിക്കുമ്പോൾ മറുവശത്ത് രാത്രി ആയിരിക്കാൻ കാരണം എന്തുകൊണ്ടാണ്? ഭൂമി ഒരു അതാര്യ വസ്തു ആയതുകൊണ്ടാണ്. സൂര്യന്റെ പ്രകാശം പതിക്കുന്ന ഭാഗം പകലും മറുഭാഗം എന്തുമായിരിക്കും? രാത്രിയും ആയിരിക്കും. ഇനി വളരെ പ്രധാനപ്പെട്ടതാണ് ഏത്? സോളാർ എക്ലിപ്സ് അഥവാ സൂര്യഗ്രഹണം. എന്താണ്? സൂര്യനും ഭൂമിക്കുമിടയിൽ ചന്ദ്രൻ നേർരേഖയിൽ വരുമ്പോൾ ഭൂമി ചന്ദ്രന്റെ നിഴൽ പാതയിൽ വരും. അപ്പോൾ ചന്ദ്രന്റെ നിഴൽ ഭൂമിയിൽ പതിക്കുന്നു. നിഴൽ പതിയുന്ന പ്രദേശത്ത് നിന്ന് നോക്കുമ്പോൾ സൂര്യനെ കാണാനായിട്ട് സാധിക്കില്ല. ഇതിനാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? സൂര്യഗ്രഹണം എന്ന് പറയുന്നത്. ഇത്ര മാത്രം ഓർത്തിരിക്കാം. സൂര്യനും ഭൂമിക്കും ഇടയിൽ ചന്ദ്രൻ വരുമ്പോഴാണ് എന്ത് സംഭവിക്കുന്നത്? സൂര്യഗ്രഹണം സംഭവിക്കുന്നത്. സൂര്യഗ്രഹണം നടക്കുന്നത് എപ്പോഴാണ്? പകൽ സമയത്താണ്. അതും ഓർത്തിരിക്കുക. സൂര്യഗ്രഹണം നടക്കുന്നത് പകൽ സമയത്താണ്. ഇനി പൂർണ്ണ സൂര്യഗ്രഹണം ഉണ്ടാകുന്നത് കറുത്ത വാവ് അഥവാ അമാവാസി എന്നറിയപ്പെടുന്നു. പൂർണ്ണ സൂര്യഗ്രഹണം ഉണ്ടാകുന്ന സമയത്ത് നമ്മൾ എന്തെന്ന് പറയും? കറുത്ത വാവ് അല്ലെങ്കിൽ അമാവാസി എന്ന് പറയും. ഈ പിക്ചർ നോക്കിക്കേ. സൂര്യഗ്രഹണത്തിന്റെ പിക്ചറാണ് ഇത്. രണ്ട് പിക്ചറും ഇതിനകത്ത് പൂർണ്ണ ഗ്രഹണവും കാണിച്ചിട്ടുണ്ട്, ബാഹ്യ ഗ്രഹണം, വലയ ഗ്രഹണം. ഓക്കെ. അങ്ങനെയെങ്കിൽ പൂർണ്ണ സൂര്യഗ്രഹണം എന്തായിരിക്കും? ടോട്ടൽ സോളാർ എക്ലിപ്സ്. സൂര്യനെ ചന്ദ്രൻ പൂർണ്ണമായും മറയ്ക്കുന്നതാണ് ഏത്? പൂർണ്ണ സൂര്യഗ്രഹണം. അങ്ങനെയെങ്കിൽ എന്തായിരിക്കും വലയഗ്രഹണം? ചന്ദ്രൻ സൂര്യബിംബത്തിന്റെ അരികുഭാഗം ഒഴികെ ബാക്കി മുഴുവൻ ഭാഗത്തെയും മറച്ചു വെക്കുന്നതാണ് അല്ലെങ്കിൽ മറയ്ക്കുന്നതാണ് എന്തെന്ന് പറയുന്നത്? വലയഗ്രഹണം എന്ന് പറയുന്നത്. ആ സമയത്ത് സൂര്യൻ ഒരു വലയ രൂപത്തിൽ കാണുന്നത് കൊണ്ടാണ് ഇതിനെ നമ്മൾ എന്തെന്ന് പറയുന്നത്? വലയഗ്രഹണം എന്ന് പറയുന്നത്. അങ്ങനെയെങ്കിൽ എന്തായിരിക്കും ഭാഗിക സൂര്യഗ്രഹണം? സൂര്യനെ ചന്ദ്രൻ ഭാഗികമായി മറയ്ക്കുന്നതിനെയാണ് എന്തെന്ന് പറയുന്നത്? ഭാഗിക സൂര്യഗ്രഹണം എന്ന് പറയുന്നത്. കണ്ടോ, ഈ പിക്ചറിൽ പൂർണ്ണ ഗ്രഹണവും അതുപോലെ തന്നെ ഭാഗിക ഗ്രഹണവും വലയഗ്രഹണവും കാണിച്ചിട്ടുണ്ട്. അപ്പൊ എന്താണ് പൂർണ്ണ സൂര്യഗ്രഹണം എന്ന് പറയുന്നത്? സൂര്യനെ ഒട്ടും നമുക്ക് കാണാൻ പറ്റില്ല. സൂര്യന് മൊത്തം ചന്ദ്രൻ പൂർണ്ണമായിട്ടും മറയ്ക്കുന്നത്. ഭാഗികമായിട്ട് മറയ്ക്കുന്നതിനെ നമുക്ക് എന്തെന്ന് പറയാം? ഭാഗിക സൂര്യഗ്രഹണം എന്നും. ഇനി അരികുഭാഗം ഒഴിച്ചിട്ട് ബാക്കിയുള്ള മറയ്ക്കുന്നതിനെ വലയഗ്രഹണം എന്നും പറയാം. കണ്ട, 3 തരത്തിലുള്ള സൂര്യഗ്രഹണങ്ങളാണ് ഈ കാണിച്ചിരിക്കുന്നത്: ഭാഗികം, വലയം, പൂർണ്ണം. അടുത്തത് ചന്ദ്രഗ്രഹണം അഥവാ ലൂണാർ എക്ലിപ്സ്. ചന്ദ്രഗ്രഹണം വളരെ പ്രധാനപ്പെട്ടതാണ് കേട്ടോ. അങ്ങനെയാണെങ്കിൽ ചന്ദ്രഗ്രഹണത്തില് എങ്ങനെയായിരിക്കും? സൂര്യനും ചന്ദ്രനും ഇടയിൽ ആര് വരും? ഭൂമി വരും. നേരത്തെ നമ്മൾ സൂര്യഗ്രഹണം പഠിച്ചപ്പം സൂര്യനും ഭൂമിക്കും ഇടയിൽ ആര് വന്നു? ചന്ദ്രൻ വന്നു. ഇവിടെ എങ്ങനെയാണ്? ഭൂമിക്കും ചന്ദ്രനും ഇടയിൽ ആരാണ് വന്നിരിക്കുന്നത്? ഭൂമി നേർരേഖയിൽ വരുമ്പോഴാണ് എന്ത് സാധ്യമാകുന്നത്? ചന്ദ്രഗ്രഹണം നടക്കുന്നത്. അപ്പോൾ ഭൂമിയുടെ നിഴലില് ചന്ദ്രൻ വരുമ്പോൾ ചന്ദ്രനെ കാണാൻ കഴിയാതെ വരുന്നു. ഈ അവസ്ഥയാണ് നമുക്ക് ചന്ദ്രഗ്രഹണം എന്ന് പറയുന്നത്. ചന്ദ്രഗ്രഹണം എപ്പോഴാണ് സംഭവിക്കുന്നത്? രാത്രിയാണ് സംഭവിക്കുന്നത്. ചന്ദ്രഗ്രഹണം നടക്കുന്നതിന് നമ്മൾ എന്തെന്ന് പറയും? വെളുത്ത വാവ് അഥവാ പൗർണമി എന്ന് പറയും. സൂര്യഗ്രഹണം നടക്കുമ്പോൾ എന്ത് പറയും? കറുത്ത വാവ് അഥവാ അമാവാസി എന്ന് പറയുന്നു. കണ്ടോ, അതിന്റെ പിക്ചറാണ് ഈ കാണിച്ചിരിക്കുന്നത്. അപ്പൊ ഇത്രയുമാണ് ഈ ലെസണിലുള്ളത്. മാനത്തെ നിഴൽ കാഴ്ചകൾ എന്ന ലെസണിലുള്ളത്. നമുക്ക് ഈ ലെസണിലുള്ള ക്വസ്റ്റ്യൻസ് ഒന്ന് നോക്കാം. ആദ്യത്തെ ക്വസ്റ്റ്യൻ: പ്രകാശം ഡാഷിൽ സഞ്ചരിക്കുന്നു. പ്രകാശം എങ്ങനെയാണ് സഞ്ചരിക്കുക? നേർരേഖയിൽ.
അപ്പൊ ഞാൻ എന്നും പറയാറുള്ള പോലെ കൂട്ടുകാരൊന്ന് നോട്ട് ചെയ്ത് വെക്കണം കേട്ടോ. അത്യാവശ്യമുള്ള പോയിന്റ്സ് നോട്ട് ചെയ്ത് വെക്കുക. ഈ ക്വസ്റ്റ്യൻസിന് ആൻസർ ചെയ്യാനായിട്ട് സാധിക്കുന്നുണ്ടോ എന്ന് നോക്കാം കേട്ടോ. അടുത്ത ക്വസ്റ്റ്യൻ, പ്രകാശത്തെ പൂർണ്ണമായും കടത്തിവിടുന്ന വസ്തുക്കളാണ് സുതാര്യ വസ്തുക്കൾ. പ്രകാശത്തെ കടത്തിവിടാത്ത വസ്തുക്കൾ അതാര്യ വസ്തുക്കൾ. പ്രകാശത്തെ ഭാഗികമായി കടത്തിവിടുന്ന വസ്തുക്കൾ അർത്ഥധാരി വസ്തുക്കൾ. അടുത്ത ക്വസ്റ്റ്യൻ, ഏത് തരം വസ്തുക്കളാണ് നിഴലുണ്ടാക്കുന്നത്? അതാര്യ വസ്തുക്കൾ. അടുത്ത ക്വസ്റ്റ്യൻ, ഭൂമിയിൽ ഒരു വശത്ത് പകലായിരിക്കുമ്പോൾ മറുവശത്ത് രാത്രി ആയിരിക്കാനുള്ള കാരണം എന്തുകൊണ്ടാണ്? ഭൂമി ഒരു അതാര്യ വസ്തു ആയതുകൊണ്ട്. അടുത്ത ക്വസ്റ്റ്യൻ, സൂര്യൻ, ഭൂമി ഇവയ്ക്കിടയിൽ ചന്ദ്രൻ നേർരേഖയിൽ വരുമ്പോൾ ഏതാണ്? സൂര്യഗ്രഹണം. ഭൂമി ചന്ദ്രന്റെ നിഴൽ പാതയിൽ വരുന്നതും ചന്ദ്രന്റെ നിഴൽ ഭൂമിയിൽ പതിക്കുന്ന പ്രദേശത്ത് നിന്ന് നോക്കുമ്പോൾ സൂര്യനെ കാണാതിരിക്കുകയും ചെയ്യുന്നതിനുള്ള കാരണം? ക്വസ്റ്റ്യൻ എന്താണ്? ഭൂമി ചന്ദ്രന്റെ നിഴൽ പാതയിൽ വരുന്നതും ചന്ദ്രന്റെ നിഴല് ഭൂമിയിൽ പതിക്കുന്ന പ്രദേശത്ത് നിന്ന് നോക്കുമ്പോൾ ആരെ കാണാൻ പറ്റില്ല? സൂര്യനെ കാണാൻ പറ്റില്ല. അതിനുള്ള കാരണം എന്താണ്? സൂര്യഗ്രഹണം. അടുത്തത്, സൂര്യഗ്രഹണം ദൃശ്യമാവുന്നത് ഏത് സമയത്താണ്? പകൽ സമയം. സൂര്യനും ചന്ദ്രനും ഇടയിൽ ഭൂമി നേർരേഖയിൽ വരുന്നത് ചന്ദ്രഗ്രഹണം. ഭൂമിയുടെ നിഴലിൽ ചന്ദ്രൻ വന്നാൽ ചന്ദ്രനെ കാണാൻ കഴിയാതെ വരുന്ന അവസ്ഥയാണ് ചന്ദ്രഗ്രഹണം. ചന്ദ്രഗ്രഹണം സംഭവിക്കുന്നത് ഏത് സമയത്താണ്? രാത്രി സമയത്ത്. അപ്പൊ നമ്മുടെ 4ാമത്തെ ലെസന്റെ പേരാണ് വിത്തിനുള്ളിലെ ജീവൻ. വിത്ത് മുളയ്ക്കാനായിട്ട് നമുക്ക് എന്തൊക്കെ കാര്യങ്ങളാണ് വേണ്ടത്? വിത്ത് മുളയ്ക്കാനായിട്ട് വായു വേണം, ജലം വേണം, അനുകൂല താപനില എന്നിവ വേണം. ഇനി ഈ വിത്ത് മുളച്ചു കഴിഞ്ഞാൽ എന്തൊക്കെ വേണം? ആ വിത്തിനും വളരാനായിട്ട് എന്തൊക്കെ വേണം? സൂര്യപ്രകാശം വേണം, മണ്ണ് വേണം. ഇനി ഈ വിത്തിലേക്ക് എങ്ങനെയാണ് ജലം പ്രവേശിക്കുന്നത്? വിത്തിലെ നാഭിക്ക് സമീപം കാണുന്ന സൂക്ഷ്മ സുഷിരമുണ്ട്. ആ സുഷിരത്തിലൂടെയാണ് ആ വിത്തിന്റെ ഉള്ളിലേക്ക് ജലം പ്രവേശിക്കുന്നത്. അതായത് ആ വിത്തിന്റെ ആ സൂക്ഷ്മ സുഷിരത്തെ അല്ലെങ്കിൽ വിത്തിലെ ആ സൂക്ഷ്മ സുഷിരമാണ് എന്നറിയപ്പെടുന്നത് മൈക്രോപൈൽ എന്ന് അറിയപ്പെടുന്നത്. ഓക്കെ, അപ്പൊ നമ്മൾ എന്താണ് പറഞ്ഞത്? വിത്ത് മുളയ്ക്കാനായിട്ട് വായു, ജലം, അനുകൂല താപനില വേണമെന്ന് പറഞ്ഞു. അതുപോലെ തന്നെ മുളച്ചു കഴിഞ്ഞാല് സൂര്യപ്രകാശവും മണ്ണും വേണം. ഇനി വിത്തിനുള്ളിലേക്ക് ജലം പ്രവേശിക്കുന്നത് ഏതിലൂടെയാണ്? മൈക്രോപൈലിലൂടെയാണ്. ഇനി എന്താണ് അപ്പൊ ബീജാങ്കുരണം അഥവാ ജെർമിനേഷൻ ഓഫ് സീഡ്സ്? അനുകൂല സാഹചര്യത്തിൽ വിത്തിനകത്തുള്ള ഭ്രൂണം തൈ ചെടിയായി വളരുന്ന പ്രവർത്തനത്തെയാണ് നമ്മൾ എന്ത് പറയുന്നത്? വിത്ത് മുളയ്ക്കൽ അഥവാ ബീജാങ്കുരണം എന്ന് പറയുന്നത്. ഇനി എങ്ങനെയാണെന്ന് നമ്മൾ പറഞ്ഞു. അതായത് വിത്തിലെ സൂക്ഷ്മധാരങ്ങളോട് ജലം ഉള്ളിലേക്ക് വരുമ്പോ എന്ത് പറ്റും? വിത്ത് കുതിർന്ന് പുറന്തോട് പൊട്ടുന്നു. അങ്ങനെ വിത്തിനുള്ളിലെ ഭ്രൂണം എന്ത് ചെയ്യുന്നുണ്ട്? പുറത്തേക്ക് വരാനായിട്ട് തുടങ്ങും. വിത്തിനുള്ളിലെ ഭ്രൂണത്തിന് ശ്വസിക്കാനായിട്ട് സാധിക്കും. ബീജാങ്കുരണത്തിന് തുടക്കം കുറിക്കുന്നത് ആരാണ്? ജലമാണ്. ഭ്രൂണത്തിന് ദ്രവ രൂപത്തിലുള്ള ആഹാരം മാത്രമേ ആഗിരണം ചെയ്യാനായിട്ട് കഴിയുള്ളൂ. അതുകൊണ്ട് തന്നെ ബീജാങ്കരണ ഘട്ടത്തിൽ ഖര രൂപത്തിലുള്ള ആഹാരം എങ്ങനെയാവും? ദ്രവ രൂപത്തിലാക്കുന്നതിന് ജലം അത്യാവശ്യമാണ്. ഇനി എന്താണ് ബീജമൂലം അഥവാ റാഡിക്കൽ? വിത്ത് മുളയ്ക്കുമ്പോൾ ആദ്യം പുറത്തു വരുന്ന ഭാഗത്തെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? ബീജമൂലം അഥവാ റാഡിക്കൽ എന്ന് പറയുന്നത്. ഇപ്പൊ നമ്മളൊരു പയറെടുത്ത ചെറിയ ജലദോഷം ഉണ്ട് കേട്ടോ, അതാണ് കേട്ടോ ഇങ്ങനെ ശബ്ദമൊക്കെ ഇരിക്കുന്നത്. അപ്പൊ കൂട്ടുകാർക്ക് ഞാൻ പറയുമ്പോൾ തന്നെ ചെറിയൊരു ബുദ്ധിമുട്ട് തോന്നുന്നുണ്ട്. കൂട്ടുകാർക്ക് മനസ്സിലാവുന്നെന്ന് വിചാരിക്കുന്നു. ഓക്കെ, അപ്പൊ വിത്ത് മുളയ്ക്കുമ്പോൾ ആദ്യം പുറത്തു വരുന്ന ഭാഗമാണ് എന്ത്? ബീജമൂലം എന്ന് പറഞ്ഞു. അതായത് നമ്മുടെ പയറിന്റെ വിത്ത് ഇപ്പൊ നമ്മള് വെള്ളത്തിലിട്ട് കഴിഞ്ഞാൽ തലേ ദിവസം വെള്ളത്തിലിട്ട് പിറ്റേ ദിവസം എടുത്തിട്ട് കഴിയുമ്പോൾ അതിനൊരു ചെറിയൊരു വൈറ്റ് കളറിൽ പുറത്തേക്ക് വരുന്നില്ലേ? അതാണ് എന്തെന്ന് പറയുന്നത്? ബീജമൂലം അല്ലെങ്കിൽ റാഡിക്കൽ എന്ന് പറയുന്നത്. ഇനി ഈ ബീജമൂലം പിന്നീട് സസ്യത്തിന്റെ വേരായി രൂപാന്തരണം പ്രാപിക്കുന്നു. ഭ്രൂണത്തിൽ നിന്നും മുകളിലേക്ക് വളരുന്ന ഭാഗമാണ് ബീജശീർഷം എന്ന് പറയുന്നത്. ഇത് പിന്നീട് എന്തായിട്ട് മാറുന്നു? കാണ്ഡമായിട്ട് മാറുന്നു. കാണ്ഡഭാഗം വളരുന്നതോടെ ബീജപത്രങ്ങൾ മണ്ണിന് വെളിയിൽ വരുന്നു. ബീജപത്രം മാംസളവും ആഹാര സമ്പുഷ്ടവുമാണ്. പുതിയ ഇലകൾ ഉണ്ടാവുന്നത് വരെ സസ്യങ്ങളുടെ വളർച്ചയ്ക്ക് ആവശ്യമായ ഭക്ഷണം
ബീജപത്രമാണ് നൽകുന്നത്. ബീജപത്രം എന്ന് പറഞ്ഞത് അതായത് നമ്മുടെ ആ പയറാണ് എടുത്തത്. ആ പയറിന്റെ മണിയിൽ പൊളിച്ചു കഴിയുമ്പോൾ 2 പീസായിട്ട് നിൽക്കുന്നില്ലേ, ആ ഒരു വൈറ്റ് കളറിൽ നിൽക്കുന്നത്, അതിനെയാണ് നമ്മൾ ബീജപത്രം എന്ന് പറയുന്നത്. ഈ ഒരു ചിത്രത്തിലേക്ക് നോക്കിക്കേ, പയർ വിത്ത് മുളച്ചു വരുന്നതിന്റെ വിവിധ ഘട്ടങ്ങളാണ് ഈ കാണിച്ചിരിക്കുന്നത്. നോക്കിക്കേ, പയറിന്റെ ആദ്യം തന്നെ പുറത്തേക്ക് വരുന്നത് നമ്മൾ വെള്ളം ചെന്ന് കഴിയുമ്പോൾ ആ നാഭിയിലൂടെ വെള്ളം ചെന്ന് കഴിയുമ്പോൾ ആദ്യം പുറത്തേക്ക് വരുന്നതിനെയാണ് നമ്മൾ എന്തെന്ന് പറഞ്ഞത്, ബീജമൂലം എന്ന് പറയുന്നത്. അത് കഴിഞ്ഞിട്ട് നോക്കിക്കേ, പിന്നെ ചെറിയ കുഞ്ഞു കുഞ്ഞു വേരുകൾ വന്നു. പിന്നെ കണ്ടോ, ബീജപത്രം ഏതാണെന്ന് മനസ്സിലായല്ലോ. ആ ബീജപത്രം പിന്നീട് എന്തായിട്ട് മാറുന്നു, ബീജശീർഷമായിട്ട് മാറുന്നു. ഓക്കെ, ഇനി എന്താണ് കായിക പ്രജനനം അഥവാ വെജിറ്റേറ്റീവ് പ്രൊപ്പഗേഷൻ എന്താണ്? അപ്പൊ അതെന്താന്ന് പഠിക്കാം നമുക്ക്. വിത്ത് ഒഴികെ ചെടിയുടെ മറ്റു ഭാഗങ്ങളിൽ നിന്ന് പുതിയ ചെടി ഉണ്ടാകുന്നതിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്, കായിക പ്രജനനം എന്ന് പറയുന്നത്. വിത്ത് ഒഴികെ ചെടിയുടെ മറ്റു ഭാഗങ്ങളിൽ നിന്ന് പുതിയ ചെടി ഉണ്ടാകുന്നതിനെയാണ് നമ്മൾ എന്ത് പറയാം, കായിക പ്രജനനം എന്ന് പറയുന്നത്. ചന്ദനത്തിൽ പുതിയ തൈച്ചെടികൾ വേര് വഴിയാണ് ഉണ്ടാകുന്നത്. അതുപോലെ തന്നെ ശീമപ്ലാവിന്റെ വേരിൽ നിന്നാണ് പുതിയ ചെടി ഉണ്ടാകുന്നത്. മുളക്, പയർ, വെണ്ട എന്നിവയിൽ വിത്തിൽ നിന്നാണ് പുതിയ ചെടികൾ ഉണ്ടാകുന്നത്. ഇതെല്ലാം കൂട്ടുകാർക്ക് അറിയാവുന്ന കാര്യമാണ്. ഇനി അടുത്തത് വിത്ത് വിതരണം എന്താണെന്ന്. ഡിസ്പേഴ്സൽ ഓഫ് സീഡ്. ഒരു മാതൃസസ്യത്തിൽ ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന വിത്തുകൾ അത് നിൽക്കുന്ന സ്ഥാനത്ത് നിന്നും അകലേക്ക് മാറി മറ്റൊരു സ്ഥലത്ത് നിക്ഷേപിച്ച് പുതിയൊരു സസ്യമായി വളരുന്നു. എന്താണ്, മാതൃസസ്യത്തിൽ നിന്ന് ഉൽപ്പാദിപ്പിക്കുന്ന വിത്തുകൾ അത് നിൽക്കുന്ന സ്ഥാനത്ത് നിന്ന് അകലേക്ക് മാറി മറ്റൊരു സ്ഥലത്ത് നിക്ഷേപിച്ച് പുതിയൊരു സസ്യമായിട്ട് വളരുന്നു. ഇനി വിത്ത് വിതരണം എങ്ങനെയൊക്കെ, ഏതൊക്കെ സാഹചര്യത്തിലാണ് അല്ലെങ്കിൽ ഏതൊക്കെ മാർഗത്തിലൂടെയാണ് വിത്ത് വിതരണം നടക്കുന്നത്? കാറ്റിന്റെ സഹായത്താൽ, പിന്നെയോ പക്ഷി മൃഗാദികളുടെ സഹായത്താൽ. ഇപ്പൊ നമ്മുടെ വീട്ടിലൊക്കെ പേരക്കൊക്കെ ഉണ്ടെങ്കിൽ ആ പേരക്ക വവ്വാലൊക്കെ തിന്നിട്ട് എന്ത് ചെയ്യും, മറ്റു സ്ഥലങ്ങളിലൊക്കെ കൊണ്ടുപോയി ഇടും, അവിടെ ആ പേരത്തായി മുളയ്ക്കും. ഓക്കെ, അപ്പോൾ പക്ഷി മൃഗാദികളുടെ സഹായത്താൽ. ഇനി പിന്നെയോ വെള്ളത്തിന്റെ സഹായത്താൽ, ഭൂഗുരുത്വാകർഷണത്തിന്റെ സഹായത്താൽ, സ്വയം പൊട്ടിത്തെറിക്കുന്നതിലൂടെ. ഇതിലൂടെയൊക്കെ എന്ത് സംഭവിക്കുന്നുണ്ട്, വിത്ത് മറ്റൊരു സ്ഥലത്ത് പോയി മുളയ്ക്കുന്നു. കാറ്റിലൂടെ വിത്ത് വിതരണം നടത്തുന്ന സസ്യങ്ങളാണ് ഏതൊക്കെ? അപ്പുപ്പത്താടി, പരുത്തി, മുരിങ്ങ, മഹാഗണി. ഏതൊക്കെയാണ് കാറ്റിലൂടെ വിത്ത് വിതരണം നടത്തുന്നത്? ആരൊക്കെയാണ്? അപ്പുപ്പത്താടി, പരുത്തി, മുരിങ്ങ, മഹാഗണി. ഓർത്തിരിക്കണം കേട്ടോ. ഇനി ജലത്തിലൂടെ വിത്ത് വിതരണം നടത്തുന്നത് ഏതൊക്കെയാണ്? തേങ്ങ, ഒതളങ്ങ. ഇതെല്ലാം എന്തിലൂടെയാണ് വിത്ത് വിതരണം നടത്തുന്നത്? ജലത്തിലൂടെ. അടുത്തത് പൊട്ടിത്തെറിക്കലിലൂടെ നടക്കുന്നത്, വിത്ത് വിതരണം നടത്തുന്നത് ആരൊക്കെ ആയിരിക്കാം? റബ്ബറും പയറുവർഗ്ഗങ്ങളും. അപ്പൂപ്പന്താടിയുടെ ചിത്രമാണ് ഈ കാണുന്നത് കേട്ടോ. ഇത് മഹാഗണിയുടെ വിത്ത്, പിന്നെയോ മഹാഗണിയുടെ കായാണ് കാണിച്ചിരിക്കുന്നത്. വെണ്ട, അതുപോലെ തന്നെ തെങ്ങ്, അത്തിപ്പഴം തിന്നുന്ന പക്ഷി, കാശിത്തുമ്പ. അതായത് വിത്ത് വിതരണം നടത്തുന്ന പല സ്റ്റേജസ് ഒക്കെയാണ് കാണിച്ചിരിക്കുന്നത്. ഓക്കെ, അടുത്തത് കടൽ കടന്നെത്തിയ അതിഥികൾ ഏതൊക്കെയാണെന്ന് നോക്കാം. ഏതൊക്കെയാണ്? തേയില. തേയില എവിടെ നിന്ന് വന്നതാണ്? ചൈനയിൽ നിന്ന് വന്നതാണ്. കാബേജ് യൂറോപ്പ്, റബ്ബർ കശുമാവ് ബ്രസീൽ, കൈതച്ചക്ക, മരിച്ചീനി, തക്കാളി, ഉരുളക്കിഴങ്ങ്, പച്ചമുളക്, പേരയ്ക്ക, പപ്പായ, കാപ്പി. ഇതെല്ലാം എവിടെ നിന്ന് വരുന്നതാണ്? അമേരിക്ക. നമ്മൾ പ്രത്യേകം ഓർത്തിരിക്കുക. ഇതൊക്കെയാണ് തേയില എവിടെ നിന്നാണ് വന്നത്? ചൈന, ക്യാബേജ് യൂറോപ്പ്, റബ്ബർ കശുമാവ് ബ്രസീല്, കൈതച്ചക്ക, മരിച്ചീനി, തക്കാളി, ഉരുളക്കിഴങ്ങ്, പച്ചമുളക്, പേരയ്ക്ക, പപ്പായ, കാപ്പി. ഇതെല്ലാം എവിടെ നിന്നാണ് വന്നത്? അമേരിക്ക. അപ്പൊ ഇതൊന്ന് ശ്രദ്ധിക്കണം കേട്ടോ. ഏതൊക്കെ രാജ്യത്ത് നിന്ന് ഏതൊക്കെ സാധനങ്ങളാണ് വന്നതെന്നുള്ളത് പല പ്രാവശ്യം ചോദിക്കാറുണ്ട്. അപ്പൊ അതൊന്ന് ഓർത്തിരുന്ന് പഠിക്കാം കേട്ടോ. ലെസണിൽ നിന്ന് ഏതൊക്കെ ക്വസ്റ്റ്യൻസ് ആണ് ഉള്ളതെന്ന് നോക്കാം. ക്വസ്റ്റ്യൻ കേൾക്കുമ്പോൾ തന്നെ കൂട്ടുകാർക്ക് ഉത്തരം പറയാൻ പറ്റുന്നുണ്ടോ എന്ന് നോക്കണം കേട്ടോ. അപ്പൊ ആദ്യത്തെ ക്വസ്റ്റ്യൻ, അനുകൂല സാഹചര്യങ്ങളിൽ വിത്തിനകത്തുള്ള ഭ്രൂണം തൈച്ചെടിയായി വളരുന്ന പ്രവർത്തനം ഏതാണ്? ബീജാങ്കുരണം. അടുത്ത ക്വസ്റ്റ്യൻ, വിത്ത് മുളയ്ക്കുമ്പോൾ ആദ്യം പുറത്തു വരുന്നത് ഏതാണ്? ബീജമൂലം. ബീജമൂലം പിന്നീട് സസ്യത്തിന്റെ ഏത് ഭാഗമായി മാറുന്നു? ഏതാണ്? വേര്. അടുത്ത ക്വസ്റ്റ്യൻ, ഭ്രൂണത്തിൽ നിന്നും മുകളിലേക്ക് വളരുന്ന ഭാഗം ഏതാണ്? ഭ്രൂണത്തിൽ നിന്നും മുകളിലേക്ക് വളരുന്ന ഭാഗമാണ് ബീജശീർഷം. ബീജശീർഷം വളർന്ന് സസ്യത്തിന്റെ ഏത് ഭാഗമായി മാറുന്നു? ഏത് ഭാഗമായിട്ടാണ് മാറുന്നത്? കാണ്ഡം.
അടുത്ത ക്വസ്റ്റ്യൻ, ഇലകൾ ആഹാരം നിർമ്മിക്കാൻ തുടങ്ങുന്നത് വരെ സസ്യത്തിന് ആവശ്യമായ ആഹാരം അല്ലെങ്കിൽ പോഷണം നൽകുന്നത് ആരാണ്? ബീജപത്രം. അടുത്ത ക്വസ്റ്റ്യൻ, നന്ദ്യാർ വട്ടം പുതിയ തൈച്ചെടി ആവുന്നത് ഏത് രീതിയിലാണ്? തണ്ടിൽ നിന്നുമാണ്. അടുത്ത ക്വസ്റ്റ്യൻ, ബ്രയോഫില്ലത്തിൽ പുതിയ തൈച്ചെടി ഉൽപാദനത്തിന് സഹായിക്കുന്നത് എന്താണ്? ഇല. ചന്ദനത്തിൽ പുതിയ തൈച്ചെടി ഉണ്ടാവുന്നത് എന്ത് മുഖേനമാണ്? വേര് മുഖാന്തരമാണ്. അടുത്ത ക്വസ്റ്റ്യൻ, സസ്യങ്ങളിൽ വേര്, തണ്ട്, ഇല ഇവയിൽ നിന്ന് പുതിയ സസ്യം ഉണ്ടാകുന്ന പ്രക്രിയയെ നമുക്ക് എന്തെന്ന് പറയാം? കായിക പ്രജനനം എന്ന് പറയാം. അടുത്ത ക്വസ്റ്റ്യൻ, അപ്പുപ്പൻ താടിയിൽ വിത്ത് വിതരണത്തിന് കാരണമാകുന്നത് ഡാഷ് ആണ്. ഏതാണ്? കാറ്റാണ്. വെണ്ടയിൽ വിത്ത് വിതരണം നടക്കുന്നത് എങ്ങനെയാണ്? പൊട്ടിത്തെറിച്ചിട്ടാണ്. ചക്ക, മരിച്ചീനി, തക്കാളി, ഉരുളക്കിഴങ്ങ്, പച്ചമുളക്, പപ്പായ, കാപ്പി എന്നിവയുടെ ജന്മദേശം ഏതാണ്? അമേരിക്ക. തേയിലയുടെ ജന്മദേശം ചൈന. ക്യാബേജിന്റെ ജന്മദേശം യൂറോപ്പ്. റബ്ബർ, കശുമാവ് എന്നിവയുടെ ജന്മദേശം ഏതാണ്? ബ്രസീലാണ്. അപ്പൊ ഇതിനകത്ത് നമ്മൾ പഠിക്കുന്നത് ലഘു യന്ത്രങ്ങളെ കുറിച്ചിട്ടാണ്. എന്താണ് സിമ്പിൾ മെഷീൻസ്? എന്തായിരിക്കും സിമ്പിൾ മെഷീൻസ്? മാനുഷിക പ്രയത്നം ലഘൂകരിക്കാൻ ഉപയോഗിക്കുന്നവയാണ് എന്ത്? ലഘു യന്ത്രങ്ങൾ. മനുഷ്യന്റെ ആ ജോലി ഭാരം ലഘൂകരിക്കാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നതാണ് എന്ത്? ലഘു യന്ത്രങ്ങൾ. ഇനി ഈ ലഘു യന്ത്രങ്ങൾ നാം പ്രയോഗിക്കുന്ന ബലത്തിന്റെ അളവ് കുറയ്ക്കുന്നു. ഇനി ഈ ലഘു യന്ത്രത്തിന് ഉദാഹരണമാണ് ഉത്തോലകങ്ങൾ, ലിവർ, ആപ്പ്, വെഡ്ജസ്, കപ്പി, പുള്ളി, സ്ക്രൂ എന്നിവ. ലഘു യന്ത്രങ്ങൾക്ക് ഉദാഹരണം ഏതൊക്കെയാണ്? ഉത്തോലകങ്ങൾ, ആപ്പ്, കപ്പി, സ്ക്രൂ. ഇനി കപ്പി എന്തിനാണ് ഉപയോഗിക്കുന്നത്? കപ്പി വസ്തുക്കളെ വലിച്ചു കയറ്റാൻ വേണ്ടിയിട്ടുള്ളതാണ് ഇത് കപ്പി. രണ്ട് വസ്തുക്കളെ വേർതിരിക്കുകയോ അല്ലെങ്കിൽ ഒരു ഭാഗം വേർതിരിക്കാനോ ആണ് നമ്മൾ എന്തുപയോഗിക്കുന്നത്? ആപ്പ് ഉപയോഗിക്കുന്നത്. രണ്ട് വസ്തുക്കളെ വേർതിരിക്കുകയോ അല്ലെങ്കിൽ ഒരു ഭാഗം വേർതിരിക്കാനോ ആണ് ആപ്പ് ഉപയോഗിക്കുന്നത്. ചരിവ് തലം പ്രവൃത്തി കൂടുതൽ എളുപ്പമാക്കുന്നു. ഇല്ലേ? ചരിവ് ഉള്ള സ്ഥലത്തിലൂടെ നമുക്ക് ഒരു പ്രവൃത്തി ചെയ്യാനായിട്ട് എളുപ്പമാണ്. ഭാരം ഇറക്കുന്നതിനും അതുപോലെ തന്നെ കയറ്റുന്നതിനും നമ്മൾക്ക് അത് സഹായകമാണ്. ഇനി ഉത്തോലകം, സ്ക്രൂ, ആക്സിൻ തുടങ്ങിയവയാണ് ജാക്കിയിലെ ലഘു യന്ത്രങ്ങൾ. ജാക്കിയിലെ ലഘു യന്ത്രങ്ങൾ ഏതൊക്കെയാണ്? ഉത്തോലകം, സ്ക്രൂ, ആക്സിൻ. നമ്മൾ ഡെയിലി യൂസ് ചെയ്യുന്ന ലഘു യന്ത്രങ്ങളുടെ ചിത്രമാണ് ഈ കാണിച്ചിരിക്കുന്നത്. ഇനി വളരെ പ്രധാനപ്പെട്ട ഒരു ടോപ്പിക്കാണ് എന്താണ് ഉത്തോലകങ്ങൾ, ലിവേഴ്സ്. എല്ലാ എക്സാമിനും ചോദിക്കും. കേട്ടറ്റിനും ചോദിക്കാറുണ്ട്, LPSCക്ക് ചോദിക്കാറുണ്ട്, UPSCക്ക് ചോദിക്കാറുണ്ട്, PSCക്കും ചോദിക്കാവുന്ന ക്വസ്റ്റ്യൻസ് ആണ്. എന്താണ് ഉത്തോലകങ്ങൾ? ഉത്തോലകത്തിന്റെ എക്സാമ്പിൾ ആണ് ചോദിക്കുന്നത്. നമുക്ക് വളരെയധികം കൺഫ്യൂഷൻ ഉള്ള ഒരു ഭാഗമാണ് ഉത്തോലകങ്ങൾ. അതുകൊണ്ട് തന്നെ ശ്രദ്ധിച്ചിരുന്ന് പഠിക്കാം. എന്താണ് ഉത്തോലകങ്ങൾ? ഒരു നിശ്ചിത ബിന്ദുവിനെ ആധാരമാക്കി ചലിക്കുന്ന ദൃഢദണ്ഡുകളെയാണ് നമ്മൾ ഉത്തോലകങ്ങൾ എന്ന് വിളിക്കുന്നത്. വലിയ ഭാരത്തെ ചെറിയ ബലം ഉപയോഗിച്ച് ഉയർത്താനായിട്ട് സാധിക്കും. ഉത്തോലക നിയമം ആവിഷ്കരിച്ചത് ആർക്കിമിഡീസ് ആണ്. ആരാണ് ഉത്തോലക നിയമം ആവിഷ്കരിച്ചത്? ആർക്കിമിഡീസ് ആണ്. ഉത്തോലകം കൊണ്ട് എത്ര വലിയ ഭാരത്തെയും ഉയർത്താനും തള്ളി നീക്കാനും കഴിയും. ഉത്തോലകത്തിന് 3 ഭാഗമാണ് ഉള്ളത്. ഏതൊക്കെയാണ്? ദാരം, ഫൽക്രം, യത്നം, എഫേർട്ട്, രോധം, റെസിസ്റ്റൻസ്. ഏതൊക്കെയാണ് ഉത്തോലകത്തിനുള്ള 3 ഭാഗങ്ങൾ? ദാരം, യത്നം, രോധം. അതായത് ഫൽക്രം, എഫേർട്ട്, റെസിസ്റ്റൻസ്. ഇവയെ നമുക്ക് FER എന്നീ അക്ഷരങ്ങൾ കൊണ്ട് സൂചിപ്പിക്കാം. F എന്ന് പറഞ്ഞാൽ എന്താണ്? ഫൽക്രം. ഇനി E എന്ന് പറഞ്ഞാൽ എന്താണ്? എഫേർട്ട്. R എന്ന് പറഞ്ഞാൽ എന്താണ്? റെസിസ്റ്റൻസ്. ഇനി ഇത് 3 നന്നായിട്ട് പഠിച്ചു വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഉത്തോലകം മാറിപ്പോവില്ല. ഫസ്റ്റ് 1ാം വർഗ ഉത്തോലകമുണ്ട്, 2ാം വർഗമുണ്ട്, 3ാം വർഗമുണ്ട്. അപ്പൊ അത് 3 നമ്മൾ കറക്റ്റായിട്ട് നമുക്ക് മനസ്സിലാക്കണമെങ്കിൽ ഈ ദാരം, യത്നം, രോധം എന്താണെന്ന് നമ്മൾ കറക്റ്റ് മനസ്സിലാക്കിയിരിക്കണം. അപ്പൊ എന്താണ് ഈ ദാരം എന്ന് പറയുന്നത്? ദാരം അഥവാ ഫൽക്കരം എന്ന് പറയുന്നത് അതായത് ഉത്തോലകം ചലിക്കാൻ ആധാരമാക്കുന്ന ബിന്ദുവിനെയാണ് നമ്മൾ ദാരം എന്ന് പറയുന്നത്. എന്താണ്? ഉത്തോലകം ചലിക്കാൻ ആധാരമാക്കുന്ന ബിന്ദുവിനെ നമുക്ക് എന്തെന്ന് പറയാം? ദാരം എന്ന് പറയാം. ഇനി യത്നം.
എഫേർട്ട്, നമ്മളൊരു യത്നിക്കാണ്, ഒരു ബലം പ്രയോഗിക്കാണ്. നാം പ്രയോഗിക്കുന്ന ബലത്തിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? യത്നം എന്ന് പറയുന്നത്. അങ്ങനെയെങ്കിൽ രോധം എന്തായിരിക്കും? റെസിസ്റ്റൻസ്. ഉത്തോലകം ഉപയോഗിച്ച് കീഴ്പ്പെടുത്തുന്ന ബലത്തെയാണ് എന്തെന്ന് പറയുന്നത്? രോധം എന്ന് പറയുന്നത്. അപ്പൊ നമുക്ക് കുറച്ചുകൂടി എളുപ്പമാക്കി, അതായത് എളുപ്പത്തിൽ മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് നമുക്കൊരു കത്രികേനെ എടുക്കാം. ഈ കത്രികയുടെ നോക്കിക്കേ, ഈ കത്രികയുടെ ഈ രണ്ട് ഭാഗം, അതായത് നമ്മൾ കൈ വെക്കുന്ന ആ രണ്ട് ഹോളുള്ള ഭാഗമാണ് എന്ത്? യത്നം എന്ന് പറയുന്നത്. നാം അവിടെയാണ് ബലം കൊടുക്കുന്നത് അല്ലേ? നമ്മൾ അവിടെ വെച്ചിട്ടാണ് ഇപ്പൊ എന്തെങ്കിലും ഒരു സാധനം കട്ട് ചെയ്യണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും? ബലം ആ രണ്ട് ഹോളുള്ള സ്ഥലത്താണ് കൊടുക്കുന്നത്. അവിടെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? യത്നം അഥവാ എഫേർട്ട് എന്ന് പറയുന്നത്. ഇനി ആ കത്രിക ചലിക്കണമെങ്കിൽ അതിൻ്റെ മിഡിൽ ഭാഗം കണ്ടോ? മിഡിൽ ഭാഗത്താണ് അത് അങ്ങോട്ടും ഇങ്ങോട്ടും ചലിക്കുന്ന ഒരു ബിന്ദു ഉള്ളത്. ആ ബിന്ദുവിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? ധാരം അഥവാ ഫൽക്രം എന്ന് പറയുന്നത്. ഇനി നമ്മൾ പ്രയോഗിക്കുന്ന ബലം, ഇപ്പൊ നമ്മളൊരു പേപ്പറാണ് എടുക്കണമെങ്കിൽ ആ പേപ്പർ കട്ട് ചെയ്യണമെങ്കിൽ അവിടെ എന്താണ്? അവിടെ ഒരു എന്താ പറയാ, ആ പേപ്പറിനെ കട്ട് ചെയ്ത് നമ്മൾ അതിനെ കീഴ്പ്പെടുത്തി രണ്ടാക്കി കളഞ്ഞു. അപ്പൊ അവിടെ ഒരു രോധം, റെസിസ്റ്റൻസ് വന്നു. അപ്പൊ ആ ഭാഗമാണ് എന്ത്? രോധം എന്ന് പറയുന്നത്. അപ്പൊ നമ്മൾ ഈ ഒരു കത്രികേനെ നമ്മുടെ മനസ്സിൽ വിചാരിക്കുക. കത്രികയുടെ രണ്ട് ഹോളുള്ള ഭാഗം നമ്മൾ ബലം പ്രയോഗിക്കുന്ന സ്ഥലം. ഇനി നമ്മൾ ആ ബലം വരുന്ന സ്ഥലം, അല്ലെങ്കിൽ എന്താ പറയുക, നമ്മൾ ആ ഒരു ബലം പ്രയോഗിച്ച് അത് കീഴ്പ്പെടുത്തുന്നതിന് ആ ഒരു സ്ഥലത്ത് നമുക്ക് എന്ന് പറയാം? രോധം എന്ന് പറയാം. ഇത് രണ്ടിൻ്റെയും ഇടയിലാണ് വരുന്നത് ധാരം വരുന്നത്. അതായത് ഉത്തോലകത്തെ ചലിക്കാൻ വേണ്ടിയിട്ട്, ആ കത്രികേനെ നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും അനക്കാൻ വേണ്ടിയിട്ട് അവിടെ ഒരു പോയിന്റ് ഉണ്ട്. ആ പോയിന്റിനാണ് ധാരം എന്ന് പറയുന്നത്. അപ്പൊ ഈ മൂന്ന് കാര്യങ്ങൾ ഈ കത്രിക നമ്മൾ മനസ്സിൽ വെച്ചിട്ടൊന്ന് ഓർത്തിരിക്കുക: ധാരം, യത്നം, രോധം. ഇനി ഉത്തോലകങ്ങൾ നമുക്ക് മൂന്നായിട്ട് തിരിക്കാം. ഒന്നാം വർഗ ഉത്തോലകങ്ങൾ, രണ്ടാം വർഗ ഉത്തോലകങ്ങൾ, മൂന്നാം വർഗ ഉത്തോലകങ്ങൾ. ഫസ്റ്റ് ഓർഡർ ലിവർ, സെക്കൻഡ് ഓർഡർ ലിവർ, തേർഡ് ഓർഡർ ലിവേഴ്സ്. അപ്പോൾ ആദ്യം നമ്മൾ പഠിക്കാനായിട്ട് പോകുന്നത് ഒന്നാം വർഗ ഉത്തോലകങ്ങൾ എന്താണെന്നാണ്. വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. എക്സാമിന് നമുക്ക് കുറേ എക്സാമ്പിൾസ് തന്നിട്ട് ഇതിനകത്ത് ഒന്നാം വർഗ ഉത്തോലകം ഏതാണ്, അല്ലെങ്കിൽ രണ്ടാം വർഗ ഉത്തോലകം ഏതാണ് എന്നിങ്ങനെയാണ് ചോദിക്കുന്നത്. അപ്പോൾ ആദ്യം നമ്മൾ പഠിക്കാൻ പോകുന്നത് ഒന്നാം വർഗ ഉത്തോലകങ്ങൾ അഥവാ ഫസ്റ്റ് ഓർഡർ ലിവർ. ഇവിടെ എന്തായിരിക്കും? യത്നത്തിനും രോധത്തിനും ഇടയിൽ ധാരം വരുന്ന ഉത്തോലകമാണ് ഒന്നാം വർഗ ഉത്തോലകം. നമ്മൾ നേരത്തെ കത്രികയുടെ കാര്യം പറഞ്ഞു അല്ലേ? ആ കത്രികേനെ അങ്ങോട്ടും ഇങ്ങോട്ടും ചലിപ്പിക്കുന്നത് അവിടെ ഒരു നടുക്കൊരു ബിന്ദു പോലെയുണ്ട് ഇല്ലേ? ഒരു പോയിന്റ് ഉണ്ട്. ആ പോയിന്റിന് നമ്മൾ എന്തെന്ന് പറഞ്ഞത്? ധാരം എന്ന് പറഞ്ഞു. അപ്പൊ ഈ ധാരം ഉത്തോലകത്തിന്റെ നടുക്ക്, സെന്ററിൽ വരുന്നത്, ഇടയിൽ വരുന്നതിനാണ് നമ്മൾ ഒന്നാം വർഗ ഉത്തോലകം എന്ന് പറയുന്നത്. യത്നത്തിനും രോധത്തിനും ഇടയിൽ, കത്രിക നമ്മുടെ മനസ്സിലേക്ക് വരണം കേട്ടോ, ഒന്നാം വർഗ ഉത്തോലകം എന്ന് പറയുന്നത്. ഇവിടെ യാന്ത്രിക ലാഭം ഒന്നോ ഒന്നിൽ കൂടുതലോ ഒന്നിൽ കുറവോ വരാം. അപ്പൊ ഇതിന് ഉദാഹരണങ്ങൾ ഏതൊക്കെയാണ്? കപ്പി, ത്രാസ്, കത്രിക, പ്ലയേഴ്സ്, സീസോ, നെയിൽ പുള്ളർ എന്നിവ. അപ്പൊ നമ്മുടെ മനസ്സിലേക്കൊന്ന് വന്നേ കത്രികയുടെ കാര്യം ഒന്ന് ഓർത്തിരിക്കുക. കത്രിക എങ്ങനെയാണ്? കത്രിക നമ്മൾ ആദ്യം തന്നെ ബലം കൊടുക്കുന്നത് എന്താണ്? യത്നം. നമ്മൾ യത്നിക്കാണ്. ബലം കൊടുത്തു കഴിഞ്ഞിട്ടോ അവിടെ ബലം കിട്ടുന്ന സ്ഥലം ഏതാണ്? റെസിസ്റ്റൻസ്. അതിന്റെ നടുക്ക് എന്താണ് വരുന്നത്? ധാരം. ആ ബിന്ദു, ആ രണ്ട് സ്ഥലത്ത് യത്നത്തിനും രോധത്തിനും ഇടയിൽ വരുന്നതാണ് എന്തെന്ന് പറഞ്ഞു? ധാരം എന്ന് പറഞ്ഞു. ഇനി കത്രിക, അപ്പോൾ നമുക്ക് മനസ്സിലായി. കപ്പിയുടെ കാര്യം മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. ചിത്രമാണ് ഈ കാണിച്ചിരിക്കുന്ന കപ്പി, കത്രിക, ത്രാസ്. അടുത്തത് രണ്ടാം വർഗ ഉത്തോലകം. എന്താണ് രണ്ടാം വർഗ ഉത്തോലകം? ധാരത്തിനും യത്നത്തിനും ഇടയിൽ രോധം വരുന്ന ഉത്തോലകത്തിനെയാണ് നമ്മൾ എന്ന് പറയുന്നത് രണ്ടാം വർഗ ഉത്തോലകം എന്ന് പറയുന്നത്. എന്താണ്? ധാരത്തിനും യത്നത്തിനും ഇടയിൽ എന്ത് വരും? രോധം വരും. ഇപ്പൊ നാരങ്ങ ഞെക്കി എടുക്കുമ്പോൾ നാരങ്ങയുടെ നടുക്കാണ് എന്ത് വരുന്നത്? രോധം. നാരങ്ങ നമ്മൾ അവിടെയാണ് വെക്കുന്നത് ഇല്ലേ? പ്രസ് ചെയ്യുന്നത് അവിടെയാണ്. അപ്പൊ ആ ബലം കിട്ടുന്നത് അവിടെയാണ്, നടുക്ക്, ഇടയിൽ. അതിനെയാണ് നമ്മൾ എന്ന് പറയുന്നത് രണ്ടാം വർഗ ഉത്തോലകം എന്ന് പറയുന്നത്. ലോഡ് വരുന്നത് എവിടെയാണ്?
സെന്ററിലാണ്. അപ്പോൾ രണ്ടാം വർഗ ഉത്തോലകത്തിന്റെ ഉദാഹരണം ഏതൊക്കെയാണ്? പാക്കുപെട്ടി, നാരങ്ങ ഞെക്കി, ബോട്ടിൽ ഓപ്പണർ, വീൽ ചെയർ. ഇതെല്ലാം എന്തിനുള്ള ഉദാഹരണങ്ങളാണ്? രണ്ടാം വർഗ ഉത്തോലകത്തിനുള്ള ഉദാഹരണമാണ്. അപ്പം അതിൻ്റെ പിക്ചറാണ് ഈ കാണിച്ചിരിക്കുന്നത്. എന്ത്? ബോട്ടിൽ ഓപ്പണറിൻ്റെയും പിക്ചറാണ് ഈ കാണിച്ചിരിക്കുന്നത്. ഇനി അടുത്ത് നമ്മൾ പഠിക്കാൻ പോകുന്നത് മൂന്നാം വർഗ ഉത്തോലകം. മൂന്നാം വർഗ ഉത്തോലകം എങ്ങനെയായിരിക്കും? യത്നത്തിൻ്റെ സ്ഥാനം എവിടെയായിരിക്കും? രോധത്തിനും ദാരത്തിനും ഇടയിൽ വരുന്ന ഉത്തോലകമാണ് ഏത്? മൂന്നാം വർഗ ഉത്തോലകങ്ങൾ. ഇതിന് ഉദാഹരണങ്ങളാണ് ചവണ, ചൂണ്ട, ഐസ്റ്റോങ്. ഏതൊക്കെയാണ് മൂന്നാം വർഗ ഉത്തോലകത്തിന് ഉദാഹരണങ്ങൾ? ചവണ, ചൂണ്ട, ഐസ്റ്റോങ്. ഇവിടെ എന്തായിരിക്കും? യാന്ത്രിക ലാഭം 1 കുറവായിരിക്കും. എന്താണ് ഇന്ധനങ്ങള്? കത്തുമ്പോൾ താപം പുറത്തു വിടുന്ന വസ്തുക്കളാണ് എന്ത്? ഇന്ധനങ്ങൾ. എന്താണ് പറഞ്ഞത്? കത്തുമ്പോൾ താപം പുറത്തുവിടുന്ന വസ്തുക്കളെ നമുക്ക് എന്തെന്ന് പറയാം? ഇന്ധനങ്ങൾ എന്ന് പറയാം. അപ്പൊ ഖര ഇന്ധനങ്ങളുണ്ട്, ദ്രാവക ഇന്ധനങ്ങളുണ്ട്, വാതക ഇന്ധനങ്ങളുണ്ട്. 3 തരത്തിലുള്ള ഇന്ധനങ്ങളുണ്ട്. ഏതൊക്കെയാണ്? ഖര ഇന്ധനങ്ങൾ, ദ്രാവക ഇന്ധനങ്ങൾ, വാതക ഇന്ധനങ്ങൾ. ഇനി ഖര ഇന്ധനങ്ങൾക്ക് ഉദാഹരണം ഏതൊക്കെയാണ്? വിറക്, കൽക്കരി. ദ്രാവക ഇന്ധനങ്ങൾക്കോ? ഡീസൽ, പെട്രോൾ, മണ്ണെണ്ണ. വാതക ഇന്ധനങ്ങൾക്ക് ഉദാഹരണമാണ് LPG, CNG, ഹൈഡ്രജൻ. ഇനി ജ്വലനം മൂലമാണ് ഇന്ധനങ്ങളിൽ നിന്നും ഊർജം പുറത്തു വരുന്നത്. എന്താണ്? ജ്വലനം മൂലമാണ് ഇന്ധനങ്ങളിൽ നിന്ന് എന്ത് പുറത്തു വരുന്നത്? ഊർജം പുറത്തു വരുന്നത്. അങ്ങനെയെങ്കിൽ വിമാനത്തിൽ ഉപയോഗിക്കുന്ന ഇന്ധനം ഏതാണ്? വിമാനത്തിൽ ഉപയോഗിക്കുന്ന ഇന്ധനം ഏവിയേഷൻ ഫ്യൂവലാണ് വിമാനത്തിൽ ഉപയോഗിക്കുന്ന ഇന്ധനം. പെട്രോളിയത്തിൽ നിന്ന് ലഭിക്കുന്ന ശുദ്ധീകരിച്ച ഇന്ധനമാണ് ഈ ഏവിയേഷൻ ഫ്യൂവൽ. അങ്ങനെയെങ്കിൽ റോക്കറ്റിൽ ഉപയോഗിക്കുന്ന ഇന്ധനം ഏതായിരിക്കും? ദ്രവ ഹൈഡ്രജൻ അഥവാ ലിക്വിഡ് ഹൈഡ്രജൻ. ഇനി അടുത്ത് നമ്മൾ പഠിക്കാൻ പോകുന്നത് വായു ഇല്ലെങ്കിൽ എന്തായിരിക്കും ഒരു അവസ്ഥ? വായു ഇല്ലാത്തൊരവസ്ഥയെ കുറിച്ച് നമുക്ക് ചിന്തിക്കാനേ സാധിക്കില്ല. ഏതൊരു വസ്തു കത്താനും എന്താവശ്യമാണ്? വായു അഥവാ ഓക്സിജൻ ആവശ്യമാണ്. അപ്പൊ കത്താൻ സഹായിക്കുന്ന വാതകം ഏതാണ്? ഓക്സിജൻ. ഇമ്പോർട്ടൻ്റ് ആണ്, ഇതിനു മുമ്പ് ചോദിച്ചിട്ടുള്ളതാണ്. കത്താൻ സഹായിക്കുന്ന വാതകം ഏതാണ്? ഓക്സിജൻ. ഇനി ഇന്ധനങ്ങൾ വായുവില് ഓക്സിജനുമായി പ്രവർത്തിച്ചാണ് ഊർജം പുറത്തുവിടുന്നത്. നമ്മുടെ ശരീരത്തിലും ആഹാരം ഓക്സിജനുമായി പ്രവർത്തിച്ചാണ് ഊർജം ഉണ്ടാക്കുന്നത്. എന്താണ്? ഇന്ധനങ്ങൾ വായുവിൽ ഓക്സിജനുമായി പ്രവർത്തിച്ചിട്ടാണ് എന്തുണ്ടാവുന്നത്? ഊർജം ഉണ്ടാവുന്നത്. അതുപോലെ തന്നെ നമ്മുടെ ശരീരത്തിലും ആഹാരം ഓക്സിജനുമായി പ്രവർത്തിച്ചാണ് എന്തുണ്ടാവുന്നത്? ഊർജം ഉണ്ടാവുന്നത്. ഇനി എങ്ങനെയാണ് ഓക്സിജൻ നമ്മുടെ ശരീരത്തിൽ എത്തുന്നത്? ശ്വസനത്തിലൂടെയാണ് ഓക്സിജൻ ശരീരത്തിൽ എത്തുന്നത്. സ്വയം കത്തുന്ന വാതകം ഏതായിരിക്കും? സ്വയം കത്തുന്ന വാതകം ഹൈഡ്രജൻ ആണ് സ്വയം കത്തുന്ന വാതകം. തീ അണയ്ക്കാൻ സഹായിക്കുന്ന വാതകം ഏതായിരിക്കും? കാർബൺ ഡയോക്സൈഡ്. ജ്വലനത്തെ നിയന്ത്രിക്കുന്ന വാതകമാണ് നൈട്രജൻ. ഇത് വളരെ പ്രധാനപ്പെട്ടതാണ്, ഓർത്തിരിക്കാം. എന്താണ് പറഞ്ഞത്? കത്താൻ സഹായിക്കുന്ന വാതകം ഓക്സിജൻ ആണ്, സ്വയം കത്തുന്ന വാതകം ഹൈഡ്രജൻ ആണ്, തീ അണയ്ക്കാനായിട്ട് സഹായിക്കുന്നത് കാർബൺ ഡയോക്സൈഡ് ആണ്, ജ്വലനത്തെ നിയന്ത്രിക്കുന്ന ഏത് വാതകമാണ്? നൈട്രജൻ ആണ്. ഓക്കെ. എന്താണ് മെച്ചപ്പെട്ട അടുപ്പ്? മെച്ചപ്പെട്ട അടുപ്പ് എന്ന് വെച്ചാൽ എന്തായിരിക്കും മെച്ചപ്പെട്ട അടുപ്പ്? ഇന്ധനം പരമാവധി പ്രയോജനപ്പെടുത്തി താപം നൽകുന്ന അടുപ്പിനെയാണ് നമ്മൾ എന്ന് പറയുന്നത് മെച്ചപ്പെട്ട അടുപ്പ് എന്ന് പറയുന്നത്. ഈ മെച്ചപ്പെട്ട അടുപ്പിൽ എന്തായിരിക്കും? വായു സഞ്ചാരം സുഗമമാക്കണം. അതുപോലെ തന്നെ ഉണ്ടാകുന്ന ചൂട് മുഴുവൻ എന്തിന് ലഭിക്കും? പാത്രത്തിന് ലഭിക്കും. പാചകം എളുപ്പമാക്കാനും ഇന്ധനം ലാഭിക്കാനും ഈ മെച്ചപ്പെട്ട അടുപ്പ് സഹായിക്കും. പുക ഒഴിഞ്ഞു പോകാനുള്ള സംവിധാനം ഉണ്ടാകണം. എന്തില്? മെച്ചപ്പെട്ട അടുപ്പില് ഉണ്ടാകണം. ഇനി ഊർജ സ്രോതസ്സുകൾ ഉപയോഗപ്പെടുത്തുന്ന സംവിധാനങ്ങളെ കുറിച്ചിട്ടാണ് നമ്മൾ അടുത്തത് പഠിക്കാനായിട്ട് പോകുന്നത്. ഈ ചിത്രത്തിൽ കാണിച്ചിരിക്കുന്നത് എന്താണ്? ഒരു പെട്രോളിയം റിഫൈനറിയുടെ ചിത്രമാണ്. നോക്കിക്കേ, സൗരോർജ പാനൽ, കാറ്റാടി യന്ത്രം, ഇതെല്ലാം എന്തിന് ഉദാഹരണമാണ്? ഊർജ സ്രോതസ്സുകൾ ഉപയോഗപ്പെടുത്തുന്ന സംവിധാനങ്ങളാണ്. ഇനി അടുത്തത് നമ്മൾ പഠിക്കാനായിട്ട് പോകുന്നത് എന്താണ് കൺവെൻഷണൽ എനർജി ആൻഡ് നോൺ കൺവെൻഷണൽ എനർജി.
കൺവെൻഷണൽ എനർജി എന്ന് പറഞ്ഞാൽ പാരമ്പര്യ ഊർജ സ്രോതസ്സുകളെയാണ് നമ്മൾ കൺവെൻഷണൽ എനർജി എന്ന് പറയുന്നത്. പാരമ്പര്യ ഊർജ സ്രോതസ്സുകളുടെ പ്രത്യേകത എന്താണ്? ഉപയോഗിച്ച് തീർന്നു കഴിഞ്ഞാൽ നമുക്ക് പുനഃസ്ഥാപിക്കാൻ കഴിയില്ല. പുനഃസ്ഥാപിക്കാൻ കഴിയാത്ത ഇന്ധനങ്ങളെയാണ് നമ്മൾ എന്തെന്ന് പറയാ? പാരമ്പര്യ ഊർജ സ്രോതസ്സുകൾ എന്ന് പറയുക. ഇതിനു മുമ്പ് ചോദിച്ചിട്ടുണ്ട് കേട്ടോ. 2017 LPSCയിൽ ചോദിച്ചിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ് ഏത്? പുനഃസ്ഥാപിക്കാൻ കഴിയാത്ത ഊർജ സ്രോതസ്സുകളെ പറയുന്നത് എന്താണെന്ന്. എന്താണ്? പാരമ്പര്യ ഊർജ സ്രോതസ്സുകൾ അഥവാ കൺവെൻഷണൽ എനർജി സോഴ്സസ്. ഇനി പാരമ്പര്യ ഊർജ സ്രോതസ്സുകളുടെ ഉപയോഗം നിയന്ത്രിച്ചില്ലെങ്കിൽ എന്ത് സംഭവിക്കും? ഭാവിയിൽ ഇത് തീർന്നു പോകും. അപ്പൊ എന്ത് പറ്റും? അതായത് പുതിയ തലമുറയ്ക്ക് ഉപയോഗിക്കാനായിട്ട് സാധിക്കില്ല. പുനഃസ്ഥാപിക്കാൻ കഴിയാത്ത ഊർജ സ്രോതസ്സുകൾക്ക് ഉദാഹരണമാണ് ഏതെല്ലാം? കൽക്കരി, പെട്രോളിയം, പ്രകൃതിവാതകം. ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്ന ഫോസിൽ ഇന്ധനമാണ് ഏത്? പെട്രോളിയം. പെട്രോളിയം ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്നത് പെട്രോൾ, ഡീസൽ, മണ്ണെണ്ണ, ടാർ, LPG എന്നിവ ഉൽപ്പാദിപ്പിക്കാനാണ്. ഡീസൽ, പെട്രോൾ, മണ്ണെണ്ണ എന്നിവ പെട്രോളിയത്തിൽ നിന്നും വേർതിരിച്ചെടുക്കുന്ന പ്രക്രിയയാണ് നമ്മൾ ആംശിക ശേഖരണം എന്ന് പറയുന്നത്. എന്താണ്? ഡീസൽ, പെട്രോൾ, മണ്ണെണ്ണ എന്നിവ പെട്രോളിയത്തിൽ നിന്ന് വേർതിരിച്ചെടുക്കുന്ന പ്രക്രിയയെ നമുക്ക് എന്തെന്ന് വിളിക്കാം? ആംശിക സ്വേദനം എന്ന് വിളിക്കാം. കീടനാശിനികൾ, പ്ലാസ്റ്റിക്, ഔഷധങ്ങൾ എന്നിവയുടെ നിർമ്മാണത്തിനും എന്തുപയോഗിക്കുന്നുണ്ട്? പെട്രോളിയം ഉപയോഗിക്കുന്നുണ്ട്. അങ്ങനെയെങ്കിൽ പാരമ്പര്യേതര ഊർജ സ്രോതസ്സുകൾ നോൺ കൺവെൻഷണൽ എനർജി സോഴ്സസ് എന്തായിരിക്കും? ഒരു നോൺ കൺവെൻഷണൽ എനർജി സോഴ്സിന് ഉദാഹരണമാണ് സൗരോർജം. എത്ര ഉപയോഗിച്ചാലും എന്ത് സംഭവിക്കില്ല? തീർന്നു പോകില്ല. അപ്പൊ പുനഃസ്ഥാപിക്കാൻ കഴിയുന്ന ഊർജ സ്രോതസ്സുകളെ നമുക്ക് എന്തെന്ന് പറയാം? പാരമ്പര്യേതര ഊർജ സ്രോതസ്സുകൾ എന്ന് വിളിക്കാം. അതിന് ഉദാഹരണമാണ് ഏതൊക്കെ? സൗരോർജം, കാറ്റ്, തിരമാല. ഈ 2 ക്വസ്റ്റ്യനും പാരമ്പര്യേതര ഊർജ സ്രോതസ്സുകൾ എന്താണെന്നും അതുപോലെ തന്നെ പാരമ്പര്യ ഊർജ സ്രോതസ്സുകൾ എന്താണെന്നും പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. ഇനി അടുത്ത് നമ്മൾ പഠിക്കാൻ പോകുന്നത് സൗരോർജത്തെ കുറിച്ചിട്ടാണ്. എന്താണ് സോളാർ എനർജി? സൂര്യപ്രകാശത്തിൽ നിന്നും വൈദ്യുതി ഉണ്ടാക്കുന്ന ഇലക്ട്രോണിക് ഉപകരണമാണ് സോളാർ സെൽ അഥവാ ഫോട്ടോവോൾട്ടൈക് സെൽ. സൗരോർജ സെല്ലുകളുടെ ശേഖരമാണ് എന്ത്? സോളാർ പാനൽ. സോളാർ പാനൽ കണ്ടുപിടിച്ചത് അമേരിക്കൻ ശാസ്ത്രജ്ഞനായ ബ്രാഡ് പിറ്റലാണ്. അപ്പൊ സോളാർ പാനൽ കണ്ടുപിടിച്ചത് ആരാണ്? അമേരിക്കൻ ശാസ്ത്രജ്ഞനായ ബ്രാഡ് പിറ്റലാണ്. ഈ സൗരോർജ സെല്ലുകളുടെ ഒരു ശേഖരമാണ് എന്തെന്ന് പറയുന്നത്? സോളാർ പാനൽ എന്ന് പറയുന്നത്. ഇനി അത് എങ്ങനെയാണ് ആ സോളാർ പാനൽ നിർമ്മിച്ചിരിക്കുന്നത്? സിലിക്കൺ കൊണ്ട് നിർമ്മിച്ച ഒരു അർദ്ധചാലകമാണ് സോളാർ പാനൽ. സോളാർ പാനലിന്റെ പ്രവർത്തനം എങ്ങനെയാണ്? ഈ സിലിക്കൺ പാളികളിൽ പതിക്കുന്ന സൂര്യപ്രകാശം അതിലുള്ള ആറ്റങ്ങളെ ഉദ്ദീപിപ്പിക്കുകയും ഇലക്ട്രോണുകളുടെ പ്രവാഹത്തിന് കാരണമാവുകയും ചെയ്യുന്നു. ഇത്തരം പ്രവാഹമാണ് വൈദ്യുതോർജ്ജമായിട്ട് മാറുന്നത്. എന്താണ് സോളാർ പാനലിൽ നടക്കുന്നത്? സോളാർ പാനൽ എന്തുകൊണ്ടാണ് നിർമ്മിച്ചിരിക്കുന്നത്? സിലിക്കൺ കൊണ്ടാണ് നിർമ്മിച്ചിരിക്കുന്നത്. ഈ സിലിക്കൺ പാളികളിൽ പതിക്കുന്ന സൂര്യപ്രകാശം അതിലുള്ള ആറ്റങ്ങളെ ഉദ്ദീപിപ്പിക്കുകയും ഇലക്ട്രോണുകളുടെ പ്രവാഹത്തിന് കാരണമാവുകയും ചെയ്യുന്നു. ഇത്തരം പ്രവാഹമാണ് എന്ത്? വൈദ്യുതോർജ്ജമായിട്ട് മാറുന്നത്. നോക്കിക്കേ, ഈ ഒരു ചിത്രം ബഹിരാകാശ നിലയത്തിന്റെ സൗരോർജ പാനലിന്റെ ചിത്രമാണ് ഈ കാണിച്ചിരിക്കുന്നത്. അതുപോലെ തന്നെ സോളാർ തെരുവ് വിളക്ക്, സോളാർ ഹീറ്റർ, സോളാർ കുക്കർ, സോളാർ കാൽക്കുലേറ്റർ. ഓക്കെ. ഇനി അടുത്തത് കാറ്റിൽ നിന്നും ഊർജം. നമുക്ക് കാറ്റിൽ നിന്നും ഊർജം കിട്ടും. കാറ്റിൽ നിന്നും ഊർജം കിട്ടുന്നത് എന്ത് വഴിയാണ്? കാറ്റാടി യന്ത്രങ്ങൾ ചലിപ്പിക്കുന്നതിലൂടെയാണ്. വലിയ കാറ്റാടി യന്ത്രങ്ങൾ ചലിപ്പിക്കുന്നതിലൂടെയാണ് കാറ്റിൽ നിന്ന് നമുക്ക് ഊർജോൽപാദനം നടക്കുന്നത്. കാറ്റിന്റെ ശക്തി കൊണ്ട് കാറ്റാടിക്ക് എന്ത് സംഭവിക്കുന്നു? കാറ്റാടി കറങ്ങുന്നു. കാറ്റാടിയുടെ കറക്കം ജനറേറ്റർ പ്രവർത്തിപ്പിക്കുന്നു. അങ്ങനെ നമുക്ക് എന്തുണ്ടാക്കാൻ സാധിക്കുന്നു? വൈദ്യുതി ഉണ്ടാക്കാനായിട്ട് സാധിക്കുന്നു. ഈ ഒരു ചിത്രം നോക്കിക്കേ, ഇതൊരു കാറ്റാടി പാടത്തിന്റെ ചിത്രമാണ്. ഇനി കൽക്കരി, പെട്രോളിയം എന്നിങ്ങനെ പുനഃസ്ഥാപിക്കാൻ കഴിയാത്ത ഊർജ സ്രോതസ്സുകളുടെ ഉപയോഗം കുറയ്ക്കണം. എന്തിനാ ഊർജ സ്രോതസ്സുകളുടെ ഉപയോഗം കുറയ്ക്കേണ്ട ആവശ്യം എന്താണ്? ഭാവിയിലേക്ക് നമ്മുടെ ഭാവി തലമുറകൾക്ക് ഉപയോഗിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഈ പെട്രോളിയത്തിൻ്റെയും കൽക്കരിയുടെ ഒക്കെ യൂസ് കുറയ്ക്കണം.
അതുപോലെ തന്നെ പാരമ്പര്യേതര ഊർജ്ജ സ്രോതസ്സുകളെ പരമാവധി പ്രയോജനപ്പെടുത്താൻ നമ്മൾ ശ്രമിക്കണം. ഫിലമെന്റ് ബൾബ് പ്രവർത്തിക്കുന്നതിന് കൂടുതൽ വൈദ്യുതി ആവശ്യമാണ്. അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യണം? CFL പോലത്തുള്ള ലാമ്പുകളെല്ലാം ഉപയോഗിക്കാനായിട്ട് ശ്രമിക്കണം. ആ CFL ലാമ്പ് ഉപയോഗിക്കുമ്പോൾ നമുക്ക് എന്താണ്, അതിന് കുറച്ച് വൈദ്യുതി മതി. അതുപോലെ തന്നെ വീടുകളിൽ ഇന്ധനക്ഷമതയുള്ള അടുപ്പുകൾ ഉപയോഗിക്കണം. നമ്മൾ നേരത്തെ പറഞ്ഞല്ലോ, മെച്ചപ്പെട്ട അടുപ്പുകൾ ഉപയോഗിക്കാനായിട്ട് ശ്രമിക്കണം. ബയോഗ്യാസ് എന്നിവ ഉപയോഗിക്കാനായിട്ട് ശ്രമിക്കണം. അപ്പോൾ നോക്കിയൊക്കെ, ഇന്ധനക്ഷമതയുള്ള അടുപ്പിന്റെ പിക്ചറാണ് ഈ കാണിച്ചിരിക്കുന്നത്, പുകയില്ലാത്ത അടുപ്പ് കേട്ടോ. ഇനി ബയോഗ്യാസ് പ്ലാന്റിന്റെ ചിത്രമാണ് ഈ കാണിച്ചിരിക്കുന്നത്. അപ്പോൾ ഇത്രയാണ് നമ്മുടെ ഇന്നത്തെ ക്ലാസ്സിലുള്ളത്. അപ്പോൾ ഈ ക്ലാസ്സിൽ നിന്നുള്ളത്, അതായത് നമ്മുടെ ഈ ഒരു ലെസണിൽ നിന്ന് എന്തൊക്കെ കാര്യങ്ങൾ പഠിച്ചു എന്നുള്ളതിനുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ്, ഈ പാഠഭാഗത്തിലെ കുറച്ച് ക്വസ്റ്റ്യൻസ് ആണ് ഇനി അടുത്തത്. അപ്പോൾ നമുക്കതൊന്ന് കേട്ട് നോക്കാം. അപ്പോൾ പെട്ടെന്ന് നമുക്ക് ആൻസർ ചെയ്യാൻ പറ്റുന്നുണ്ടോ എന്നൊന്ന് നോക്കാം. ആദ്യത്തെ ക്വസ്റ്റ്യൻ, കത്തുമ്പോൾ താപം പുറത്തുവിടാൻ കഴിയുന്ന വസ്തുക്കളെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? എന്താണ് പറയാ? ഇന്ധനങ്ങൾ എന്ന് പറയുന്നത്. LPG, CNG, ഹൈഡ്രജൻ എന്നിവ ഏത് വിഭാഗത്തിൽപ്പെട്ട ഇന്ധനങ്ങളാണ്? ഏത് വിഭാഗത്തിൽപ്പെട്ടതാണ്? വാതക ഇന്ധനങ്ങൾ. അടുത്ത ക്വസ്റ്റ്യൻ, വിമാനത്തിൽ ഉപയോഗിക്കുന്ന ഇന്ധനം ഏതാണ്? വിമാനത്തിൽ ഉപയോഗിക്കുന്ന ഇന്ധനം ഏവിയേഷൻ ഫ്യൂവൽ. അടുത്ത ക്വസ്റ്റ്യൻ, കത്താൻ സഹായിക്കുന്ന വാതകം ഏതാണ്? കത്താൻ സഹായിക്കുന്ന വാതകം ഓക്സിജൻ. അടുത്ത ക്വസ്റ്റ്യൻ, ഇന്ധനം ജ്വലിക്കാൻ വേണ്ട അത്യാവശ്യ അനുകൂലനം ഏതാണ്? ഏതാണ് അത്യാവശ്യമായിട്ടുള്ളത്? കത്തണമെങ്കിൽ വായു ആവശ്യമാണ്. അടുത്ത ക്വസ്റ്റ്യൻ, വർഷങ്ങൾക്ക് മുമ്പ് പ്രകൃതി പ്രതിഭാസങ്ങൾ മൂലം മണ്ണിനടിയിൽ വളരെ ആഴത്തിൽ അകപ്പെട്ട ജൈവ അവശിഷ്ടങ്ങളിൽ നിന്നുണ്ടായ ഇന്ധന സ്രോതസ് ഏതാണ്? ഏതാണ്? പെട്രോളിയം. സസ്യങ്ങളുടെ അവശിഷ്ടങ്ങളിൽ നിന്നുണ്ടായ ഇന്ധനമാണ് ഏത്? കൽക്കരി. കൽക്കരി, പെട്രോളിയം എന്നിവയെ പൊതുവെ വിളിക്കുന്ന പേര് എന്താണ്? ഫോസിൽ ഇന്ധനങ്ങൾ. ഉപയോഗിച്ച് തീർന്നാൽ പുനഃസ്ഥാപിക്കാൻ കഴിയാത്ത ഇന്ധനങ്ങളെ പൊതുവെ പറയുന്ന പേര് പാരമ്പര്യ ഇന്ധനങ്ങൾ. സൗരോർജം, കാറ്റ്, തിരമാല തുടങ്ങിയ ഒരിക്കലും തീരാത്ത ഊർജ സ്രോതസ്സുകളെ പൊതുവായി പറയുന്നത് ഏതാണ്? എന്താ പറയാ? പാരമ്പര്യേതര ഊർജ സ്രോതസ്സുകൾ. സോളാർ സെല്ലിൽ നടക്കുന്ന ഊർജ പരിവർത്തനം എന്താണ് സോളാർ സെല്ലിൽ നടക്കുന്നത്? സൗരോർജത്തെ വൈദ്യുതോർജമാക്കി മാറ്റുന്നു. ദേശീയ ഊർജ സംരക്ഷണ ദിനം എന്താണ്? ഓർത്തിരിക്കേണ്ടതാണ്. ദേശീയ ഊർജ സംരക്ഷണ ദിനം എന്താണ്? ഡിസംബർ 14. അപ്പം നമ്മൾ ആദ്യം പഠിക്കാൻ പോകുന്നത് നമ്മുടെ കണ്ണിനെ കുറിച്ചിട്ടാണ്. നമ്മുടെ കണ്ണിൻ്റെ പ്രത്യേകത എന്താണ്? നമുക്ക് മറ്റുള്ളത് കാണാൻ, നമ്മുടെ പ്രകൃതി കാണാൻ, അതുപോലെ തന്നെ എന്താ പറയുക, ഒബ്ജക്റ്റുകൾ കാണാൻ, അതിനൊക്കെ നമ്മളെ സഹായിക്കുന്നത് ആരാണ്? കണ്ണാണ്. അതായത് കാഴ്ച സാധ്യമാക്കുന്ന ഇന്ദ്രിയമാണ് ഏത്? കണ്ണ്. ഇനി മനുഷ്യൻ്റെ കണ്ണിനുള്ളിലെ ലെൻസ് ഏതാണെന്ന് വളരെ പ്രധാനപ്പെട്ടതാണ്. മനുഷ്യൻ്റെ കണ്ണിനുള്ളിലെ ലെൻസാണ് ബൈകോൺവെക്സ് ലെൻസ്. ഏതാണ്? ബൈകോൺവെക്സ് ലെൻസ്. അപ്പോൾ എങ്ങനെയായിരിക്കും നമുക്ക് കാണാനായിട്ട് സാധിക്കുക? അതായത് പ്രകാശം വസ്തുവിൽ തട്ടി പ്രതിഫലിച്ച് നമ്മുടെ കണ്ണിലെ ലെൻസിലൂടെ കടന്ന് എവിടെ എത്തിക്കുന്നു? റെറ്റിനയിൽ എത്തിക്കുമ്പോഴാണ്, അല്ലെങ്കിൽ റെറ്റിനയിൽ പതിക്കുമ്പോഴാണ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുന്നത്? കാണാനായിട്ട് സാധിക്കുന്നത്. എന്താണ്? പ്രകാശം ആ വസ്തുവിൽ, ഏത് വസ്തുവിലാണോ ആ വസ്തുവിൽ തട്ടി പ്രതിഫലിച്ച് നമ്മുടെ കണ്ണിലെ ലെൻസിലൂടെ കടന്ന് റെറ്റിനയിൽ പതിക്കുമ്പോഴാണ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുന്നത്? കാണാനായിട്ട് സാധിക്കുന്നത്. ഇനി ഈ വസ്തുവിൽ നിന്നുള്ള പ്രകാശത്തെ റെറ്റിനയിൽ കേന്ദ്രീകരിപ്പിക്കുന്നത് ആരാണ്? കേന്ദ്രീകരിപ്പിക്കുന്നത് ലെൻസാണ്. അപ്പോൾ കണ്ണിനുള്ളിലെ, മനുഷ്യൻ്റെ കണ്ണിനുള്ളിലെ ലെൻസ് ഏതാണ്? ബൈകോൺവെക്സ് ലെൻസാണ്. ഈ ലെൻസാണ് പ്രകാശത്തെ റെറ്റിനയുടെ ഉള്ളിൽ കേന്ദ്രീകരിക്കുന്നത്. ഇനി റെറ്റിനയിൽ എങ്ങനത്തെ രൂപമായിരിക്കും, അല്ലെങ്കിൽ എങ്ങനെയായിരിക്കും നമ്മൾ കാണപ്പെടുക? റെറ്റിനയിൽ ചെറുതും അതുപോലെ തന്നെ തല കീഴായതുമായ പ്രതിബിംബമാണ് രൂപപ്പെടുന്നത്. എങ്ങനെയാണ് റെറ്റിനയിൽ കാണപ്പെടുന്നത്? ചെറുതും തല കീഴായതുമായ പ്രതിബിംബമാണ് രൂപപ്പെടുന്നത്. അങ്ങനെ കാണുന്ന സമയത്ത് എന്ത് സംഭവിക്കും? സന്ദേശങ്ങൾ കണ്ണിൽ നിന്നും എവിടേക്ക് പോകുന്നു? നമ്മുടെ തലച്ചോറിലേക്ക് പോകുന്നു. ഏതിലൂടെയാണ് തലച്ചോറിലേക്ക് പോകുന്നത്? നേത്ര നാഡിയിലൂടെയാണ്. തലച്ചോറ് അതിനെ എന്താക്കും? തലച്ചോർ വസ്തുവിന് യാഥാർത്ഥവും അതുപോലെ തന്നെ നിവർന്നതുമായ കാഴ്ച നമുക്ക് സാധ്യമാക്കുന്നു.
പ്രകാശം ഒരു വസ്തുവിൽ തട്ടി നമ്മുടെ ലെൻസിലൂടെ കടന്ന്, കണ്ണിൻ്റെ ലെൻസിലൂടെ കടന്ന് നമ്മുടെ റെറ്റിനയിൽ എത്തുമ്പോൾ നമ്മൾ എങ്ങനെയായിരിക്കും കാണുക? അത് ചെറുതും തല കീഴായതുമായ ഒരു പ്രതിബിംബത്തെയാണ് റെറ്റിനയിൽ രൂപപ്പെടുക. ഇനി അവിടെ നിന്ന് അപ്പം തന്നെ നാഡിയിലൂടെ തലച്ചോറിലേക്ക് എത്തും സന്ദേശങ്ങൾ. അപ്പോൾ തലച്ചോറ് എന്ത് ചെയ്യും? വസ്തുവിൻ്റെ യഥാർത്ഥവും അതുപോലെ തന്നെ നിവർന്നതുമായ കാഴ്ച നമുക്ക് സാധ്യമാക്കി തരുന്നു. അപ്പോൾ നോക്കിക്കേ, കണ്ണിൻ്റെ ഒരു പിക്ചറാണ് ഈ കാണിച്ചിരിക്കുന്നത്. അവിടെ റോസാപ്പൂവുണ്ട്. ആ പിക്ചറിൽ, അതായത് ആ വസ്തുവിൽ പ്രകാശം തട്ടി കണ്ണിലെ ലെൻസിലൂടെ കടന്നു വരുന്നതാണ് കാണിച്ചിരിക്കുന്നത്. കണ്ടോ? കണ്ണിൻ്റെ ലെൻസിലൂടെ വന്നിട്ട് റെറ്റിന കാണിച്ചിട്ടുണ്ടല്ലോ അവിടെ. റെറ്റിനയിൽ തട്ടി പ്രതിഫലിക്കും. അപ്പോൾ എങ്ങോട്ടേക്ക് അവിടെ റെറ്റിനയിൽ ഫോം ചെയ്യുന്നത് എന്താണ്? പ്രതിബിംബമാണ്. ഇനി നേത്രനാഡിയിലൂടെ ആ സന്ദേശം എവിടെ എത്തുന്നു? തലച്ചോറിലെത്തുന്നു. തലച്ചോറിലെത്തുമ്പോൾ അപ്പോൾ തന്നെ നമുക്ക് എന്താണ്? ആ വസ്തുവിൻ്റെ നിവർന്നതും അതുപോലെ തന്നെ യഥാർത്ഥവുമായ എന്ത് കാണിച്ചു തരുന്നു? യഥാർത്ഥവുമായ കാഴ്ച നമുക്ക് സാധ്യമാക്കി തരുന്നു. ഇനി അടുത്ത് നമ്മൾ പഠിക്കാൻ പോകുന്നത് എന്താണ് ദ്വിനേത്ര ദർശനം അഥവാ ബൈനോക്കുലർ വിഷൻ. രണ്ട് കണ്ണും ഒരേ സമയം ഒരേ ബിന്ദുവിൽ കേന്ദ്രീകരിച്ച് കാണാൻ കഴിയുന്നതിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? ദ്വിനേത്ര ദർശനം എന്ന് പറയുന്നത്. രണ്ട് കണ്ണും ഒരേ സമയം ഒരേ ബിന്ദുവിൽ കേന്ദ്രീകരിച്ച് കാണാൻ കഴിയുന്നതിനെയാണ് ദ്വിനേത്ര ദർശനം എന്ന് പറയുന്നത്. വസ്തുക്കളുടെ അകലം, സ്ഥാനം എന്നിവ നമുക്ക് കൃത്യമായി തിരിച്ചറിയാൻ സാധിക്കുന്നത് ഈ ദ്വിനേത്ര ദർശനം മൂലമാണ്. ഒരു വസ്തുവിൻ്റെ അകലം അതുപോലെ സ്ഥാനം എന്നിവ നമുക്ക് കൃത്യമായിട്ട് തിരിച്ചറിയാൻ നമ്മളെ സഹായിക്കുന്നത് ആരാണ്? ബൈനോക്കുലർ വിഷൻ അഥവാ ദ്വിനേത്ര ദർശനമാണ്. അടുത്തത് നമ്മൾ പഠിക്കുന്നത് അന്ധരെ സഹായിക്കാൻ, അതായത് കണ്ണ് കാണാൻ പാടില്ലാത്തവരെ സഹായിക്കാനായിട്ട് ഉപയോഗിക്കുന്ന സംവിധാനങ്ങൾ. അന്ധരുപയോഗിക്കുന്ന സംവിധാനങ്ങൾ ഏതൊക്കെയാണ്? വൈറ്റ് കെയിൻ, ബ്രെയിൻ ലിപി, ടാക്റ്റൈൽ വാച്ച്, ടോക്കിംഗ് വാച്ച്. 4 സംവിധാനങ്ങളാണ് ബ്ലൈൻഡ് ആയിട്ടുള്ളവരെ സഹായിക്കാനുള്ളത്. ഏതൊക്കെയാണ്? വൈറ്റ് കെയിൻ, ബ്രെയിൻ ലിപി, ടാക്റ്റൈൽ വാച്ച്, ടോക്കിംഗ് വാച്ച്. ആദ്യം നമുക്ക് എന്താണ് വൈറ്റ് കെയിൻ നോക്കാം. എന്താണ് വൈറ്റ് കെയിൻ? അന്ധരായ ആളുകൾ സുരക്ഷിതമായി സഞ്ചരിക്കാൻ ഉപയോഗിക്കുന്ന ഒരു വെളുത്ത വടിനെയാണ് നമ്മൾ എന്തെന്ന് പറയാ? വൈറ്റ് കെയിൻ എന്ന് പറയുന്നത്. ഈ വൈറ്റ് കെയിൻ വളരെ ഭാരം കുറഞ്ഞതും പൊള്ളയായ ഒരു അലൂമിനിയം ദണ്ട് കൊണ്ട് നിർമ്മിച്ചതുമാണ്. വടിയുടെ അടിയിൽ ഘടിപ്പിച്ചിട്ടുള്ള ലോഹഭാഗം വസ്തുക്കളിൽ തട്ടിയുണ്ടാകുന്ന ശബ്ദത്തിൽ നിന്നും വഴിയിലെ തടസ്സം തിരിച്ചറിയാനായിട്ട് സാധിക്കുന്നു. അതായത് അന്ധരായ ആളുകൾ സുരക്ഷിതമായിട്ട് സഞ്ചരിക്കാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന ഒരു വടിയാണ്, വൈറ്റ് കളറിലുള്ള ഒരു വടിയാണ് വൈറ്റ് കെയിൻ. ഒട്ടും തന്നെ ഭാരമില്ല, പൊള്ളയായ ഒരു വസ്തുവാണ്. ഇത് നിർമ്മിച്ചിരിക്കുന്നത് അലൂമിനിയം ദണ്ടുകൊണ്ടാണ്. ഇനി ഈ വടിയുടെ അടിഭാഗത്ത് ഒരു ലോഹ ഭാഗം ഘടിപ്പിച്ചിട്ടുണ്ട്. അപ്പോൾ അത് വസ്തുവിൽ തട്ടുമ്പോൾ എന്ത് സംഭവിക്കും? അങ്ങനെ ആ വസ്തുവിൽ തട്ടി ഉണ്ടാകുന്ന ശബ്ദത്തിൽ നിന്നും വഴിയിലെ തടസ്സം തിരിച്ചറിയാനായിട്ട് സാധിക്കുന്നു. ഓക്കെ, അപ്പോൾ വൈറ്റ് കെയിൻ്റെ ചിത്രമാണ് ഈ കാണിച്ചിരിക്കുന്നത്. ഇനി അടുത്തത് ബ്രെയിൻ ലിപി. എന്താണ് ബ്രെയിൻ ലിപി? അന്ധരായ ആളുകൾക്ക് എഴുതാനും വായിക്കാനും ഉപയോഗിക്കുന്ന ലിപിയുടെ പേരാണ് ബ്രെയിൻ ലിപി. ലൂയിസ് ബ്രെയിനാണ് ബ്രെയിൻ ലിപി വികസിപ്പിച്ചെടുത്തത്. ആരാണ് ബ്രെയിൻ ലിപി വികസിപ്പിച്ചെടുത്തത്? ലൂയിസ് ബ്രെയിൻ. കട്ടിയുള്ള കടലാസിൽ തൊട്ടറിയാൻ കഴിയും വിധം ഉയർന്നു നിൽക്കുന്ന കുത്തുകൾ വഴിയാണ് അക്ഷരങ്ങൾ രേഖപ്പെടുത്തിയിരിക്കുന്നത്. എല്ലാ കൂട്ടുകാർക്കും അറിയാവുന്നതായിരിക്കും അല്ലേ ബ്രെയിൻ ലിപിനെ കുറിച്ചിട്ട്. ബ്രെയിൻ ലിപിയിൽ ഒരു കട്ടിയുള്ള കടലാസാണ്. അത് തൊട്ടറിയാൻ കഴിയുന്ന വിധം ഉയർന്നു നിൽക്കുന്ന കുത്തുകൾ വഴിയാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്? അക്ഷരങ്ങൾ രേഖപ്പെടുത്തിയിരിക്കുന്നത്. അപ്പോൾ ഈ കാണിച്ചിരിക്കുന്നതാണ് ബ്രെയിൻ ലിപിയുടെ പടം. ഓക്കെ, ഇനി അടുത്ത് നമ്മൾ പഠിക്കാൻ പോകുന്നത് ടാക്റ്റൈൽ വാച്ച്. എന്താണ് ടാക്റ്റൈൽ വാച്ച്? വാച്ചിലെ സൂചികളിലെ സ്ഥാനം തൊട്ടറിഞ്ഞ് മനസ്സിലാക്കാൻ സാധിക്കുന്നു. ഇതാണ് ടാക്റ്റൈൽ വാച്ചിൻ്റെ പ്രത്യേകത. ഇനി അങ്ങനെയെങ്കിൽ ടോക്കിംഗ് വാച്ച് എന്തായിരിക്കും? ഇരുവശമുള്ള ബട്ടൺ അമർത്തുമ്പോൾ വാച്ചിൽ നിന്നും സമയം അറിയിച്ചു കൊണ്ടുള്ള ശബ്ദം കേൾക്കാനായിട്ട് സാധിക്കും. അതാണ് ടോക്കിംഗ് വാച്ച്. എന്താണ് എംബോർഡ്സ് മാപ്പ്? എംബോർഡ്സ് മാപ്പിന്റെ പ്രത്യേകത എന്താണ്? സ്പർശിച്ചറിയാൻ കഴിയുന്ന ഭൂപടങ്ങളെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? എംബോർഡ്സ് മാപ്പ് എന്ന് പറയുന്നത്. ഇമ്പോർട്ടൻ്റ് ആണ്. സ്പർശിച്ചറിയാൻ കഴിയുന്ന ഭൂപടങ്ങൾ ഏതാണ്? എംബോർഡ്സ് മാപ്പ്.
അടുത്തത് കാഴ്ചശക്തി അറിയാൻ അക്ഷരങ്ങളോ അക്കങ്ങളോ ചിഹ്നങ്ങളോ വ്യത്യസ്ത വലിപ്പത്തിൽ എഴുതി വരിക്കായി രേഖപ്പെടുത്തുന്ന സംവിധാനമാണ് ഏത്? സ്നെല്ലൻ ചാർട്ട്. ഏതാണ് സ്നെല്ലൻ ചാർട്ട്? കാഴ്ചശക്തി അറിയാനായിട്ട് അക്ഷരങ്ങളോ അല്ലെങ്കിൽ അക്കങ്ങളോ ചിഹ്നങ്ങളോ വ്യത്യസ്ത വലിപ്പത്തിൽ എഴുതി വെച്ച് രേഖപ്പെടുത്തിയിരിക്കുന്ന സംവിധാനമാണ് ഏത്? സ്നെല്ലൻ ചാർട്ട്. അപ്പോൾ അത് ഈ കാണിച്ചിരിക്കുന്നതാണ് സ്നെല്ലൻ ചാർട്ടിന്റെ പിക്ചർ. ഇനി അടുത്ത് നമ്മൾ പഠിക്കാൻ പോകുന്നത് മരയോന്തിനെ കുറിച്ചിട്ടാണ്. മരയോന്ത് എന്താണ്? മരയോന്തിന്റെ പ്രത്യേകത കണ്ണുകളെ 2 വ്യത്യസ്ത ദിശകളിലേക്ക് ചലിപ്പിച്ച് വ്യത്യസ്ത കാഴ്ചകൾ ഒരേ സമയം കാണാനായിട്ട് ആർക്ക് സാധിക്കുന്നുണ്ട്? മരയോന്തിന് സാധിക്കുന്നുണ്ട്. ഇനി അതുപോലെ തന്നെ മൂങ്ങയുടെ പ്രത്യേകത എന്തായിരിക്കും? മൂങ്ങയ്ക്ക് തലയുടെ നേരെ മുൻഭാഗത്തായി വലിയ 2 കണ്ണുകളാണ് ഉള്ളത്. മൂങ്ങയ്ക്ക് തല പിറകിലോട്ട് തിരിച്ച് പിറകിലെ കാഴ്ചകൾ കാണാനായിട്ടും സാധിക്കും. അപ്പം മരയോന്തിന്റെ പ്രത്യേകത എന്തായിരുന്നു? മരയോന്തിന് 2 വ്യത്യസ്ത ദിശകളിലേക്ക് ചലിപ്പിച്ച് വ്യത്യസ്ത കാഴ്ചകൾ ഒരേ സമയം കാണാൻ സാധിക്കും. മൂങ്ങയ്ക്കോ തല പുറകിലോട്ട് തിരിച്ച് പുറകിലുള്ള വസ്തുക്കളുടെ അല്ലെങ്കിൽ പുറകിലുള്ള കാഴ്ചകൾ കാണാനായിട്ട് സാധിക്കും. ഇനി പൂച്ചയുടെ പ്രത്യേകത പഠിക്കാം. പൂച്ചയുടെ കണ്ണിലെ കൃഷ്ണമണി പകൽ വെളിച്ചത്തിൽ ചുരുങ്ങിയും രാത്രിയിൽ പരമാവധി വികസിച്ചുമാണ് കാണപ്പെടുന്നത്. നേരിയ പ്രകാശത്തെ പോലും ഉപയോഗപ്പെടുത്താനുള്ള കഴിവ് ആർക്കുണ്ട്? പൂച്ചയ്ക്കുണ്ട്. അതിനാൽ മങ്ങിയ പ്രകാശത്തിലും ഇവയ്ക്ക് കാണാനായിട്ട് സാധിക്കും. എന്താണ്? പൂച്ചയ്ക്ക് മങ്ങിയ പ്രകാശത്തിൽ കാണാനായിട്ട് സാധിക്കും. ഇവർക്ക് ചെറിയ പ്രകാശത്തെ പോലും ഉപയോഗിച്ച് വസ്തുക്കളെ കാണാനായിട്ട് സാധിക്കും. അപ്പം നമ്മൾ കണ്ണിനെ കുറിച്ചിട്ടാണ് ഇത്രയും നേരം പഠിച്ചത്. ഇനി നമ്മൾ അടുത്ത് പഠിക്കാൻ പോകുന്നത് ചെവിയെ കുറിച്ചിട്ടാണ്. കേൾക്കാനായിട്ട് കേൾവിക്ക് സഹായിക്കുന്ന ശരീരഭാഗം ഏതാണ്? നമ്മുടെ ചെവിയാണല്ലേ. ശബ്ദം ചെവിക്കുള്ളിലെ പല ഭാഗങ്ങളിലൂടെ കടന്നുപോയി തലച്ചോറിലെത്തുമ്പോഴാണ് നമ്മൾ എന്തറിയുന്നത്? ശബ്ദം തിരിച്ചറിയുന്നത്. ചെവിയുടെ 3 ഭാഗങ്ങളാണ് ഏത്? ബാഹ്യകർണം, മധ്യകർണം, ആന്തരകർണം. ഏതൊക്കെയാണ് പ്രധാന ഭാഗങ്ങൾ? ബാഹ്യകർണം, മധ്യകർണം, ആന്തരകർണം. ഇനി ബാഹ്യകർണമില്ലെങ്കിലും ആന്തരകർണം ഉപയോഗിച്ച് തറയിലുണ്ടാകുന്ന നേരിയ ചലനങ്ങൾ പോലും നമുക്ക് തിരിച്ചറിയാനായിട്ട് സാധിക്കുന്നു. അടുത്ത നമ്മുടെ ഇന്ദ്രിയമാണ് മൂക്ക്. മൂക്കിന്റെ പ്രത്യേകത എന്താണ്? നമുക്ക് ഗന്ധം അറിയാനുള്ള മണം അറിയാനുള്ള ഇന്ദ്രിയമാണ് ഏത്? മൂക്ക്. ഗന്ധം തിരിച്ചറിയാനായിട്ട് സഹായിക്കുന്നത് മൂക്കിനുള്ളിലെ ഗന്ധഗ്രാഹികളാണ്. ഏതാണ്? മൂക്കിനുള്ളിലെ ഗന്ധഗ്രാഹികളാണ്. കടലിൽ വളരെ അകലം രക്തം വീണാൽ പോലും മണത്തറിയാൻ സ്രാവുകൾക്ക് സാധിക്കുന്നത് എന്തുകൊണ്ടാണ്? അവരുടെ മൂക്കിന്റെ പ്രത്യേകതയായിരിക്കും അല്ലേ. അതുപോലെ തന്നെ മണത്തറിയാനുള്ള കഴിവ് ഏറെയുള്ള ഒരു ജീവിയാണ് നായ. പാമ്പുകൾ എന്തിനായിരിക്കും അപ്പൊ ഇടയ്ക്കിടയ്ക്ക് നാവ് പുറത്തിടുന്നത്? ഗന്ധം അറിയാൻ വേണ്ടിയിട്ടാണ് പാമ്പുകൾ ഇടയ്ക്കിടയ്ക്ക് നാവ് പുറത്തേക്കിടുന്നത്. ഇനി നമുക്കിനി അപ്പം അടുത്തത് നാവിനെ കുറിച്ച് പഠിച്ചാലോ? രുചി അറിയാനായിട്ട് സഹായിക്കുന്ന ഇന്ദ്രിയമാണ് ഏത്? നാവ് അഥവാ ടങ്ക്. ഭക്ഷണം ഉമിനീരിൽ അലിഞ്ഞ് നാക്കിലുള്ള മുകുളങ്ങളെ ഉത്തേജിപ്പിക്കുന്നു. ഉത്തേജനം സന്ദേശങ്ങളായി നാഡികളിലൂടെ എവിടെ എത്തും? നമ്മുടെ തലച്ചോറിലെത്തുമ്പോഴാണ് നമ്മൾ എന്തറിയുന്നത്? രുചി അറിയുന്നത്. മധുരം തിരിച്ചറിയുന്നതിന് നാവിൻ്റെ മുൻഭാഗത്തുള്ള മുകുളങ്ങൾ നമ്മളെ സഹായിക്കും. അപ്പം മധുരം തിരിച്ചറിയുന്നത് ഏതാണ്? നാവിൻ്റെ മുൻഭാഗത്തുള്ള മുകുളങ്ങളും. പുളിയും എരിവോ? നാവിൻ്റെ ഇരുവശങ്ങളിലും. കയ്പ് അറിയുന്നത് നാവിൻ്റെ ഉൾഭാഗത്തുമാണ്. അതൊന്ന് ശ്രദ്ധിച്ചിരിക്കുക. നമ്മുടെ നാവിൻ്റെ ഫ്രണ്ടിലുള്ളത് ഏതാണ്? മധുരം അറിയാനുള്ളതും 2 സൈഡിൽ പുളിയും എരിവും. നാവിൻ്റെ ഉൾഭാഗത്ത് ഏതായിരിക്കും? കയ്പ് അറിയാനുള്ളതായിരിക്കും. നാവിൻ്റെ പിക്ചർ നോക്കിക്കേ, കണ്ടോ? ഫ്രണ്ടിൽ മധുരം, സൈഡിൽ പുളി ഉപ്പും, ഏറ്റവും ബാക്കിലായിട്ട് കയ്പ് അറിയാനായിട്ട്. സൂക്ഷ്മ ജീവികൾ അഥവാ മൈക്രോ ഓർഗാനിസംസ്. എന്താണ് സൂക്ഷ്മജീവികൾ? വൈറസ്, ഫംഗസ്, ബാക്ടീരിയ ഇതെല്ലാമാണ് എന്ത്? സൂക്ഷ്മ ജീവികൾ. ഇനി എന്താണ് പകർച്ചവ്യാധികൾ? ഒരാളിൽ നിന്നും മറ്റൊരാളിലേക്ക് പകരുന്ന രോഗങ്ങളാണ്
പകർച്ചവ്യാധികളെന്ന് പറയുന്നത്. അതായത് എന്താണ്, ഒരു രോഗമുള്ള ഒരാളിൽ നിന്ന് ആ രോഗം മറ്റൊരാളിലേക്ക് എത്തുമ്പോഴാണ് രോഗം പകരുന്നു എന്ന് നമ്മൾ പറയുന്നത്. അതിന് കാരണക്കാർ ആരൊക്കെയാണ്? ഈ വൈറസും ഫംഗസും ബാക്ടീരിയയൊക്കെയാണ് കാരണക്കാർ. ഇനി ഏതൊക്കെയാണ് പകർച്ചവ്യാധികൾ എന്ന് നമ്മൾ പറയുന്നത്? ജലദോഷം, കോളറ, ചെങ്കണ്ണ്, ചിക്കൻ ഗുനിയ, മന്ത്, മഞ്ഞപ്പിത്തം, എലിപ്പനി, ഇതെല്ലാം എന്താണ്? പകർച്ചവ്യാധികളാണ്. എന്താണ് ഈ മൈക്രോബയോളജി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ? വൈറസും ഫംഗസ്, ബാക്ടീരിയ മുതലായ സൂക്ഷ്മജീവികളെ കുറിച്ചുള്ള പഠനമാണ് എന്തെന്ന് അറിയപ്പെടുന്നത്? മൈക്രോബയോളജി എന്ന് പറയുന്നത്. അങ്ങനെയെങ്കിൽ രോഗങ്ങളെ കുറിച്ചുള്ള പഠനം ഏതാണ്? പതോളജി. രോഗങ്ങളെ കുറിച്ചുള്ള പഠനത്തെ നമുക്ക് എന്ത് പറയാം? പതോളജി എന്ന് പറയാം. അപ്പൊ ഈ ചിത്രത്തിലേക്ക് നോക്കിക്കേ. ഇതിനകത്ത് ബാക്ടീരിയയുടെ പടം, അതുപോലെ തന്നെ വൈറസ്, ഫംഗസ് എന്നിവയുടെ ചിത്രങ്ങളാണ് കൊടുത്തിരിക്കുന്നത്. ഇനി അടുത്ത് നമ്മൾ പഠിക്കാൻ പോകുന്നത് വായുവിലൂടെ പകരുന്ന രോഗങ്ങൾ ഏതൊക്കെയായിരിക്കാം? വായുവിലൂടെ പകരുന്ന രോഗങ്ങൾ: ജലദോഷം, ചിക്കൻ ബോക്സ്, മീസിൽസ്, ക്ഷയം. ഈ രോഗങ്ങളെല്ലാം എന്തിലൂടെ പകരുന്നതാണ്? വായുവിലൂടെ പകരുന്നത്. ഏതൊക്കെയാണ്? ജലദോഷം, ചിക്കൻ ബോക്സ്, മീസിൽസ്, ക്ഷയം. ഇനി അടുത്തത് വെള്ളം, ആഹാരം എന്നിവയിലൂടെ പകരുന്ന രോഗങ്ങൾ ഏതൊക്കെയാണ്? വെള്ളത്തിലൂടെയും ആഹാരത്തിലൂടെയും പകരുന്നത്: എലിപ്പനി, ടൈഫോയിഡ്, കോളറ, മഞ്ഞപ്പിത്തം. വളരെ പ്രധാനപ്പെട്ടതാണ്. പല എക്സാമുകൾക്കും ചോദിക്കാറുള്ള ചോദ്യമാണ്. ഷുവർ ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. ഇനി ഈച്ച വഴി പകരുന്ന രോഗങ്ങൾ ഏതൊക്കെയാണ്? ഈച്ച വഴി പകരുന്നത്: കോളറ, വയറിളക്കം. കൊതുക് വഴിയോ? മന്ത്, മലമ്പനി, ഡെങ്കിപ്പനി, ചിക്കൻ ഗുനിയ. കൊതുക് വഴി ഏതൊക്കെയാണ്? മന്ത്, മലമ്പനി, ഡെങ്കിപ്പനി, ചിക്കൻ ഗുനിയ. ഇനി സമ്പർക്കം വഴി പകരുന്ന രോഗങ്ങൾ ഏതൊക്കെയാണ്? ചെങ്കണ്ണ്, കുഷ്ഠം. എന്താണ് ഡ്രൈ ഡേ ആചരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ? അതായത് കൊതുക് മുട്ടയിടാൻ സാധ്യതയുള്ള ചിരട്ട, കളിപ്പാട്ടങ്ങൾ, പ്ലാസ്റ്റിക് പാത്രങ്ങൾ, അതുപോലെ തന്നെ ചെടിച്ചട്ടി, ടെറസ് തുടങ്ങിയ സ്ഥലങ്ങളിൽ കെട്ടി നിൽക്കുന്ന ജലം ആഴ്ചയിൽ ഒരിക്കൽ ഒഴിവാക്കുന്നതിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? ഡ്രൈ ഡേ ആചരണം എന്ന് പറയുന്നത്. അതായത് കൊതുക് മുട്ടയിടാൻ സാധ്യതയുള്ള സ്ഥലങ്ങളിൽ, വെള്ളം കെട്ടി നിൽക്കുന്ന സ്ഥലങ്ങളിൽ വെള്ളം ഒഴിവാക്കുക, ആഴ്ചയിൽ ഒരിക്കൽ അത് ക്ലീൻ ആക്കി എടുക്കുക. അതിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? ഡ്രൈ ഡേ ആചരണം എന്ന് പറയുന്നത്. എന്തുകൊണ്ടാണ് ആഴ്ചയിൽ ഒരിക്കലെങ്കിലും, അതായത് ആഴ്ചയിൽ ഒരിക്കൽ വൃത്തിയാക്കണം, അല്ലെങ്കിൽ ആ കെട്ടി നിൽക്കുന്ന ജലത്തെ ഒഴിവാക്കണം എന്ന് പറയുന്നത് എന്തുകൊണ്ടാണ്? അല്ലെങ്കിൽ എന്തിനാണ് നമ്മൾ ഈ ഡ്രൈ ഡേ ആചരിക്കുന്നത്? അതായത് കൊതുക് മുട്ടയിട്ട് ആ മുട്ട വിരിയുന്നത് എത്ര ദിവസം കൊണ്ടാണ്? 8 ദിവസം കൊണ്ടാണ്. 8 ദിവസം കൊണ്ടാണ് കൊതുക് മുട്ടകൾ വിരിയുന്നത്. അതുകൊണ്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? ആഴ്ചയിൽ ഒരിക്കൽ ആ കെട്ടി നിൽക്കുന്ന ജലത്തെ നമ്മൾ ഒഴിവാക്കുന്നത്. അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ, അതായത് ആ മുട്ട വിരിയാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? ഡ്രൈ ഡേ ആചരണം നടത്തുന്നത്. ഇനി നമ്മൾ നേരത്തെ പറഞ്ഞു സൂക്ഷ്മ ജീവികൾ നമുക്ക് ദോഷം മാത്രമാണോ വരുത്തുക? സൂക്ഷ്മജീവികളാണ് രോഗം പരത്തുന്നതെന്ന് പറഞ്ഞു ഇല്ലേ? അപ്പൊ സൂക്ഷ്മജീവികൾ നമുക്ക് ദോഷം മാത്രമാണോ ചെയ്യുക? അല്ലല്ലോ. സൂക്ഷ്മാണുക്കൾ നമുക്ക് ഒരുപാട് കാര്യങ്ങൾ, പ്രയോജനപരമായ കാര്യങ്ങളും തരുന്നുണ്ട്. എന്തൊക്കെയാണ് അവർ സൂക്ഷ്മജീവികൾ തരുന്ന, അല്ലെങ്കിൽ സൂക്ഷ്മജീവികളെ കൊണ്ടുള്ള പ്രയോജനങ്ങൾ എന്തൊക്കെയാണ്? പാല് തയ്യാറാക്കാനായിട്ട് സഹായിക്കും, അരിമാവ് പുളിപ്പിക്കുന്നു, അന്തരീക്ഷ നൈട്രജനെ സസ്യങ്ങൾക്ക് ഉപയോഗിക്കാവുന്ന രീതിയിൽ ലവണങ്ങളാക്കി മാറ്റി മണ്ണിൽ ചേർക്കുന്നു, വിസർജ്യങ്ങൾ വിഘടിച്ച് മണ്ണിൽ ചേർക്കുന്നു. അതുപോലെ തന്നെ പാലുൽപ്പന്നങ്ങൾ, വിനാഗിരി, ചണം, പുകയില തുടങ്ങിയ വ്യവസായശാലകളിലും എന്തുപയോഗിക്കുന്നുണ്ട്? സൂക്ഷ്മാണുക്കളെ കൊണ്ട് പ്രയോജനമുണ്ട്. അതുപോലെ തന്നെ ചികിത്സാ രംഗത്തും ആരുപയോഗിക്കുന്നുണ്ട്? സൂക്ഷ്മാണുക്കളെ ഉപയോഗിക്കുന്നുണ്ട്. എന്താണ് നമ്മൾ പറഞ്ഞത്? സൂക്ഷ്മാണുക്കൾ കൊണ്ടുള്ള പ്രയോജനങ്ങൾ എന്തൊക്കെയാണ്? പാല് തൈരാക്കുന്നു, അരിമാവ് പുളിപ്പിക്കുന്നു, അന്തരീക്ഷ നൈട്രജനെ സസ്യങ്ങൾക്ക് ഉപയോഗിക്കാവുന്ന രീതിയിൽ ലവണങ്ങളാക്കി മണ്ണിൽ ചേർക്കുന്നു, വിസർജ്യങ്ങൾ വിഘടിപ്പിച്ച് മണ്ണിൽ ചേർക്കുന്നു, പിന്നെ പാലുൽപ്പന്നങ്ങൾ, വിനാഗിരി, ചണം, പുകയില തുടങ്ങിയ വ്യവസായങ്ങളിൽ ഉപയോഗിക്കുന്നു, ചികിത്സാ രംഗത്തും പ്രയോജനപ്പെടുത്തുന്നുണ്ട്. ഓക്കെ, ഇനി അടുത്തത് എന്താണ്? സൂപ്പർ ബഗിനെ കുറിച്ച് കേട്ടിട്ടുണ്ടോ? അതായത് കപ്പലുകളിൽ നിന്നുണ്ടാകുന്ന എണ്ണ ചോർച്ച മൂലം കടല് എന്താവുന്നു? മലിനമാകുന്നു. അങ്ങനെ മലിനമാകാതിരിക്കാൻ വേണ്ടിയിട്ട് എണ്ണ ഭക്ഷിക്കുന്ന സൂപ്പർ ബഗ് എന്ന ബാക്ടീരിയകളെ ഉപയോഗപ്പെടുത്തുന്നു.
അപ്പോൾ എണ്ണ ഭക്ഷിക്കുന്ന ഒരു ബാക്ടീരിയയാണ് ഏത്? സൂപ്പർ ബഗ്. വളരെ പ്രധാനപ്പെട്ടതാണ് സൂപ്പർ ബഗ് എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ്? എണ്ണ ഭക്ഷിക്കുന്ന ഒരു ബാക്ടീരിയയാണ് എന്ത്? സൂപ്പർ ബഗ്. നമ്മുടെ ഈ സൂപ്പർ ബഗിനെ ആരാണ് വികസിപ്പിച്ചെടുത്തത്? ആനന്ദ് മോഹൻ ചക്രവർത്തിയാണ്. അപ്പോൾ ഈ ആനന്ദ് മോഹൻ ചക്രവർത്തി എന്ന ഇന്ത്യൻ വംശജനായ ശാസ്ത്രജ്ഞനാണ് ജനിതക എഞ്ചിനീയറിങ്ങിലൂടെ ഈ ബാക്ടീരിയയെ വികസിപ്പിച്ചെടുത്തത്. ഇനി അടുത്ത് നമ്മൾ പഠിക്കാൻ പോകുന്നത് പ്രതിരോധ കുത്തിവയ്പ്പുകളെ കുറിച്ചിട്ടാണ്, അതായത് വാക്സിനേഷനെ കുറിച്ചിട്ട്. രോഗം വരുന്നതിന് മുമ്പ് തന്നെ രോഗത്തിനെതിരായ പ്രതിരോധശേഷി നൽകുന്ന ഔഷധങ്ങളാണ് എന്തെന്ന് പറയുന്നത്? പ്രതിരോധ കുത്തിവയ്പ്പുകൾ അഥവാ വാക്സിനേഷൻ എന്ന് പറയുന്നത്. ഇനി ആദ്യമായിട്ട് വാക്സിൻ വികസിപ്പിച്ചെടുത്തത് ആരാണ്? എഡ്വേർഡ് ജെന്നറാണ്. വളരെ പ്രധാനപ്പെട്ടതാണ്. ആദ്യമായിട്ട് വാക്സിൻ വികസിപ്പിച്ചെടുത്തത് ആരാണ്? എഡ്വേർഡ് ജെന്നറാണ്. ഏതിന് എതിരായിട്ടുള്ള വാക്സിനാണ് കണ്ടുപിടിച്ചത്? സ്മോൾ പോക്സ് അഥവാ വസൂരിക്ക് എതിരായിട്ടുള്ള വാക്സിനാണ് ആദ്യമായിട്ട് കണ്ടുപിടിച്ചത്. ആരാണ് കണ്ടുപിടിച്ചത്? എഡ്വേർഡ് ജെന്നർ. ഇനി എന്താണ് DPT വാക്സിൻ? DPT വാക്സിൻ എന്ന് പറഞ്ഞാൽ ഡിഫ്തീരിയ, ടെറ്റനസ്, വില്ലൻ ചുമ എന്നിവയ്ക്കെതിരെയുള്ള കുത്തിവയ്പ്പിനെയാണ് നമ്മൾ എന്ന് പറയുന്നത് DPT വാക്സിൻ എന്ന് പറയുന്നത്. ഇതിനെ ട്രിപ്പിൾ വാക്സിൻ എന്നും അറിയപ്പെടുന്നു. ഇനി നമുക്ക് കുറച്ച് പ്രതിരോധ കുത്തിവയ്പ്പുകളെ കുറിച്ചിട്ട് നോക്കാം. വിഷബാധയ്ക്കുള്ള പ്രതിരോധ കുത്തിവയ്പ്പാണ് ഏത്? റാബിസ്, ക്ഷയം BCG, അഞ്ചാമനി മീസിൽസ്, മഞ്ഞപ്പിത്തം ഹെപ്പറ്റൈറ്റിസ് A, ഡിഫ്തീരിയ, ടെറ്റനസ്. ഓക്കെ, അപ്പോൾ പ്രതിരോധ കുത്തിവയ്പ്പുകൾ ഏതൊക്കെയാണ് എന്ന് ഓർത്തിരിക്കുക, എക്സാമിന് ചോദിക്കാറുള്ളതാണ്. അതുപോലെ തന്നെ ആരാണ് ആദ്യം വാക്സിൻ കണ്ടുപിടിച്ചതെന്നുള്ളതും ഓർത്തിരിക്കുക കേട്ടോ. 9ാമത്തെ ലെസണാണ് ബഹിരാകാശം വിസ്മയങ്ങളുടെ ലോകം. എന്താണ് ഈ ബഹിരാകാശം എന്ന് നമ്മൾ പറയുന്നത്? സ്പേസ്, അതായത് ഭൂമിയുടെ അന്തരീക്ഷത്തിന് അപ്പുറമുള്ള വിശാലമായ ശൂന്യ പ്രദേശമാണ് ഏത്? ബഹിരാകാശം അഥവാ സ്പേസ് എന്ന് അറിയപ്പെടുന്നത്. ഇനി ബഹിരാകാശത്ത് ഭൂമിയുടെ ഏറ്റവും അടുത്തുള്ള ആകാശഗോളം ഏതാണ്? നമ്മുടെ ചന്ദ്രനാണ്. വളരെ പ്രധാനപ്പെട്ടതാണ്. ബഹിരാകാശത്ത് ഭൂമിയുടെ ഏറ്റവും അടുത്തുള്ള ആകാശഗോളമാണ് ആര്? ചന്ദ്രൻ. ആദ്യ ബഹിരാകാശ സഞ്ചാരി ആരാണ്? എല്ലാവർക്കും അറിയാവുന്നതാണ്. ആര്? യൂറി ഗഗാറിൻ. ഭൂമിയുടെ ഗോളാകൃതി നേരിൽ കാണാൻ ആദ്യമായി അവസരം ലഭിച്ചത് ആരാണ്? യൂറി ഗഗാറിനാണ്. കാരണം അദ്ദേഹമാണ് ആദ്യത്തെ ബഹിരാകാശ സഞ്ചാരി. ഇനി യൂറി ഗഗാറിനെ ബഹിരാകാശത്ത് എത്തിച്ച പേടകമാണ് ഏത്? വോസ്റ്റോക്ക് 1. ഏതാണ്? യൂറി ഗഗാറിനെ ബഹിരാകാശത്ത് എത്തിച്ച പേടകത്തിന്റെ പേരെന്താണ്? വോസ്റ്റോക്ക് 1. അടുത്തതായിട്ട് നമുക്ക് എന്താണ് ഈ ആർട്ടിഫിഷ്യൽ സാറ്റലൈറ്റ് അഥവാ കൃത്രിമ ഉപഗ്രഹങ്ങൾ എന്താണെന്ന് നോക്കാം. അതായത് വിവിധ ആവശ്യങ്ങൾക്കായി മനുഷ്യർ ബഹിരാകാശത്തേക്ക് അയക്കുന്ന ഉപകരണങ്ങളടങ്ങിയ പേടകത്തിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? കൃത്രിമോപഗ്രഹങ്ങൾ എന്ന് പറയുന്നത്. അപ്പോൾ എന്തിനു വേണ്ടിയിട്ടായിരിക്കും നമ്മൾ ഈ ആർട്ടിഫിഷ്യൽ സാറ്റലൈറ്റിന് നമ്മൾ സ്പേസിലേക്ക് വിടുന്നത്? എന്തിനു വേണ്ടിയിട്ടാണ്? പ്രതിരോധ പ്രവർത്തനങ്ങൾക്ക്, ബഹിരാകാശ ഗവേഷണത്തിന്, സമുദ്ര പഠനത്തിന്, വാർത്താവിനിമയത്തിന്, കാലാവസ്ഥാ പഠനത്തിന്, വനഭൂമികൾ, തണ്ണീർത്തടങ്ങൾ എന്നിവയെക്കുറിച്ചുള്ള പഠനത്തിന്, കര, സമുദ്ര, വ്യോമ ഗതാഗതങ്ങൾക്ക് മാർഗനിർദ്ദേശങ്ങൾ നൽകാൻ, ഇതിനെല്ലാം വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് വിടുന്നത്? ബഹിരാകാശത്തേക്ക് ആർട്ടിഫിഷ്യൽ സാറ്റലൈറ്റ് അഥവാ കൃത്രിമ ഉപഗ്രഹങ്ങൾ വിടുന്നത്. അപ്പോൾ ഈ ഒരു പിക്ചർ നോക്കിക്കേ. നമ്മുടെ ആർട്ടിഫിഷ്യൽ സാറ്റലൈറ്റിനെ കൊണ്ടുള്ള ഉപയോഗങ്ങൾ അല്ലെങ്കിൽ ആവശ്യങ്ങൾ എന്തൊക്കെയാന്ന് നോക്കിക്കേ. ഭൂവിഭവങ്ങൾ, അതായത് പെട്രോളിയം, ധാതു ലവണങ്ങൾ ഇതെല്ലാം കണ്ടെത്താൻ വേണ്ടിയിട്ട്, മത്സ്യസമ്പത്ത് കണ്ടെത്തൽ, കാലാവസ്ഥാ പഠനം, വാർത്താവിനിമയം, വനഭൂമികൾ, തണ്ണീർത്തടങ്ങൾ എന്നിവയെക്കുറിച്ചുള്ള പഠനം, സൈനിക പ്രതിരോധ പ്രവർത്തനങ്ങൾ, അതുപോലെ തന്നെ ബഹിരാകാശ ഗവേഷണം, കര, സമുദ്ര, വ്യോമ ഗതാഗതങ്ങൾക്ക് മാർഗനിർദ്ദേശങ്ങൾ നൽകൽ. ഓക്കെ, അപ്പോൾ ഈ പിക്ചറിൽ നിന്ന് കുറച്ച് കാര്യങ്ങൾ മനസ്സിലായിട്ടുണ്ടാവുമല്ലോ. ആദ്യ കൃത്രിമ ഉപഗ്രഹം ഏതാണ്? ആദ്യ കൃത്രിമ ഉപഗ്രഹം സ്പുട്നിക് 1 ആണ്. വിക്ഷേപിച്ച വർഷം 1957 ഒക്ടോബർ 4. അന്താരാഷ്ട്ര ബഹിരാകാശ സമാധാന ഉടമ്പടി എന്നാണ് വന്നത്? 1959 ഒക്ടോബർ 10 ആണ്.
ബഹിരാകാശ വാരമായിട്ട് നമ്മൾ ആചരിക്കുന്നത് അന്താരാഷ്ട്ര തലത്തിൽ ഒക്ടോബർ 4 മുതൽ 10 വരെയാണ്. എന്തൊക്കെയാണ് നമ്മൾ പറഞ്ഞത്? ആദ്യത്തെ കൃത്രിമ ഉപഗ്രഹം ഏതാണ്? സ്പുട്നിക് 1. അത് വിക്ഷേപിച്ചത് 1957 ഒക്ടോബർ 4. ഇനി അന്താരാഷ്ട്ര ബഹിരാകാശ സമാധാന ഉടമ്പടി എന്നായിരുന്നു 1959 ഒക്ടോബർ 10. ബഹിരാകാശ വാരം എന്നാണ് ഒക്ടോബർ 4 മുതൽ ഒക്ടോബർ 10 വരെ. നോക്കിക്കേ, ഈ ചിത്രത്തിൽ കാണിച്ചിരിക്കുന്നതാണ് സ്പുട്നിക് 1. ഇനി ഇന്ത്യയുടെ ആദ്യത്തെ കൃത്രിമ ഉപഗ്രഹം ഏതാണ്? ആര്യഭട്ട എന്നാണ് വിക്ഷേപിച്ചത് 1975. അമേരിക്കയുടെ ആദ്യ ഉപഗ്രഹ വിക്ഷേപണം എന്നായിരുന്നു 1958. അമേരിക്ക ബഹിരാകാശ ഏജൻസി ഏതാണ്? നാസയാണ്. അതെന്നാണ് സ്ഥാപിതമായത്? 1958. ആദ്യമായി ബഹിരാകാശത്ത് എത്തിയ ജീവി ആരാണ്? ലൈക്ക എന്ന നായയാണ്. ആരാണ് വിട്ടത്? സോവിയറ്റ് യൂണിയൻ. എന്നായിരുന്നു? 1957. അപ്പം ഈ ഒരു ചിത്രം നോക്കിക്കേ, ആര്യഭട്ടയുടെ ചിത്രമുണ്ട്, അതുപോലെ തന്നെ നമ്മുടെ ലൈക്ക എന്ന നായ ഇരിക്കണ കണ്ടോ? അപ്പം ആ നായയുടെ ചിത്രമാണ് ഈ കാണിച്ചിരിക്കുന്നത്. എന്താണ് വിക്ഷേപണ വാഹനങ്ങൾ അഥവാ ലോഞ്ചിങ് വെഹിക്കിൾസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ? അതായത് ഭൂമിയുടെ ആകർഷണത്തെ അവഗണിച്ച് മനുഷ്യനെയും കൃത്രിമ ഉപഗ്രഹങ്ങളെയും ബഹിരാകാശത്ത് എത്തിക്കുന്നത് ആരാണ്? ഈ ലോഞ്ചിങ് വെഹിക്കിൾസ് ആണ്. മനുഷ്യൻ ഇന്നേ വരെ നിർമ്മിച്ച റോക്കറ്റുകളിൽ ഏറ്റവും വലുത് ഏതാണ്? സാറ്റേൺ 5. വളരെ പ്രധാനപ്പെട്ടതാണ്. മനുഷ്യൻ ഇന്നേ വരെ നിർമ്മിച്ച റോക്കറ്റുകളിൽ ഏറ്റവും വലിയ റോക്കറ്റ് ഏതാണ്? സാറ്റേൺ 5. ഈ ചിത്രം നോക്കിക്കേ, നമ്മുടെ സാറ്റേൺ 5ന്റെ ചിത്രമാണ് ഈ കാണിച്ചിരിക്കുന്നത്. ഇനി ഇന്ത്യൻ ബഹിരാകാശ സഞ്ചാരികളെ കുറിച്ച് പഠിക്കാം. ബഹിരാകാശ യാത്ര നടത്തിയ ആദ്യത്തെ ഇന്ത്യക്കാരൻ ആരാണ്? ആദ്യത്തെ ഇന്ത്യക്കാരൻ രാകേഷ് ശർമ്മ. കൽപ്പന ചൗള തൻ്റെ 2ാമത്തെ ബഹിരാകാശ യാത്രയിൽ മരണപ്പെടുമ്പോൾ സഞ്ചരിച്ചിരുന്ന പേടകം ഏതാണ്? കൊളംബിയ സ്പേസ് ഷട്ടിൽ. ഏതാണ്? കൊളംബിയ സ്പേസ് ഷട്ടിൽ. ആരാണ് ചന്ദ്രനിൽ ആദ്യമായിട്ട് ഇറങ്ങിയത്? ആരാണ്? നീൽ ആംസ്ട്രോങ് ആണ്. 2ാമതായിട്ട് ഇറങ്ങിയത് എഡ്വിൻ ആൻഡ്രിൽ ആണ്. ഇനി അവരുടെ കൂടെ ഒരാളും കൂടി ഉണ്ടായിരുന്നു. ആരാണ്? മൈക്കിൾ കോളിൻസ്. അപ്പം ഇവർ 3 പേരും കൂടി, നീൽ ആംസ്ട്രോങ്ങും എഡ്വിൻ ആൻഡ്രിലും അതുപോലെ തന്നെ മൈക്കിൾ കോളിൻസും കൂടിയിട്ടാണ് പോയത്. പക്ഷേ ആദ്യമായിട്ട് ചന്ദ്രനിൽ കാലുകുത്തിയത് ആരാണ്? നീൽ ആംസ്ട്രോങ്ങും. 2ാമത്തെ ആരായിരുന്നു? എഡ്വിൻ ആൻഡ്രിലായിരുന്നു. ഇനി ഈ മൈക്കിൾ എന്താണ് ചെയ്തത്? ഇവരിറങ്ങിയ വാഹനമായ ഈഗിളിനെ നിയന്ത്രിക്കുകയായിരുന്നു. ഇനി ഇവര് എന്നാണ് പോയത്? വർഷം എന്നാണ്? 1969 ജൂലൈ 21. ഇനി ഏതായിരുന്നു വാഹനം? ബഹിരാകാശ വാഹനം ഏതായിരുന്നു? അപ്പോളോ 2 നാസയുടെ വാഹനമായിരുന്നു. ജൂലൈ 21 അതുകൊണ്ട് തന്നെ നമ്മൾ എന്ത് ദിനമായിട്ട് ആചരിക്കുന്നു? ചാന്ദ്രദിനമായിട്ട് ആചരിക്കുന്നു. അപ്പോൾ ചാന്ദ്രദിനം എന്നാണ്? ജൂലൈ 21. അപ്പോൾ ആ 3 ശാസ്ത്രജ്ഞരുടെ ചിത്രമാണ് ഈ കൊടുത്തിരിക്കുന്നത്. നീൽ ആംസ്ട്രോങ്, മൈക്കിൾ കോളിൻസ്, അതുപോലെ തന്നെ എഡ്വിൻ ആൻഡ്രിൽ. ഇനി തൊട്ടുപുറത്ത് ഏതാണ് ചിത്രം? മനുഷ്യൻ ചന്ദ്രനിൽ ഇറങ്ങി നിൽക്കുന്നതിൻ്റെ പിക്ചറാണ് കാണിച്ചിരിക്കുന്നത്. ഇന്ത്യൻ ബഹിരാകാശ പദ്ധതിയുടെ പിതാവ് ആരാണ്? ഇന്ത്യൻ ബഹിരാകാശ പദ്ധതിയുടെ പിതാവ് വിക്രം സാരാഭായാണ്. ഇന്ത്യൻ ബഹിരാകാശ ഏജൻസി ഏതാണ്? ഇസ്രോ. അപ്പോൾ ദേ ഇസ്രോന്റെ ലോഗോയാണ് കാണിച്ചിരിക്കുന്നത്. തൊട്ടടുത്ത് ആരാണ് ഇരിക്കുന്നത്? വിക്രം സാരാഭായുടെ പിക്ചർ. വാർത്താവിനിമയത്തിന് ഉപയോഗിക്കുന്ന ഉപഗ്രഹങ്ങളാണ് ഇൻസാറ്റുകൾ. എന്താണ്? വാർത്താവിനിമയത്തിന് ഉപയോഗിക്കുന്ന ഉപഗ്രഹങ്ങളാണ് ഏത്? ഇൻസാറ്റുകൾ. ഭൂവിഭവം, കാലാവസ്ഥാ പഠനം എന്നിവയ്ക്ക് ഉപയോഗിക്കുന്ന ഉപഗ്രഹങ്ങളാണ് IRS. ഏതാണ്? ഭൂവിഭവം, കാലാവസ്ഥാ പഠനം എന്നിവയ്ക്ക് ഉപയോഗിക്കുന്ന ഉപഗ്രഹങ്ങൾ ഏതാണ്? IRS. വിദ്യാഭ്യാസ ആവശ്യങ്ങൾക്ക് ഉപയോഗിക്കുന്ന ഉപഗ്രഹം ഏതാണ്? എഡ്യൂസാറ്റ്. വളരെ പ്രധാനപ്പെട്ടതാണ്. വിദ്യാഭ്യാസ ആവശ്യങ്ങൾക്ക് ഉപയോഗിക്കുന്ന ഉപഗ്രഹം ഏതാണ്? എഡ്യൂസാറ്റ്. ഇന്ത്യയുടെ ആദ്യ വാർത്താവിനിമയ ഉപഗ്രഹമാണ് ആപ്പിൾ. എന്നാണ്? ഇന്ത്യയുടെ ആദ്യ വാർത്താവിനിമയ ഉപഗ്രഹമാണ് ആപ്പിൾ. എന്നാണ് ഇത് വിക്ഷേപിച്ചത്? 1981 ജൂൺ 19.
ഇനി നമുക്ക് കുറച്ച് ബഹിരാകാശ ഏജൻസികൾ ഒന്ന് അറിഞ്ഞിരിക്കാം. ഏതൊക്കെയാണ്? യൂറോപ്പിൻ്റെ ESA, ജപ്പാൻ്റെ JAXA, റഷ്യ RSA, ചൈന CNSA, ഇന്ത്യയുടെ ISRO, USA നാസ. അടുത്ത് നമ്മൾ പഠിക്കാനായിട്ട് പോകുന്നത് ചന്ദ്രയാനെ കുറിച്ചിട്ടാണ്. എന്താണ് ചന്ദ്രയാൻ? ഇന്ത്യയുടെ ചന്ദ്ര പരിവേഷണ പദ്ധതിയുടെ പേരാണ് ചന്ദ്രയാൻ. ഇതെന്നാണ് നമ്മൾ വിക്ഷേപിച്ചത്? 2008 ഒക്ടോബർ 22. ഓർത്തിരിക്കേണ്ട ഡേറ്റ് ആണ് കേട്ടോ. ചന്ദ്രയാൻ നമ്മൾ വിക്ഷേപിച്ച വർഷം ഏതാണ്? 2008 ഒക്ടോബർ 22. ഭൂമിയുടെ ഏക ഉപഗ്രഹമായ ചന്ദ്രനെ അടുത്തറിയുക എന്ന ലക്ഷ്യത്തോടെയാണ് ഇന്ത്യ ചന്ദ്രയാൻ 1 വിക്ഷേപിച്ചത്. ഇത് ചന്ദ്ര ഉപരിതലത്തിൽ നിന്നും 100 കിലോമീറ്റർ ഉയരത്തിൽ ചന്ദ്രനെ ചുറ്റിക്കൊണ്ടിരിക്കുന്നു. ഇത് എന്താണ് ഈ ചന്ദ്രയാൻ വിട്ടതോടുകൂടി എന്താണ് നമുക്കൊരു നേട്ടം കിട്ടിയത്? ചന്ദ്രനിലെ ജലസാന്നിധ്യം കണ്ടെത്താനായിട്ട് സഹായിച്ചു. ഇന്ത്യയുടെ സൗര ദൗത്യമാണ് ആദിത്യ. വളരെ പ്രധാനപ്പെട്ടതാണ്, എപ്പോഴും ചോദിക്കാറുള്ളതാണ്. ഇന്ത്യയുടെ സൗര ദൗത്യത്തിന്റെ എന്താണ്? ആദിത്യ. അതുപോലെ തന്നെ ഇന്ത്യൻ ബഹിരാകാശ ഏജൻസിയുടെ ചൊവ്വ ദൗത്യം ഏതാണ്? ചൊവ്വ ദൗത്യം മംഗളയാൻ. അതും ഇമ്പോർട്ടൻ്റ് ആണ്. അതെന്നാണ് വിക്ഷേപിച്ചത്? 2013 നവംബർ 5. ഇനി മംഗളയാന്റെ ഔദ്യോഗിക നാമം ഏതാണ്? മാസ് ഓർബിറ്റൽ മിഷൻ. ലാസ്റ്റ് ലെസൺ ആണ് ലെസൺ 10, ജന്തു വിശേഷങ്ങൾ. അപ്പോൾ ആദ്യം നമ്മൾ നോക്കാനായിട്ട് പോകുന്നത് പക്ഷികളും അവയുടെ അടയിരിപ്പ് കാലവും ആണ്. അപ്പോൾ കോഴി എത്ര ദിവസം കൊണ്ടാണ് അല്ലെങ്കിൽ എത്ര ദിവസമാണ് അടയിരിക്കുന്നത്? 21 ദിവസമാണ് കോഴി. പ്രാവ് 14 ദിവസം, കുരുവിയും 14 ദിവസമാണ്. ഒട്ടകപ്പക്ഷി 42 ദിവസം. ലവ് ബേർഡ് 22 മുതൽ 25 വരെ ദിവസമാണ്. ഇനി ഇന്ത്യയിലെ പക്ഷി മനുഷ്യൻ എന്നറിയപ്പെടുന്നത് ആരാണ്? ഇന്ത്യയിലെ പക്ഷി മനുഷ്യൻ പക്ഷി മനുഷ്യൻ ആരാണ്? ഡോക്ടർ സലീം അലിയാണ്. അദ്ദേഹം പ്രശസ്തനായ ഒരു പക്ഷി നിരീക്ഷകനായിരുന്നു. അദ്ദേഹത്തിൻ്റെ പേരിൽ അറിയപ്പെടുന്ന കേരളത്തിലെ പക്ഷി സങ്കേതമാണ് ഏത്? തട്ടേക്കാട്. ഇമ്പോർട്ടൻ്റ് ആണ്. അതായത് ഡോക്ടർ സലീം അലിയുടെ പേരിൽ അറിയപ്പെടുന്ന കേരളത്തിൽ അറിയപ്പെടുന്ന പക്ഷി സങ്കേതം ഏതാണ്? തട്ടേക്കാട്. അദ്ദേഹത്തിൻ്റെ ആത്മകഥയുടെ പേരാണ് ഒരു കുരുവിയുടെ പതനം. ഏതാണ് അദ്ദേഹത്തിൻ്റെ ആത്മകഥ? ഒരു കുരുവിയുടെ പതനം. നവംബർ 12 ദേശീയ പക്ഷി നിരീക്ഷണ ദിനമായിട്ട് ആചരിക്കുന്നു. എന്നാണ് ദേശീയ പക്ഷി നിരീക്ഷണ ദിനം? നവംബർ 12. നവംബർ 12 ആണ് ഡോക്ടർ സലീം അലിയുടെ ജന്മദിനം. സലീം അലി പക്ഷി സങ്കേതം എവിടെയാണ്? ഗോവയിലാണ് സ്ഥിതി ചെയ്യുന്നത്. എവിടെയാണ്? സലീം അലി പക്ഷി സങ്കേതം എവിടെയാണ്? ഗോവയിൽ. ഇതാണ് ഡോക്ടർ സലീം അലി. അടുത്ത് നമ്മൾ പഠിക്കാനായിട്ട് പോകുന്നത് എന്താണ് ഉരഗങ്ങൾ, ഉഭയജീവികൾ എന്നൊക്കെയാണ്. അപ്പോൾ എന്താണ് ഉരഗങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വരണ്ട ചർമ്മമുള്ളതും ശൽക്കങ്ങൾ ഉള്ളതുമായ ജീവികളെയാണ് നമ്മൾ എന്തെന്ന് പറയാ? ഉരഗങ്ങൾ എന്ന് പറയുന്നത്. അങ്ങനെയെങ്കിൽ ഉരഗങ്ങൾക്ക് എക്സാമ്പിൾ ഏതൊക്കെയാണ്? മുതല, പാമ്പ്, അരണ. ഇനി എന്താണ് അപ്പോൾ ഉഭയജീവികൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വെള്ളത്തിലും കരയിലും ജീവിക്കുന്ന ജീവികളെ നമുക്ക് എന്തെന്ന് പറയാം? ഉഭയജീവികൾ എന്ന് പറയാം. ഉദാഹരണം ഏതൊക്കെയാണ്? തവള, സാലമാൻഡർ, സീസിലിയൻ. ഏതൊക്കെയാണ് ഉഭയജീവികൾക്ക് ഉദാഹരണം? തവള, സാലമാൻഡർ, സീസിലിയൻ. ഇനി നമുക്ക് രൂപാന്തരണത്തെക്കുറിച്ച് പഠിക്കാം. അപ്പോൾ അതിനു മുമ്പ് എന്താണ് ലാർവകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചില ജീവികളുടെ മുട്ട വിരിഞ്ഞുണ്ടാകുന്ന കുഞ്ഞുങ്ങൾ മാതൃജീവിയോട് സാദൃശ്യം ഇല്ലാത്തവയാണ്. ഇവയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? ലാർവകൾ എന്ന് പറയുന്നത്. എന്താണ് ലാർവകൾ? ചില ജീവികളുടെ മുട്ട വിരിഞ്ഞുണ്ടാകുന്ന കുഞ്ഞുങ്ങൾ മാതൃജീവിയോട് സാദൃശ്യം ഇല്ലാത്തവയാണ്. ഇവയെ നമുക്ക് എന്തെന്ന് പറയാം? ലാർവകൾ എന്ന് പറയാം. ഇവ രൂപാന്തരണം സംഭവിച്ചാണ് മറ്റു ജീവിയോട് സാദൃശ്യമുള്ള ജീവിയായി മാറുന്നത്. ഇങ്ങനെ ലാർവകൾ വളർച്ചാഘട്ടങ്ങളിലൂടെ കടന്നുപോയി മാതൃജീവിയോട് സാദൃശ്യമുള്ള ജീവികളായി മാറുന്ന പ്രക്രിയയെ നമുക്ക് എന്തെന്ന് പറയാം? രൂപാന്തരണം എന്ന് പറയാം. എന്താണ്? ലാർവകൾ വളർച്ചാഘട്ടങ്ങളിലൂടെ കടന്നുപോയി മാതൃജീവിയോട് സാദൃശ്യമുള്ള ജീവികളായി മാറുന്ന പ്രക്രിയയെ നമുക്ക് എന്തെന്ന് പറയാം? രൂപാന്തരണം എന്ന് പറയാം.
പൂമ്പാറ്റയുടെ മുട്ട വിരിഞ്ഞ പുഴുവിനെ പോലുള്ള ലാർവ ഉണ്ടാകുന്നു. എരിക്ക്, കറിവേപ്പില, നാരകം പോലുള്ള ചെടികളിലാണ് ശലഭം മുട്ടയിടുന്നത്. ഇവ എന്തായിട്ട് പിന്നീട് മാറുന്നു? ലാർവയായിട്ട് മാറുന്നു. ഈ ലാർവയാണ് പിന്നീട് എന്തായി മാറുന്നത്? ശലഭമായിട്ട് രൂപാന്തരണം പ്രാപിക്കുന്നത്. അപ്പൊ പൂമ്പാറ്റയുടെ ജീവിതചക്രം എങ്ങനെയായിരിക്കും? മുട്ടയിടുന്നു, മുട്ട പിന്നെന്താവുന്നു? ലാർവ, പ്യൂപ്പ, ശലഭം. എങ്ങനെയാണ് പൂമ്പാറ്റയുടെ ജീവിതചക്രം? മുട്ട, ലാർവ, പ്യൂപ്പ, ശലഭം. നോക്കിക്കേ, ചിത്രം നോക്കിക്കേ. ഓക്കെ. ഇനി കൂട്ടുകാർ കുഴിയാനയെ കുറിച്ച് കേട്ടിട്ടുണ്ടോ? എന്താണ് ഈ കുഴിയാന? ഒരു ഇനം തുമ്പിയുടെ ലാർവയാണ് എന്ത്? കുഴിയാനകൾ. ഇനി കടലിൽ നിന്ന് കരയിലേക്ക് കയറി വന്ന് മണൽ മാന്തി കുഴി ഉണ്ടാക്കിയാണ് ആര് മുട്ടയിടുന്നത്? കടലാമകൾ മുട്ടയിടുന്നത്. കടലാമകൾ എങ്ങനെ മുട്ടയിടുന്നത്? കടലിൽ നിന്ന് നേരെ കരയിൽ വന്നിട്ട് അവിടെ മണൽ മാന്തി ഒരു കുഴി ഉണ്ടാക്കി അതിനകത്ത് മുട്ടയിട്ട് വെക്കുന്നു. ഇനി വനം വകുപ്പിന്റെ കീഴിൽ മലപ്പുറം ജില്ലയിൽ വള്ളിക്കുന്നിലെ മുതിയം കടൽ തീരത്ത് കടലാമകളെ സംരക്ഷിച്ച് വരുന്നുണ്ട്. എവിടെയാണ്? വനം വകുപ്പിന്റെ കീഴിൽ മലപ്പുറം ജില്ലയിൽ വള്ളിക്കുന്നിലെ മുതിയം കടൽ തീരത്ത് കടലാമകളെ സംരക്ഷിച്ച് വരുന്നുണ്ട്. അപ്പോൾ ഈ കാണുന്നതാണ് നമ്മുടെ കടലാമ. അടുത്ത നമ്മൾ പഠിക്കാനായിട്ട് പോകുന്നത് സസ്തനികളെ കുറിച്ചിട്ടാണ്, അതായത് മാമൽസിനെ കുറിച്ചിട്ട്. എന്താണ് മാമൽസ് അഥവാ സസ്തനികൾ? കുഞ്ഞുങ്ങളെ പ്രസവിച്ച് മുലയൂട്ടി വളർത്തുന്ന ജീവികളെ എന്തെന്ന് പറയാൻ നമുക്ക്? സസ്തനികൾ എന്ന് പറയാം. ഒരു പറക്കുന്ന സസ്തനിക്ക് ഉദാഹരണം ഏതാണ്? വവ്വാൽ. ഇമ്പോർട്ടൻ്റ് ആണ്. പറക്കുന്ന സസ്തനിക്ക് ഉദാഹരണം വവ്വാൽ. ഈ വവ്വാലിനെ എങ്ങനെയാണ് പറക്കാനായിട്ട് സഹായിക്കുന്നത്? ചർമ്മബന്ധിതമായ മുൻകാലുകളാണ് വവ്വാലിനെ പറക്കാനായിട്ട് സഹായിക്കുന്നത്. ഇനി അടുത്തത് വളരെ പ്രധാനപ്പെട്ട ഒരു ചോദ്യമാണ്. മുട്ടയിടുന്ന സസ്തനികൾ ഏതൊക്കെയാണ്? മുട്ടയിടുന്ന സസ്തനികൾ എക്കിഡ്ന, പ്ലാറ്റിപ്പസ്. പ്രസവിക്കുന്ന അച്ഛൻ എന്ന് വിളിപ്പേരുള്ള ജീവി ഏതാണ്? ആൺ കടൽ കുതിര. അതും വളരെ പ്രധാനപ്പെട്ടതാണ്. പ്രസവിക്കുന്ന അച്ഛൻ ആരാണ്? ആൺ കടൽ കുതിര. പ്രസവിക്കുന്ന പാമ്പ് അണലി. സഞ്ചി മൃഗം ഏതാണ്? കങ്കാരു. ഇനി ആ കങ്കാരുവിൻ്റെ പ്രത്യേകത എന്താണ്? കുഞ്ഞിന് ജന്മം കൊടുത്ത ഉടനെ തന്നെ അത് സ്വന്തം ശരീരത്തിനുള്ളിലെ സഞ്ചിയിലാക്കിയാണ് പരിപാലിക്കുന്നത്. നമ്മുടെ ഈ കങ്കാരുവിൻ്റെ ജന്മദേശം ഏതാണ്? ഓസ്ട്രേലിയയാണ്. മണ്ണിരയുടെ പ്രത്യേകത എന്താണ്? മണ്ണിരയുടെ മണ്ണിര, അതുപോലെ തന്നെ പ്ലനേറിയ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു തരം പരന്ന വിരയാണ്. എന്നിവയുടെ ശരീരഭാഗങ്ങൾ മുറിഞ്ഞാൽ പിന്നീട് എന്ത് സംഭവിക്കും? ആ ഭാഗം വളർന്ന് പുതിയ ജീവിയായിട്ട് മാറും. അപ്പം ആ ശരീരഭാഗം മുറിഞ്ഞു പോയിട്ട് ആ ഭാഗം വളർന്ന് പുതിയ ജീവിയായി മാറുന്ന ജീവികൾ ഏതൊക്കെയാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഏതാണ്? മണ്ണിര, പ്ലനേറിയ. നോക്കിക്കേ, ചിത്രം നോക്കിക്കേ. ഇതിനകത്ത് ആരുടെയൊക്കെ ചിത്രമുണ്ട്? കടൽ കുതിരയുടെ. അതായത് കടൽ കുതിരയുടെ പ്രത്യേകത എന്താന്ന് നമ്മൾ പറഞ്ഞത്? പ്രസവിക്കുന്ന അച്ഛൻ കങ്കാരു. നോക്കിക്കേ, പ്ലനേറിയ, അണലി. ഇനി വിവിധ ഇനം കടൽ ജീവികളുടെ വാസകേന്ദ്രമാണ് പവിഴപ്പുറ്റുകൾ. എന്താണ് പവിഴപ്പുറ്റുകൾ? വിവിധ ഇനം കടൽ ജീവികളുടെ വാസകേന്ദ്രമാണ് പവിഴപ്പുറ്റുകൾ. കടലിലെ മഴക്കാടുകൾ എന്നറിയപ്പെടുന്നതും എന്താണ്? ഈ പവിഴപ്പുറ്റുകളാണ്. അപ്പൊ ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ ചോദിക്കാം. കടലിലെ മഴക്കാടുകൾ ഏതാണ്? കടലിലെ മഴക്കാടുകൾ പവിഴപ്പുറ്റുകളെയാണ് നമ്മൾ കടലിലെ മഴക്കാടുകൾ എന്ന് വിളിക്കുന്നത്. ഈ പവിഴപ്പുറ്റുകൾ കൊണ്ട് നമുക്ക് എന്താണ് ഗുണം? കടൽക്ഷോഭം ഒരു പരിധി വരെ തടയാനും പല അസുഖങ്ങൾക്കുമുള്ള മരുന്നുകൾ നിർമ്മിക്കാനും ഉപയോഗപ്പെടുത്തുന്ന കടലിലെ പൂന്തോട്ടങ്ങൾ പോലെ കാണപ്പെടുന്ന ജീവിവർഗമാണ് എന്ത്? പവിഴപ്പുറ്റുകൾ. എന്താണ്? കടൽക്ഷോഭം ഒരു പരിധി വരെ തടയാനും അതുപോലെ തന്നെ പല അസുഖങ്ങൾക്കുമുള്ള മരുന്നുകൾ നിർമ്മിക്കാനും ഉപയോഗപ്പെടുത്തുന്ന കടലിലെ പൂന്തോട്ടങ്ങൾ പോലെ കാണപ്പെടുന്ന ജീവിവർഗമാണ് എന്ത്? പവിഴപ്പുറ്റുകൾ എന്ന് അറിയപ്പെടുന്നത്, അല്ലെങ്കിൽ പവിഴപ്പുറ്റുകൾ. ലോകത്തിലെ ഏറ്റവും വലിയ പവിഴപ്പുറ്റ് എവിടെയാണ്? വളരെ പ്രധാനപ്പെട്ടതാണ്. ഇതിനു മുമ്പ് ചോദിച്ചിട്ടുള്ളതാണ്. ലോകത്തിലെ ഏറ്റവും വലിയ പവിഴപ്പുറ്റ് എവിടെയാണ്? ഓസ്ട്രേലിയയിലെ ഗ്രേറ്റ് ബാരിയർ റീഫിലാണ്. നോക്കിക്കേ, പവിഴപ്പുറ്റിന്റെ ചിത്രമാണ് ഈ കാണിച്ചിരിക്കുന്നത്. അങ്ങനെ നമ്മൾ 5ാം ക്ലാസ്സിലെ ബേസിക് സയൻസിൻ്റെ എല്ലാ ലെസൺസും കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ കൂട്ടുകാർ നന്നായിട്ട് പഠിക്കാം കേട്ടോ. ഓക്കെ, താങ്ക് യു.